വെൽക്കം ബാക്ക് ടു സല ലേണിംഗ്. സോ മക്കളെ, ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. നമ്മൾ ഇതാ മക്കളെ 3 ചാപ്റ്റേഴ്സിന്റെ PYQ സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്ന ഡിറ്റർമിനൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, അതേപോലെ LPP ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ +2 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഡിറ്റർമിനൻസ് ആയിക്കോട്ടെ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആയിക്കോട്ടെ, LPP ആയിക്കോട്ടെ, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വെയിറ്റേഴ്സിന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് നല്ല PYQ ചെയ്ത് പഠിക്കണം. സോ അതിന് മുന്നേ മിസ്സിന്റെ വോയിസ് ഓഡിബിൾ ആണ്, ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ എന്ന് കമന്റ് ചെയ്യുക. അമ്മ ഓഡിബിൾ റെഡി ആണോ? ഓഡിബിൾ ആണോ? യെസ്. ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. സെറ്റ് ആണ്. ഒരുപാട് നല്ല PYQs വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ഒക്കെ വൃത്തിക്ക് പഠിച്ചവരാണ്, എല്ലാം അറിയുന്നവരാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് PYQs ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഓരോ കോൺസെപ്റ്റും വരുന്ന രീതിക്ക് മനസ്സിലാവുള്ളൂ. അതായത് പല ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെ? PYQs എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിക്കണം. സോ റെഡി അല്ലേ? മിസ് ഓഡിബിൾ അല്ലേടാ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? യെസ്. ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. റെഡിയാണ്? റെഡിയാണ്. നിങ്ങൾ PYQസിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് എനിക്കറിയാം. നമുക്ക് 2025 PYQs മെയിൻലി ഫോക്കസ് ചെയ്യണം. അതേപോലെ കുറച്ച് പഴയ PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഐഡിയാസ് കിട്ടും, ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് കിട്ടും നമുക്ക്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യുക. അതായത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മക്കളെ, ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്ര കാലം എന്ത് പഠിച്ചെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇനിയെങ്കിലും എന്ത് ചെയ്യാൻ മക്കൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത്യാവശ്യം നിലവാരമുള്ള ബോർഡ് എക്സാം ആണ് നിങ്ങളുടെ എന്ന് പറയുന്നത്. അപ്പൊ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നല്ല മാർക്ക് ലഭിക്കുള്ളൂ, അറിയാലോ. അപ്പൊ ഡിറ്റർമിനൻസ് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. MCQസിൽ നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, 5 മാർക്കിന്റെ നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത്തരം നല്ല ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, റെഡിയാണ്? എല്ലാവരും റെഡി അല്ലേ? സോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറയുക. നമുക്ക് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? വെയിറ്റിംഗ് ആണ് എല്ലാവരും ക്വസ്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വരാനുള്ളവർക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വരാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പൊ ഡിറ്റർമിനൻസിലേക്ക് വരുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. PYQs എന്ന് നോക്കുവാണെങ്കിൽ ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും. അതായത് ഒരു ക്വസ്റ്റ്യനിലെ കോൺസെപ്റ്റ് ആയിരിക്കില്ല അടുത്ത ക്വസ്റ്റ്യനിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ MCQയും എന്താ പ്രൊവൈഡ് ചെയ്യുക, ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പുതിയ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ടായിരിക്കും, ചില പ്രോപ്പർട്ടീസ് മക്കൾ കേൾക്കാത്ത പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. എല്ലാ പ്രോപ്പർട്ടീസും ചിലപ്പം NCERT ബുക്കിലുള്ള പ്രോപ്പർട്ടി ആവണമെന്നില്ല, പക്ഷെ ഇത് PYQയിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പഠിപ്പിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ എന്തായാലും ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതാണ് ഈ ഒരു മാസം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഈ ഫെബ്രുവരി ഇപ്പൊ എത്രയായടാ, 8-ാം തീയതിയായി. ഈ മാസം ഇപ്പൊ കഴിയും, അല്ലെ? കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബോർഡ് എക്സാമിനുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം എക്സാമിനും അല്ലാതെയും ഡിറ്റർമിനൻസ് ഒരുപാട് പഠിച്ച ചാപ്റ്റർ ആണ്. അപ്പൊ മിസ് ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻസർ എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2025 CBSE ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ തന്നെ ആൻസർ ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും നമുക്ക് രണ്ടുപേർക്കും. അപ്പൊ എന്ത് ചെയ്യുക, എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻസർ തെറ്റിയാലും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ആൻസർ ആണ് എനിക്ക് ആവശ്യമുള്ളത്. കമന്റ് ബോക്സിൽ എന്തായാലും ആൻസർ കമന്റ് ചെയ്യുക, എന്തെന്നെ ആയിക്കോട്ടെ കമന്റ് ചെയ്യുക. അതായത് ഇഫ് A is a square matrix of order 2 ആണ് ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് A എത്രയാണ്, 4 എന്ന് പറയുന്നുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ 2 വര ഇട്ടിട്ട് അതിനുള്ളിൽ A എഴുതിയാലും ഡിറ്റർമിനന്റ് ഓഫ് A തന്നെയാണ്. അത് 4 ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യം ഡിറ്റർമിനന്റ് ഓഫ് 4 into adjoint of A ആണ്. എടാ, നിങ്ങൾ ഈ DET എന്ന് എഴുതിയാലും അതിന് പകരം 2 വര കൊടുത്ത് എഴുതിയാലും സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്താവശ്യം, ഡിറ്റർമിനന്റ് ഓഫ് 4 into adjoint of A ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ആകെ അറിയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതെല്ലാവരും ഓർമ്മിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഡിറ്റർമിനന്റ് ഓഫ് K into A എന്ന് പറഞ്ഞാല് K raised to N into എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. അറിയില്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് KA എന്ന് പറഞ്ഞാൽ K raised to N into ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. N പറയുമ്പോൾ എന്താണ്, ആ മെട്രിക്സിന്റെ ഓർഡർ ആണ്. K പറയുമ്പോൾ സ്കെലാർ ആണ്. എനി നമ്പർ വി ക്യാൻ ചൂസ്. K പറയുമ്പോൾ ഏത് നമ്പറും ആവാം. N എന്താണ്, ഓർഡർ ആണ്. A എന്താണ്, ഒരു സ്ക്വയർ മെട്രിക്സും ആയിരിക്കും. സോ ഇതാണ് പ്രോപ്പർട്ടി എന്ന് അറിയാം. സോ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 4 ആണ് ആർക്ക് പകരമുള്ളത്, Kക്ക് പകരമുള്ളത്. അതേപോലെ അഡ്ജോയിന്റ് പകരം ഇവിടെ A ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതേ പ്രോപ്പർട്ടി മക്കള് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതെങ്ങനെയാ വരിക, ഡിറ്റർമിനന്റ് ഓഫ് 4 into adjoint of A എന്ന് പറയുമ്പം Kന്റെ ഭാഗത്ത് ആരാ ഉള്ളത്, 4 ആണ്. സോ വി ക്യാൻ റൈറ്റ് Kന്റെ സ്ഥാനത്ത് 4 ആണെന്ന് മനസ്സിലായി.
ഈ മെട്രിക്സിന്റെ ഓർഡർ 2 എന്ന് പറയുന്നുണ്ട്. അപ്പൊ n ആണ് മെട്രിക്സിന്റെ ഓർഡർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. അപ്പൊ n2 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ k⁻n പറയുമ്പം 4n ആണ്. ഇൻറ്റു എന്താ വേണ്ടത്? ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരുന്നു ഇവിടെ വേണ്ടത്. ഇവിടെ അഡ്ജോയിന്റ് എ ആയതുകൊണ്ട് എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ വരും. എന്ന് നമുക്കറിയാം എത്രയാണ്? 2 എന്നറിയാം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് നമുക്ക് അറിയില്ല. അവിടെയും മക്കൾ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു n-1 ആണ്. ഈ രണ്ട് പ്രോപ്പർട്ടി അറിയുന്നവർക്ക് മാത്രമേ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ പറയുമ്പം ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു n-1 ആണ്. n2 ആയതുകൊണ്ട് 2 - 1 വന്നു. 4 സ്ക്വയർ പറയുമ്പം 16 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു 2 - 1 പറയുമ്പം ഡിറ്റർമിനന്റ് ഓഫ് എ തന്നെയാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ 4 എന്ന് പറയുന്നുണ്ട്. 16 × 4 പറയുമ്പോൾ എത്രയാ? 64. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മനസ്സിലാക്കേണ്ട കാര്യം എന്താ മക്കളെ? പ്രോപ്പർട്ടി അറിയുന്നവർക്ക് പുഷ്പം പോലെ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റൻ ആണ്. പ്രോപ്പർട്ടി അറിയാത്തവർക്കാണെങ്കിൽ ആ വഴിക്ക് എന്ത് ചെയ്യും? 1 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. സോ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ മിസ് പറയട്ടെ. നമുക്ക് 2025 CBSE ബോർഡ് എക്സാമിന് വന്ന അടുത്ത ക്വസ്റ്റൻ ആണ്. A is equal to -100 010 001 then A inverse equal to dash. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മെട്രിക്സ് ഗിവൺ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഫോർമുല അറിയാം. 1/determinant of A into adjoint of A ആണ് എ ഇൻവേഴ്സ് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ആരും എന്ത് ചെയ്യരുത്? ആ ഫോർമുലയോട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് MCQ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം മാത്രമേ MCQ ചെയ്യാനുണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് മൈനസ് കണ്ടുപിടിച്ച് കോഫാറ്റസ് ഫൈൻഡ് ചെയ്ത് ആ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡിറ്റർമിന്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ? എക്സാമിന് സമയം കഴിഞ്ഞ് കാണും. അപ്പൊ MCQ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ഈസി ട്രിക്ക് എന്താണോ അത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. MCQ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രിക്ക് യൂസ് ചെയ്യാം, മാർക്ക് ലഭിക്കും. ബാക്കിയുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റിന് പോയിട്ട് ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആരും എന്ത് ചെയ്യില്ല? മാർക്ക് തരില്ല. പക്ഷെ ഇവിടെ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാം, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് മാത്രം. എന്താ ട്രിക്ക് നമുക്കറിയോ? എടാ, ഇത് 2025 CBSE ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റൻ ആണ്. മിസ് പറഞ്ഞല്ലോ അത് അല്ലെ? 2025 CBSE ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റൻ മിസ് കാണിച്ചു അല്ലെ? ഓക്കെ, ഇതേപോലെ ഒരു ക്വസ്റ്റൻ എവിടെ ഉണ്ട്? നമ്മൾ NCERT ബുക്കിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ ക്വസ്റ്റ്യൻ? എന്താണ്? NCERT ബുക്കില് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ആരും ശ്രദ്ധിച്ചു കാണില്ല. എന്താണ്? X, Y set are non-zero real numbers ആണ്. Then the inverse of the matrix A is equal to x00 0y0 00 set is. ഇത് NCERT ബുക്കിലെ ക്വസ്റ്റൻ ആണ്. നമുക്ക് ആദ്യം ഇത് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 25 PYQലേക്ക് പോവാം. എന്നാലേ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ പറയാറില്ല നിങ്ങളുടെ അടുത്ത് CBSE എന്ത് ചെയ്യാറില്ല, ഒരു ക്വസ്റ്റ്യനും അതേപോലെ വാല്യൂ ഒന്നും മാറ്റാതെ എക്സാമിന് റിപ്പീറ്റ് ചെയ്യാറില്ല. പക്ഷെ എന്ത് ചെയ്യാറുണ്ട്? സെയിം കോൺസെപ്റ്റ് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നല്ലോണം പഠിക്കണം, NCERTയും പഠിക്കണം, PYQs നല്ലോണം എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. എല്ലാവരും കോൺസെപ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും, വാല്യൂസിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതെന്ത് മെട്രിക്സ് ആണ്? ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കാണുന്ന നോൺ ഡയഗണൽ ഇലമെന്റ്സ് എന്ന് പറയുമ്പം ഡയഗണൽ ഇലമെന്റ്സ് അല്ലാത്ത ബാക്കി എല്ലാ ഇലമെന്റ്സും ഇവിടെ 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 ഇതൊക്കെ എന്താണ്? നോൺ ഡയഗണൽ ഇലമെന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇവരെ 3 പേരുമാണ് ഡയഗണൽ ഇലമെന്റ്സ് എന്ന് പറയുന്നത്. എക്സും വൈയും സെറ്റും ആണ് ഡയഗണൽ ഇലമെന്റ്സ്. ബാക്കിയുള്ള എല്ലാവരും എന്താണ്? നോൺ ഡയഗണൽ ഇലമെന്റ്സ് ആണ്. ആ നോൺ ഡയഗണൽ ഇലമെന്റ്സ് 0 ആണെങ്കിൽ ആ ഒരു സ്ക്വയർ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. അത്തരത്തില് ഡയഗണൽ മെട്രിക്സ് ഗിവൺ ആണെങ്കിൽ അതിന്റെ A ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ട്രിക്ക് എല്ലാവരും ഓർത്ത് വെക്കുക. ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് ആരാണോ ഉള്ളത് അവരുടെ എന്തെടുക്കുക? റെസിപ്രോക്കൽസ് എടുക്കുക. ഡയഗണൽ എലമെന്റ്സിന്റെ റെസിപ്രോക്കൽസ് മാത്രം എടുത്താൽ മതി. അപ്പൊ എക്സിന്റെ ഭാഗത്ത് എന്താവും? 1/x, വൈന്റെ ഭാഗത്ത് 1/y, സെറ്റ് ഭാഗത്ത് 1/z. ബാക്കി ആർക്കും നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഒരു മാറ്റവും വരുത്തണ്ട. ഇതായിരിക്കും നമ്മുടെ എന്ത്? ആൻസർ. അപ്പൊ എന്താണ് ആൻസർ വരിക? എടാ 1/x പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എക്സ് ഇൻവേഴ്സ് എഴുതാം. y 1/y എന്ന് പറയുമ്പോൾ y ഇൻവേഴ്സ്, 1/z സെറ്റ് ഇൻവേഴ്സ്. അപ്പൊ എക്സ് ഇൻവേഴ്സ് 0 0 0, y ഇൻവേഴ്സ് 0 0 0 സെറ്റ് ഇൻവേഴ്സ് ആയിരിക്കും എന്റെ എന്ത് കിട്ടുക? ഈ ഇൻവേഴ്സ് കിട്ടുക. ജസ്റ്റ് റെസിപ്രോക്കൽസ് മാത്രം എടുക്കുക, വേറൊന്നും ചെയ്യണ്ട അല്ലേ? ഓക്കെ അല്ല? അപ്പൊ ഇത് ആൻസർ വരിക
ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇത് നമ്മുടെ NCERT ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതേ കൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ലടാ. എന്റെ ക്വസ്റ്റ്യൻ A is equal to -1 0 0 0 1 0 0 0 1 ആണെങ്കിൽ നിങ്ങൾ നോക്കുക ഇത് ഏത് മെട്രിക്സ് ആണ്? ഡയഗണൽ മെട്രിക്സ് ആണ്. എങ്ങനെ മനസ്സിലായി എനിക്ക്? നോൺ ഡയഗണൽ ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സും 0 ആണ്. അപ്പൊ നോക്കേണ്ട കാര്യം ഡയഗണൽ എലിമെന്റ്സ് ആരൊക്കെയാ ഉള്ളത് അവരുടെയൊക്കെ എന്ത് കൊടുക്കുക? റെസിപ്രോക്കൽസ് കൊടുക്കുക. -1 by എന്താണ്? -1 റെസിപ്രോക്കൽ മക്കളെ -1 തന്നെയാണ്. 1 റെസിപ്രോക്കൽ 1 തന്നെയാണ്. ഈ 1 റെസിപ്രോക്കലും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ ദ ആൻസർ വിൽ ബി എന്താ വരിക? എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ മക്കളെ റൈറ്റ് ആൻസർ വരിക? റെസിപ്രോക്കൽസ് എടുക്കുന്ന സമയത്ത് 1 ആയതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട? എക്സ്പെക്ട് ചെയ്യണ്ട. സോ ഓപ്ഷൻ ബി ആണോ ഡി ആണോ? ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞേ. ഓപ്ഷൻ ബി ആണോ ഡി ആണോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണോ മക്കളെ, അതോ ഡി ആണോ വരിക? ചെറുതായിട്ട് സൈൻ മാറിയാൽ പോലും ഓപ്ഷൻ കംപ്ലീറ്റ്ലി മാറും. നിങ്ങൾ എന്താ ബി എന്നൊക്കെ പറയുന്നേ? അല്ലെ, ബി അല്ല, ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, മിസ് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ ഒരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുകയില്ല അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണ് നമ്മൾ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിസസ്. ഒരു മെട്രിക്സ് എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുക? ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന സമയത്ത് മാത്രമാണ് ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിട്ട് മാറുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഉള്ളത് ഏതാണ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ല ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻകറക്റ്റ് മാത്രം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, മാർക്ക് ചെയ്യുക. അതായത് നമുക്ക് എപ്പോഴും ഡിറ്റർമിനൻസ് ചാപ്റ്ററിൽ കൺഫ്യൂസിങ് ആവാറ് ഓപ്ഷൻസ് മാത്രമാണ്. അപ്പോൾ ചാപ്റ്റർ ഇറ്റ്സെൽഫ് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഓപ്ഷൻസ് നമുക്ക് എന്താണ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ചാടി കയറി പോയിട്ട് ഓപ്ഷൻ മാർക്ക് ചെയ്യരുത്, ഒരു മാർക്ക് ആ വഴിക്ക് പോവും. ആലോചിക്കുക. മിസ് എന്ത് നോക്കുവാണ്? ഓപ്ഷൻ എ കാണും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞ കാര്യം ശരിയാണോ? നമുക്കറിയാം എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഇത് പ്രോപ്പർട്ടി ആണേ, മാർക്ക് ചെയ്യണം. സോ അവർ കൊടുത്തിരിക്കുന്നതും ശരി തന്നെയാണ്. അപ്പൊ ഇതെന്തായാലും ശരിയായിട്ടുള്ള എന്താണ് ഫോർമുലയാണ്, പറയേണ്ട ആവശ്യമില്ല. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ is equal to determinant of A into A inverse ആണ്. ഇത് കണ്ടപ്പോൾ പുതിയൊരു ഫോർമുല പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഈ ഡിറ്റർമിനന്റ് ഓഫ് എ മക്കൾ ഇപ്പുറത്തേക്ക് മാറ്റുവാണെങ്കിൽ നമ്മൾ പഠിച്ച ഫോർമുല അല്ലേ? എന്താടാ? അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ കിട്ടുക? എ ഇൻവേഴ്സ് ആണ്. അപ്പൊ സെറ്റ് ഫോർമുലയാണ്, ശരിയായിട്ടുള്ള ഫോർമുലയാണ്. ഇതും എന്താണ്? ശരിയായിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പൊ കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് നോക്കുവാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ്. ഇത് ശരിയാണോ? നമ്മൾ എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്, അറിയില്ലെങ്കിൽ പഠിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു എൻ പറഞ്ഞാലും ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു എൻ പറഞ്ഞാലും എന്താണ് മക്കളെ? സെയിം ആണ്. അതേപോലെ തന്നെ മക്കൾ എക്സ്ട്രാ കാര്യം പഠിച്ചു വെച്ചോടാ. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അതാണ് അവരെ ചെയ്യുന്നത്. 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു -1 എന്നും എഴുതാം. അതുകൊണ്ട് മാത്രമാണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സും ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു -1 സെയിം ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ആരാ തെറ്റി വരിക? ബിയും സിയും ഡിയും ശരിയാണെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ഓപ്ഷൻ എ ആയിരിക്കും. അതായത് മനസ്സിലാക്കുകടാ, എ പ്ലസ് ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കേസിലും എന്തായിരിക്കണം എന്നില്ല? ബി ഇൻവേഴ്സ് പ്ലസ് എ ഇൻവേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. അത് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണോ? അപ്പൊ ഓപ്ഷൻ എ ആണ് എന്ത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ എ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യണം. MCQs മിസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതുപോലെ അപ്രോച്ച് ചെയ്യുക. നമുക്ക് ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കിയിട്ട് ക്വസ്റ്റിലേക്ക് വരിക. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുവാണ്. ചെയ്യണം, നിങ്ങൾ പെട്ടെന്ന് പറയണേ. If A is a square matrix of order 3 ആണ്, such that determinant of A എത്രയാണ്? 9 ആണ്. എനിക്ക് ആക്ച്വലി ഈ DET എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാറ്? ഡിറ്റർമിനന്റ് ഓഫ് A 9 എന്ന് ഇങ്ങനെ എഴുതി. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് 9A ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. DET ഓഫ് 9A ഇൻവേഴ്സ് എഴുതിയാലും ഡിറ്റർമിനന്റ് ഓഫ് 9A ഇൻവേഴ്സ് ഇങ്ങനെ എഴുതിയാലും സെയിം മീനിങ് ആണ്. നേരത്തെ പറഞ്ഞ സെയിം പ്രോപ്പർട്ടിനെ അപ്ലൈ ചെയ്താൽ മതി. 9 into A ഇൻവേഴ്സ് എന്ന് പറയുമ്പം എത്ര നേരം ക്ലാസ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, എടാ 3 ചാപ്റ്ററിന്റെ PYQs ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ ഒരു 10-12 ക്വസ്റ്റ്യൻ കൂട്ടുവാണെങ്കിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്യേണ്ടത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് മാറേണ്ടത് നമുക്ക് അത്രയും സമയം ഉണ്ടാവും. നമുക്ക് നോക്കാം. LPPയിൽ 10 ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല.
ഒരു 5 എങ്കിലും LPP ചെയ്യണം. ബാക്കി ആപ്ലിക്കേഷനിലും ഡിറ്റർമിനൻസിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യണം. PYQs അല്ലേ, നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ റീസെന്റ് ഉള്ളത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് കെ എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ കെക്ക് പകരം ആരാ ഉള്ളത്? 9 ഉള്ളത്. അതേപോലെ നമ്മുടെ എക്ക് പകരം ആരാണ്? എ ഇൻവേഴ്സ് ആണ്. നിങ്ങൾ അത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എന്താണ്? k⁻n ഇൻറ്റു കെ എന്താ? 9 ആണ്. n പറയുമ്പം ഓർഡർ 3 ആണെങ്കിൽ n 3 ആണ്. അപ്പൊ 9³ ഇൻറ്റു എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എക്ക് പകരം ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ 9³ അതുപോലെ കീപ്പ് ചെയ്യും. നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട? 9³ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങൾ കാണുന്നില്ലേ ഓപ്ഷനിലൊക്കെ 9ന്റെ പവർ ഫോമില ഉള്ളത്. അപ്പൊ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പൊ 9³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്താണ്? മിസ് നേരത്തെ പറഞ്ഞായിരുന്നു. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. മക്കൾ ഈ 2 പ്രോപ്പർട്ടി മാർക്ക് ചെയ്യടാ. 2 പ്രോപ്പർട്ടി മാർക്ക് ചെയ്യണേ. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് പറയുമ്പോൾ എന്താ? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ 9 ആണെങ്കിൽ 1/9 എന്ന് വരും. 9³ ഒരു 9ഉം ഇപ്പുറത്തെ ഒരു 9ഉം കിട്ടാകുമ്പോൾ 2 9 ബാക്കി. അപ്പൊ 9² ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. കിട്ടിയോ? വെരി ഗുഡ് സൂപ്പർ. ഓക്കെ ആണ്. ക്ലിയർ ആല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? കുറച്ചൊരു വലിയ ക്വസ്റ്റിലേക്ക് പോയാലോ? ചെറുത് മാത്രം മതിയോ നമുക്ക്? MCQs മാത്രം മതിയോ നമുക്ക്? പോരാ, നമുക്ക് എന്ത് ചെയ്യണം? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണെങ്കിൽ ലൈക്ക് ഇട്ടേ മക്കളെ. ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. സോ ദ ക്വസ്റ്റ്യൻ ഗിവൺ A is equal to പറഞ്ഞ മെട്രിക്സ് ഗിവൺ ആണ്. B is equal to പറഞ്ഞിട്ട് അടുത്ത മെട്രിക്സ് ഗിവൺ ആണ്. ദേ ആർ ആസ്കിംഗ് ഫോർ AB. ഫൈൻഡ് AB എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഹെൻസ് സോൾവ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ആദ്യം AB ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും സെറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യം നമുക്ക് ആവശ്യം AB ആണ്. AB ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ആർക്കും ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഓർമ്മയുണ്ടോ മക്കളെ? A ഇൻറ്റു B പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് എപ്പോഴും A എഴുതി വെക്കുക. എന്താണ്? -4 4 4. പിന്നെന്താണ്? -7 1 3. പിന്നെന്താ മക്കളെ? 5 -3 -1. ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് കൂട്ടുന്ന സമയത്ത് മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ട്രിക്ക് ഒന്നും അപ്ലൈ ചെയ്യണേ പാടില്ല. നിർബന്ധമായിട്ട് സ്റ്റെപ്പ് എഴുതിയിരിക്കണം. ഇൻറ്റു B പറയുമ്പം 1 -1 1 1 -2 -2. പിന്നെന്താടാ? 2 1 3. ഒരു നമ്പർ പോലും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിമ്പിൾ പോലും മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ മാറും. നമുക്ക് ശ്രദ്ധിക്കുക. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് പറയുമ്പം ഇത് 3/3 ഇത് 3/3 ആണ്. എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്, പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത്ര വരിക -4 × 1 + 4 × 1 + 4 × 2 ആണ്. അതായത് -4 + 4 + 8 വരും. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പം -4 × -1 4 4 × -2 -8 4 × 1 4 വരും. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ അല്ലേടാ? ഓക്കെ, എന്താടാ? ഓ, ഇവിടെ -1 ഉണ്ട് അല്ലേ? ഒരു സിമ്പിൾ മാറിപ്പോയി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് 7 അല്ല, -1. ഓക്കെ, ഇനി ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം പറയുമ്പം -4 × 1 -4 4 × -2 -8 4 × 3 പറയുമ്പോൾ 12. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത നമുക്ക് റോ മാറ്റി പിടിക്കാം. സെക്കൻഡ് റോ വെച്ച് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? 3/3 മെട്രിക്സിലെ ട്രിക്ക് ഒന്നും മക്കൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രിക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ബിക്കോസ് വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്, മാർക്ക് കിട്ടില്ലടാ. ഓക്കെ, സെക്കൻഡ് റോ വെച്ച് ചെയ്യുവാണെങ്കിൽ ട്രിക്കിലേക്ക് മാത്രം ഒതുങ്ങല്ലേ? നമുക്ക് മാർക്ക് വേണ്ടേ? ട്രിക്ക് മാത്രം മതിയോ? ഓക്കെ, ട്രിക്ക് ഞാൻ പറയാറുണ്ട് MCQs നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ MCQs നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാറില്ല. ഓക്കെ, അപ്പൊ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുക. ആദ്യം -7 × 1 -7 1 × 1 1 3 × 2 6 വരും അല്ലേ? നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ആണ്. -7 × -1 7 -2 × 1 -2 3 × 1 എത്രയാ? 3 വരും. ഓക്കെ അല്ലേ? സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യാം. -7 × 1 -2 വിസിബിൾ അല്ലേടാ? ഓക്കെ, 1 × -2 -2 3 × 3 എത്രയാടാ? 9. ഓക്കെ, നെക്സ്റ്റ് നമ്മള് തേർഡ് റോ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാം. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം പറയുമ്പോൾ 5 × 1 5 -3 × 1 -3 -1 × 2 പറയുമ്പോൾ -2. ഇനി തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ആണെങ്കിൽ 5 × -1 -5 -3 × -2 + 6 -1 × 1 -1.
നെക്സ്റ്റ് തേർഡ് റോയിന്റെ തേർഡ് കോളം ആണെങ്കിൽ 5 into 1 5, -3 into -2 +6, പിന്നെ എന്താ -1 into 3 -3. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണോ? ഓക്കെ, ചെയ്യാലോ നമുക്ക്. -4 + 4 0 ആണ്. 0 + 8 8 വരും. ഇവിടെ എന്താണ് 4 + 4 8 -8 0 വരും. -4 -8 -12 + 12 0 വരും. ഓക്കെ, ഇവിടെ -7 + 1 -6 + 6 0. 7 - 2 5 + 3 8. -9 + 9 0. ഇത് 2 - 2 0. ഇത് -1 - 1 0. ഇത് 11 - 3 പറയുമ്പോൾ 8. സോ ഇതാ കിട്ടുക. ഓക്കെ, കിട്ടില്ല നമുക്ക്? ഇനി നമുക്ക് യെസ്, വെരി ഗുഡ് ആർവിൻ, വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 80080 എന്ന് പറയുന്ന ഏകദേശം ഒരു ഐഡന്റിറ്റി മെട്രിക്സുമായിട്ട് സാമ്യമുള്ളൊരു മെട്രിക്സ് പോലെ ഫീൽ ചെയ്തു. വെരി ഗുഡ് അൽന ആൻഡ് പ്രാർത്ഥന, വെരി ഗുഡ്. മിസ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് 8 പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഇതെങ്ങനെയാ മാറുക? 8 into 100 010 001 അല്ലേ വരിക? എഴുതാൻ പറ്റുമോ? എനിക്ക് പറ്റുമല്ലോ. ഇത് ആക്ച്വലി ആരാണ്? ഇതെന്റെ സ്വന്തം ഐ ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 3/3 ഫോമിലുള്ള ഐ മെട്രിക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇതിന് പകരം ഐ എന്ന് എഴുതാം. അതായത് AB = 8i നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. അതായത് ചുമ്മാ AB ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പാടില്ല. AB = 8i ഫോമിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ബാക്കി ചെയ്യാൻ എളുപ്പമാവുള്ളൂ. ഓക്കെ, മിസ് പറയാൻ ശ്രദ്ധിക്കട്ടോ. നമുക്കില്ലേ AB = 8i എന്ന് അവർ പറയുന്നുണ്ട്. നമ്മളടുത്ത് എന്താ പറയുന്നത്? ഹെൻസ് സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നാ പറയുന്നത്. ഹെൻസ് സോൾവ് ഇക്വേഷൻ സോൾവ് ചെയ്യുക അല്ലെ. ഇങ്ങോട്ട് മാത്രം എന്ത് ചെയ്യുക? ഇക്വേഷൻ സോൾവ് ചെയ്യുക. എടാ AB = 8i ആണെങ്കിൽ എനിക്ക് എന്തായാലും ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ ആവശ്യം? ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ആദ്യം. നിങ്ങൾ ഈ കാണുന്ന 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാറ്? ആദ്യം അതിലെ കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് എഴുതും അല്ലേ. കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് മക്കൾ പറ ആരൊക്കെയാ? 1 -1 1, പിന്നെ 1 -2 -2, പിന്നെ 2 1 3. ഇതാണ് കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ്. ഇനി അൺനോൺസിന്റെ മെട്രിക്സ് എഴുതാറുണ്ട്. 3 അൺനോൺസ് ഉണ്ട്, XYZ. ആൻഡ് ഈക്വൽ ടു അപ്പുറത്തുള്ള ആൾക്കാരുടെ മെട്രിക്സ് എഴുതാറുണ്ട്. അത് 4 9 1 ആണ്. നമ്മൾ പൊതുവെ എഴുതാറ് എങ്ങനെയാണ്? A into X = B എന്നാണ്. എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ത് ചെയ്യുക? സൂക്ഷ്മമായിട്ട് നോക്കുക. ഇത് ശരിക്കും ആര് തന്നെയാണ്? നമ്മളെ സ്വന്തം ബി മെട്രിക്സ് തന്നെയല്ലേ അല്ലെ? ഗിവൺ ആയിട്ടുള്ള ബി മെട്രിക്സ് തന്നെയാണ് ഇവിടെ നമ്മൾ കിടക്കുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇതാരാ? അൺനോൺസിന്റെ മെട്രിക്സ്. ഇത് നമുക്ക് അറിയില്ല. നമ്മൾ പൊതുവെ കൊടുക്കാറുള്ളത് AX = B എന്ന് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന മെട്രിക്സിന്റെ പേര് B എന്നായതുകൊണ്ട് കൺഫ്യൂഷൻസ് വേണ്ട എന്ന് വെച്ചിട്ട് മാത്രം മിസ് കൊടുക്കാം. ഞാൻ അതിനെ D എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ മക്കൾ പൊതുവെ ചെയ്യാറ് എങ്ങനെയാണ്? A into X = B ആണെങ്കിൽ X = എന്ത് ചെയ്താറുണ്ട്? A ഇൻവേഴ്സ് into B എന്ന് എഴുതാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഫോമിലല്ല ഉള്ളത്. പകരം എന്താണ്? B into X = D ഫോമിലാണ്. അവിടെ നമ്മൾ എങ്ങനെ X ഫൈൻഡ് ഔട്ട് ചെയ്യുക? B അപ്പുറം പോകുമ്പം B ഇൻവേഴ്സ് into D എന്ന് പറഞ്ഞ ഫോമിലേക്ക് കിട്ടും. അതായത് നമുക്ക് എന്താവശ്യം? അൺനോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? B ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞുതരാം. B ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ മക്കൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? ബിന്റെ മൈനേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത്, ബിന്റെ കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത്, അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത്, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിലേക്കൊന്നും വേണ്ട ആവശ്യമില്ല. ഇവർ ആദ്യമേ പറയുന്നുണ്ട് ഫൈൻഡ് AB എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞൂടാ? AB = 8i എന്ന് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് B ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ശ്രദ്ധിക്കുക. AB = 8i ആണെങ്കിൽ എനിക്ക് ആവശ്യം B ഇൻവേഴ്സ് അല്ലേ. B ഇൻവേഴ്സ് കിട്ടാൻ മക്കൾ ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ഇക്വേഷൻ, കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ അല്ലേ, ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? B ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് ഭാഗത്തും. അപ്പൊ A into B into B ഇൻവേഴ്സ് 8i into B ഇൻവേഴ്സ് വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. B into B ഇൻവേഴ്സ് പറയുമ്പം അത് I മെട്രിക്സ് ആണ്. അതേപോലെ I into B ഇൻവേഴ്സ് എന്ന് പറയുമ്പം അത് B ഇൻവേഴ്സ് തന്നെയാണ്. I പറയുമ്പോൾ 1 പോലെ നോക്കിയാൽ മതി. I into B ഇൻവേഴ്സ് എന്താണ്? B ഇൻവേഴ്സ് തന്നെയാണ്. ഓക്കെ അല്ലേ? സോ B into B ഇൻവേഴ്സ് എന്താ മക്കളെ? I എന്നറിയാം. സോ A into I is equal to 8 into I into B ഇൻവേഴ്സ് എന്താ? B ഇൻവേഴ്സ് എന്നറിയാം. അതേപോലെ മക്കളെ A into I എന്താണ്? A ആയിരിക്കും. ഇത് 3 മക്കൾ ഓർത്ത് വെക്കണം. ഇതും പ്രോപ്പർട്ടി ആണ്, ഓർത്ത് വെക്കണേ. A into I എന്താണ്? A ആയിരിക്കും. ഏതൊരു മെട്രിക്സിനെയും I വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുക. അപ്പൊ A into I എന്താ? A ആണ്. അപ്പൊ A is equal to 8B ഇൻവേഴ്സ് കിട്ടും.
അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന 8 അപ്പുറത്ത് കൊണ്ടുപോവുക. സോ 1/8 ഇൻറ്റു എ ആണെന്ത്? ബി ഇൻവേഴ്സ്. നിങ്ങൾ മൈനേഴ്സോ കോഫാറ്റേഴ്സോ അഡ്ജോയിന്റോ ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/8നെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കോളും? ബി ഇൻവേഴ്സ് കിട്ടിക്കോളും. നമുക്കറിയാം ഇവിടെ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അൺനോൺസ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബി ഇൻവേഴ്സ് ഇൻറ്റു ഡി ചെയ്താൽ മതി. അപ്പൊ എക്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു ഡി ആയിരുന്നു എക്സ്പ്രഷൻ. തൊട്ട് മുന്നേ മിസ് പറഞ്ഞു ബി ഇൻവേഴ്സ് എന്താന്ന് പറഞ്ഞു? 1/8 ഇൻറ്റു എ എന്ന് പറഞ്ഞു. അത് കൊടുക്കുക. 1/8 ഇൻറ്റു എ ഇൻറ്റു ഡി ചെയ്താൽ മതി. ഓക്കെ, ഡി അവിടെ ബാക്കിയുണ്ട്. സോ 1/8 ഇൻറ്റു എ നമ്മുടെ എന്താണ്? ഈ കാണുന്ന മെട്രിക്സ് ആണ് നമ്മുടെ എ പറയുന്നത്. അത് കൊടുക്കുക. എന്താണ് എ വരിക? -4 4 4 -7 1 3 പിന്നെ എന്താ ഉള്ളത്? 5 -3 -1. ഇതാണ് എ മെട്രിക്സ്. ഇൻറ്റു ഡി പറയുമ്പം ഇപ്പുറത്തുള്ള ആൾക്കാരാണ് 4 9 1 കൊടുക്കുക. സോ 1/8 മക്കൾ അവിടെ കീപ്പ് ചെയ്യുന്നു. ഈ രണ്ട് മെട്രിക്സ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഈസി വഴിയാണ്, ഇതുപോലെ ചെയ്യാം. ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ട? കോഫായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ഡാർവിൻ എടുക്കേണ്ടെന്ന് മിസ് പറഞ്ഞത്? ഇവർ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ എന്ത് ചെയ്തത്? എ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ള ഹിന്റ് പറഞ്ഞത് പോലും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രീതിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യാനില്ലേ? അപ്പൊ 5 മാർക്ക് എന്തായാലും ഉറപ്പാണ് കേട്ടോ. ഇത് 5 മാർക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 5 മാർക്കിന് ഉണ്ടതാനും ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്തോടാ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക. -4 ഇൻറ്റു 4 -16 4 ഇൻറ്റു 9 36 4 ഇൻറ്റു 1 4. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആണെങ്കിൽ -7 ഇൻറ്റു 4 -28 1 ഇൻറ്റു 9 9 3 ഇൻറ്റു 1 3. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആണെങ്കിൽ 5 ഇൻറ്റു 4 20 -3 9 -27 -1 1 -1. അതായത് 1/8 ഇൻറ്റു 36 പ്ലസ് 4 40 ആണ്. 40 -16 പറയുമ്പോൾ 24. 9 പ്ലസ് 3 പറയുമ്പോൾ -28 പറയുമ്പോൾ -16. പിന്നെ 20 -27 -1 -8. 1/8 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 24 ഇൻറ്റു 1/8 പറയുമ്പോൾ 3 ആണ്. ആൻഡ് ഇവിടെ -16 ഇൻറ്റു 1/8 പറയുമ്പോൾ -2 ആണ്. -8 ഇൻറ്റു 1/8 പറയുമ്പോൾ -1 ആണ്. ഇതാണ് നമ്മുടെ എന്ത്? അൺനോൺ മെട്രിക്സ്. ഇതിൽ ഈ ആള് എക്സും ഈ ആള് വൈയും ഈ ആള് സെറ്റുമായിരിക്കും. മറ്റേതുപോലെ ചെയ്ത് കഴിഞ്ഞാല് തെറ്റിപ്പോവില്ല. രണ്ട് നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടുക. നിങ്ങൾ എങ്ങനെ ചെയ്താലും ആൻസർ സെയിം അല്ലേ കിട്ടുക. നിങ്ങൾ എന്താ ചെയ്യുക? സെപ്പറേറ്റ്ലി നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഇക്വേഷൻസ് മാത്രം എടുത്ത് a ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി എന്ന് കൊടുത്ത് എക്സ് ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് ചെയ്യും. അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇവിടെ ഓൾറെഡി എ ബി ഫൈൻഡ് ഹിന്റ് എന്തിനാണ്? എ ബി ഈക്വൽ ടു 8i എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റാനും അവിടെ നിന്ന് എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിനുവേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഫുൾ മാർക്ക് ലഭിക്കുക അല്ലേ? അല്ലാതെ മൊത്തം ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, ആൻസർ സെയിം ആയാൽ നിങ്ങൾക്ക് മാർക്കൊക്കെ ലഭിക്കും. പക്ഷെ ഇതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ. ഒരുപാട് അങ്ങ് നമ്മൾ ലെങ്തി ആക്കേണ്ട ആവശ്യമില്ല. 5 മാർക്കിനുള്ള 3 സ്റ്റെപ്പ് നമ്മൾ എഴുതി കഴിഞ്ഞു. ദിസ് ഇസ് ഇനഫ് ആണിത്. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകണ്ട. ഇത് ഒരുപാട് സ്റ്റെപ്പ് ആയില്ലേടാ ഓൾറെഡി. ഓക്കെ, അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡിയാണോ? ആവശ്യമുള്ള കേസിൽ മിസ് പറഞ്ഞുതരാം, ആവശ്യമുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. ഓക്കെ, മിസ് എന്ത് ചെയ്യാം? അടുത്തൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോറി, 5 മാർക്കല്ല, ഇത് MCQ ആണ്. ഒരു MCQ കഴിഞ്ഞിട്ട് നമുക്ക് 5 മാർക്കിന് പോവാം. എല്ലാം കൂടെ 5 മാർക്ക് ഒരുമിച്ച് ചെയ്യിപ്പിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ കാണും നിങ്ങൾ. കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. 4 ഫ്രണ്ട്സ്, 4 ഫ്രണ്ട്സിന്റെ കഥ പറയുവാണ്. എന്താണ് പറയുന്നത്? അബായ്, ബിന ആൻഡ് ഛായ ആൻഡ് ദേവേഷ് were asked to simplify. എന്താ സിംപ്ലിഫൈ ചെയ്യേണ്ടത്? എനിക്ക് ഈ കാണുന്ന 4ab plus 3 into ab plus ba minus 4ba. ഇത് സിംപ്ലിഫൈ ചെയ്യണം. where a and b are both matrices of order എത്രയാണ്? 2/2 ആണ്. It is known that a not equal to b not equal to I and a inverse not equal to b എന്ന് പറയുന്നുണ്ട്. Their answers are given as. ഓരോരുത്തരും ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഓരോ ആളും പറഞ്ഞിരിക്കുന്ന ആൻസർ എന്താണ്? ഗിവൺ ആണ്. അബൈ പറയുവാണ് 6ab ആണെന്ന് പറയുന്നുണ്ട്. ബിന പറയുന്നു 7ab - b എന്ന് പറയുന്നുണ്ട്. ഛായ പറയുന്നത് 8ab എന്നാണ്.
ദേവേഷ് പറഞ്ഞത് 7BA മൈനസ് AB എന്നാണ്. ഹു ആൻസേർഡ് ഇറ്റ് കറക്റ്റ്ലി? ആരാണ് ശരിയായിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിലെടാ പൊതുവേ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഡിറ്റർമിനൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെട്രിക്സ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യമായിരിക്കും. ഒരുപാട് പേര് തെറ്റിക്കുന്ന കാര്യമാണ്. ശ്രദ്ധിക്കുക. ആദ്യം മിസ് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. ഇവിടെ 4AB ഉണ്ട് ഫസ്റ്റ്. പിന്നെ 3 into AB പറയുമ്പം 3AB ആണ്. 3 into BA എന്ന് പറയുമ്പം 3BA ആണ്. മൈനസ് എന്തുണ്ട്? 4BA പുറത്തുണ്ട്. ഓക്കെ, നല്ലോണം ആലോചിക്കുക. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ 4ABയും ഇവിടെ -4BA ഉണ്ട്. അപ്പൊ രണ്ടാളും കട്ട് ചെയ്താൽ പോരെ? പറ്റുവാടാ എനിക്ക് അങ്ങനെ? പറ്റുമോ കട്ട് ചെയ്യാനായിട്ട്? 4ABയും 4BAയും സെയിം ആണോ? സെയിം അല്ല. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. മെട്രിക്സിന്റെ കേസിൽ A into B എന്ന് പറഞ്ഞാലും B into A എന്ന് പറഞ്ഞാലും സെയിം അല്ല. ദി ആർ ഡിഫറെന്റ്. ചില കേസിൽ വേണമെങ്കിൽ ഈക്വൽ ആവാം, പക്ഷേ എല്ലാ കേസിലും അതെന്തല്ല, ഈക്വൽ അല്ല. ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല 4ABനെയും -4BAനെയും. ആരും കട്ട് ചെയ്യരുത്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. 4ABയും 3ABയും ഉണ്ട്, ഒരേപോലത്തെ ടേം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 4 3 7 ആണ്. സോ 7AB എഴുതാം. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് 3BA ഉണ്ട്, -4BA ഉണ്ട്. 3 - 4 പറയുമ്പോൾ -1 ആണ്. സോ -BA എഴുതാം. -1BA എഴുതാം, ഒരു -B എഴുതാം. ഇതാണ് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ഇതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യരുത്? 7AB -BA പറയുമ്പം 6AB എഴുതി വെക്കാൻ പാടില്ല. ABയും Bയും ഡിഫറെന്റ് ആണെന്നുള്ള ഒരു ബോധമുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുള്ളൂ. പൊതുവെ എല്ലാവരും ചെയ്യുന്ന ആൻസർ എന്താണ്? 6AB ആണ്. അവരെന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് 4ABയും ഇതും കട്ട് ചെയ്യും, എന്നിട്ട് ആൻസർ പറയും. ഈസി അല്ലേ അല്ലേ? അപ്പൊ ഇവിടെ എന്താ ആൻസർ പറയാ? ബിന പറഞ്ഞ ആൻസർ ആണ് ശരി. ദാറ്റ് ഈസ് ഓപ്ഷൻ B ആണ് എന്ത് ശരി ഉത്തരം. അത്രേ ഉള്ളൂ സംഭവം. MCQ അത്രയും അടിപൊളിയാണ്. പക്ഷെ കുറച്ചൊരു കോൺസെപ്റ്റ്, കുറച്ച് ലോജിക്ക് വർക്ക് ആവുന്ന കുട്ടിക്ക് മാത്രമാണ് MCQ എന്ത് ചെയ്യുക, ഫുൾ മാർക്ക് എപ്പോൾ ലഭിക്കാറുള്ളത് കേട്ടോ. നമ്മൾ കാണുമ്പോൾ സിമ്പിൾ എന്ന് വിചാരിച്ചാൽ പോരാ, ചെയ്യുമ്പോഴും എന്തായിരിക്കണം മക്കളെ? സിമ്പിൾ ആയിട്ട് ചെയ്ത് പഠിക്കണം. സോ റെഡി ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മിക്സ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നല്ലതാണ്. P എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓഫ് ഓർഡർ 3 ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഓർഡർ 3 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓർഡർ 3 ആണ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡിറ്റർമിനന്റ് ഓഫ് P is equal to ആൽഫ എന്ന് പറയുന്നുണ്ട്. അതായത് P എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, സ്ക്യൂ സിമെട്രിക് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് P എത്രയാണ്? ആൽഫ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2025 all raised to ആൽഫ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. യെസ് ഉഷ പറയൂ. കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. എല്ലാം ഞാൻ ചെയ്ത ദിവസം ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക്. കുറച്ച് നിങ്ങളെ ആൻസർ എനിക്ക് ആവശ്യമല്ലേ? അല്ലെ, നമ്മൾ സ്വന്തമായിട്ട് അപ്രോച്ച് ചെയ്യണ്ടേ? ഓക്കെ, എന്താ ചെയ്യാ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് P എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, Pയുടെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? -P ആണ് കിട്ടുക. മിസ് ആദ്യം എന്ത് ചെയ്യാം? കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, മിസ് എന്ത് ചെയ്യാം? കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. P ആണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എങ്കിൽ നമുക്കറിയാം, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ P ട്രാൻസ്പോസ് ഈക്വൽ ടു -P ആയിരിക്കും. ആണല്ലോ, അറിയാലോ. അപ്പൊ നമ്മൾ ഇത് മാത്രം നമുക്ക് അറിയുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എന്ത് ചെയ്യും? ഡിറ്റർമിനന്റ് ഓഫ് Pയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് എന്തായാലും ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. മിസ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. രണ്ട് ഭാഗത്തും എന്ത് ചെയ്തു? ഡിറ്റർമിനന്റ് എടുത്തു. കുഴപ്പമില്ലല്ലോ. ഡിറ്റർമിനന്റ് ഓഫ് P ട്രാൻസ്പോസ് ഈക്വൽ ടു -Pയുടെ ഡിറ്റർമിനന്റ്. നിങ്ങൾ ആലോചിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് KA ആണെങ്കിൽ K⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. ഇവിടെ -P എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? -1 ഇൻറ്റു P പോലെയല്ലേ? അതായത് ഇവിടത്തെ K ആരാണ്? -1 ആണ്. മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3 ആണ്. അപ്പൊ എനിക്ക് ഡിറ്റർമിനന്റ് ഓഫ് -1 ഇൻറ്റു P എങ്ങനെ എഴുതാം? -1 all raised to n പറയുമ്പോൾ മെട്രിക്സിന്റെ ഓർഡർ 3 ആണ്. ഇൻറ്റു എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ഓഫ് P എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം യൂസിങ് ദിസ് പ്രോപ്പർട്ടി. ഇപ്പഴൊന്നും ചെയ്യേണ്ട. ഡിറ്റർമിനന്റ് ഓഫ് P ട്രാൻസ്പോസ് അതുപോലെ കീപ്പ് ചെയ്യാം. -1ന്റെ ക്യൂബ് എന്ന് പറയുമ്പം അത് -1 ആണ്. സോ മൈനസ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് P എന്ന് കിട്ടും. എന്ത്? ഡിറ്റർമിനന്റ് ഓഫ് P ട്രാൻസ്പോസ്. ഇതുവരെ ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഈ മിസ് എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന ആളൊന്ന് മാറ്റി എഴുതുവാണ്. എങ്ങനെ മാറ്റി? ഞാൻ ഡിറ്റർമിനന്റ് ഓഫ് P ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും ഡിറ്റർമിനന്റ് ഓഫ് P എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതായത് ഏതൊരു മെട്രിക്സ് ഉണ്ട്, ട്രാൻസ്പോസ് എടുത്ത് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്താലും, ഇനി ഞാൻ നേരെ തിരിച്ച് സാധാ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്താലും സെയിം ആണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും ആ മെട്രിക്സ് ഡിറ്റർമിനന്റും സെയിം ആയിരിക്കും. ഡിറ്റർമിനന്റ് ഓഫ് A ട്രാൻസ്പോസും ഡിറ്റർമിനന്റ് ഓഫ് Aയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പ്രോപ്പർട്ടി ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് P ട്രാൻസ്പോസ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് P ആയിരിക്കും. ഇസ് ഈക്വൽ ടു
മൈനസ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് പി എന്ന് വന്നു. അപ്പൊ എന്താ ചെയ്യുക, ഇയാളെ ഇപ്പുറത്തേക്ക് വിളിച്ചു. അപ്പൊ എന്ത് വരും, ഡിറ്റർമിനന്റ് ഓഫ് പി പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് പി ഇസ് ഈക്വൽ ടു 0. രണ്ട് ഡിറ്റർമിനന്റ് ഓഫ് പി കൂട്ടുമ്പോൾ എത്രയാ, 2 into determinant of p is equal to 0. Or we can write determinant of p പറയുമ്പോൾ 2 അപ്പുറം പോവും, 0/2 പറയുമ്പോൾ 0 എന്ന് കിട്ടി. ഡിറ്റർമിനന്റ് ഓഫ് പി എത്രയാടാ, 0 ആണ്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് പി ഇവിടെ പറയുന്നത് ആൽഫയാണ്. നമ്മുടെ ആൽഫയാണ് മക്കളെ എന്ത്, 0 എന്ന് കിട്ടിക്കഴിഞ്ഞത്. ആൽഫ 0 ആണെങ്കിൽ 2025 all raised to ആൽഫ പറയുമ്പോൾ 2025 all raised to 0 വരും. എന്ത് സാധനത്തിന്റെ പവറും 0 ആണെങ്കിൽ എന്താ മീനിങ്, 1 എന്നാണ് മീനിങ്. സോ ദ ആൻസർ വിൽ ബി 1 ആണ്, ഓപ്ഷൻ ബി. ഇനി കുറെ പേര് എന്ത് ചെയ്യും, ആൽഫ ഫൈൻഡ് ഔട്ട് ചെയ്യും, ആൽഫ 0 എന്ന് കിട്ടും. അപ്പൊ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, ഓപ്ഷനെ മാർക്ക് ചെയ്യും. ക്വസ്റ്റ്യൻ വായിക്കണം, നമുക്ക് ആവശ്യം എന്താണ്, 2025 all raised to ആൽഫയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട പ്രോപ്പർട്ടീസ് ഇതൊക്കെയാ മിസ് പറഞ്ഞത്. ഒന്ന് ഇത്, രണ്ടാമത്തത് ഇത്. പിന്നെ ഈ കാണുന്നത് പോലെ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ മാത്രം കേട്ടാ, സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ മാത്രം. ഓക്കെ, റെഡി ആണോ? ഓക്കെ, മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ? നമ്മളിനി പോകുന്നത് കുറച്ചൊരു വലിയ ക്വസ്റ്റ്യനിലേക്ക് പോയാലും നമുക്ക് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. 5 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അഗൈൻ 5 മാർക്കാണ്. എ ഇസ് എ 3/3 ഇൻവേർട്ടിബിൾ മെട്രിക്സ്. ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പം ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഷോ ദാറ്റ് പി ഡാഷ് എങ്ങനെ പി ആയി മിസ് പറഞ്ഞൂടാ. ഡിറ്റർമിനന്റ് ഓഫ് പി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും ഡിറ്റർമിനന്റ് ഓഫ് പി എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസും ഡിറ്റർമിനന്റും അല്ലാതെയും സെയിം ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ക്വസ്റ്റിലേക്ക് വരുമ്പോ okay, show that for any scalar k, show that for any scalar k എന്താ സ്കെലാർ ആണ്, k into a inverse is equal to 1/k into a inverse നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്ത് കാണിക്കണം. So hence calculate 3a all inverse. ഇത് പ്രൂവ് ചെയ്യാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ഇൻവേഴ്സ് എടുക്കുന്നു, 1/k into a inverse കണ്ടുപിടിക്കുന്നു, രണ്ട് സെയിം ആണ് പ്രൂവ് ചെയ്യുന്നു. ആ പ്രൂവ് ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ഹെൻസ് കാൽക്കുലേറ്റ് 3a ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട കാര്യം. നമുക്കത് ചെയ്യാൻ മതി. അതായത് മെട്രിക്സ് എ എൻ്റെ കയ്യിലുണ്ട് അല്ലെ, മെട്രിക്സ് എ എന്ന് പറയുമ്പോൾ ഒരു വലിയ മെട്രിക്സ് ആണ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഇതില് 3a ഓൾ ഇൻവേഴ്സ് ആണ് ആവശ്യം. നിങ്ങൾ ഈ കാണുന്ന ഇയാളെ സംബന്ധിച്ച് നോക്കുമ്പം എന്താണ് മക്കളെ 3a ഇൻവേഴ്സ് വരിക, 3a ഓൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പം കെ എ ഓൾ ഇൻവേഴ്സിന് അതേ പ്രോപ്പർട്ടി അപ്ലൈ ആണെങ്കിൽ 1/k into a ഇൻവേഴ്സ് ആണ്. ഇവിടെ 3 ആണ് കെ, സോ 1/3 into a ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ 3a ഓൾ ഇൻവേഴ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/3 into a ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ആരാവശ്യമുണ്ട്, നമുക്ക് a ഇൻവേഴ്സ് ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. സോ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം, എനിക്ക് ഇങ്ങനെ എഴുതുന്ന വൃത്തിയില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒന്ന് വൃത്തിക്കൊന്ന് മാറ്റി എഴുതും. ആരൊക്കെയുള്ളത്, 2 - 1 1, സെക്കൻഡ് -1 2 -1, പിന്നെ 1 - 1 2. ഒരു നെഗറ്റീവ് സിമ്പിൾ പോലും മാറിയിട്ടില്ലല്ലോ, ഇല്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ആദ്യം എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബിക്കോസ് എനിക്കറിയാം എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ ഇക്വേഷൻ, 1/determinant of a into adjoint a ആണ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് എ ഇൻവേഴ്സ്. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള റോ അല്ലെങ്കിൽ കോളം വെച്ച് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. മിസ് പറയുന്ന പോലെ ചെയ്യുക, സിമ്പിൾ ആയിരിക്കും. 3/3 അല്ലേ, സൈൻ ഓർമ്മിച്ച് വെക്കുക, പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് പ്ലസ്, ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് കൊടുക്കുക, നിങ്ങൾ പ്ലസും മൈനസും ഇട്ട് പോയാൽ മാത്രം മതി. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റോ വെച്ച് മിസ് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ സൈൻ എന്താ വരിക, പ്ലസ് മൈനസ് പ്ലസ് ആണ്. ഒന്നാമത്തെ റോയിലുള്ള ഒന്നാമത്തെ എലമെന്റ് 2 ആണ്, പോസിറ്റീവ് ആണ്, എടുത്തു. അതുൾപ്പെടുന്ന റോവും കോളും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ബാക്കി ഡിറ്റർമിനന്റ് പറയുക, 2/2 അല്ലേ, ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 2 into 2 4 ആണ്, -1 into 1 -1 ആവണോ, അല്ല 1 ആണ്. സോ 4 - 1 വരും. സെക്കൻഡ് എലമെന്റ് മക്കളെ മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഓൾറെഡി ഇത് -1 ആണ്. മൈനസ് ഓഫ് -1 പറയുമ്പോൾ +1 ആവും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഉൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കുന്നു. ബാക്കി ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പം -1 into 2 -2, -1 into 1 -1,
അപ്പൊ എന്ത് വരും? -2 -1 എന്ന് വരും. ഓക്കെ അല്ലേ? അടുത്ത എലമെന്റ് 1 ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള 1 ആണ് എടുക്കുക. അത് ഉൾപ്പെടുന്ന റോവും കോളും എന്ത് ചെയ്യുക? ഒഴിവാക്കുക. -1 × -1 1, 2 × 1 2, സോ 1 - 2 എന്ന് വരും. ഓക്കെ അല്ലേ? പറ. 2 × 4 -1 പറയുമ്പോൾ 3 ആണ്. 1 × -2 + 1 പറയുമ്പോൾ -1 ആണ്. 1 - 2 -1 × 1 പറയുമ്പോൾ -1. 2 × 3 6, ഇത് -1 ഇത് -1, ഇപ്പൊ -2. 6 - 2 എത്രയാടാ? 4 വരും. ഡിറ്റർമിനന്റ് ഓഫ് എ എത്രയാടാ? 4 വരും. തെറ്റിക്കല്ലേ? 4 ആണ് വരിക. ബാക്കി നമുക്ക് എന്താ ആവശ്യം? കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ട്രാൻസ്പോസ് എടുക്കണം, അഡ്ജോയിന്റ് ആവശ്യമുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് മൈനേഴ്സിൽ കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പൊ മിസ് ആദ്യം മൈനേഴ്സ് എഴുതി കാണിക്കാം, എന്നിട്ട് മിസ് പറയാം കോഫാക്ടേഴ്സ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയാം. ഇവിടെ നമുക്ക് എല്ലാ ഇലമെന്റ്സിനും എന്തുണ്ടാവൂടാ? എല്ലാ ഇലമെന്റ്സിനും മൈനേഴ്സ് കാണും, എല്ലാവർക്കും എന്ത് കാണും? കോഫാക്ടേഴ്സും കാണും. ഇതിൽ മൈനേഴ്സും കോഫാക്ടേഴ്സും എന്താണ്? പല കേസിലും സെയിം ആയിരിക്കും. ആകെ 1, 2, 3 കേസിൽ മാത്രമാണ് മൈനറിന്റെയും കോഫാക്ടറിന്റെയും സൈനിൽ മാത്രം വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ കേസിലും എന്താണ്? മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. അത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം. നമ്മള് മൈനേഴ്സിന് ക്യാപിറ്റൽ M വെച്ചിട്ടും കോഫാക്ടറിന് ക്യാപിറ്റൽ A വെച്ചും ഡിനോട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, സോ M11 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഇതിന്റെ മൈനർ ആണ് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുന്നു. ഓക്കെ, അതായത് ഡിറ്റർമിനന്റ് ബാക്കി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. 2 × 2 4 ആണ്. -1 × 1 -1 × -1 അപ്പൊ 4 - 1 പറയുമ്പോൾ 3 വരും. ഇതൊക്കെ മനസ്സിൽ ചെയ്യേണ്ട കാര്യമാണ്. അതായത് അടുത്ത കാര്യം, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് M12. എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, റോവും കോളവും ഒഴിവാക്കുക, ബാക്കി ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. -1 × 2 -2 ആണ്. 1 × -1 -1. സോ എന്താ പറയുക? -2 -1 -2 + 1 പറയുമ്പോൾ -1 വന്നു. നെക്സ്റ്റ് ഇതാണ് ഇലമെന്റ്, റോ കോളം ഒഴിവാക്കുന്നു. -1 × -1 1, 2 × 1 2, 1 - 2 -1. M21 പറയുമ്പോൾ ഇതാ ഇലമെന്റ്, റോ കോളം ഒഴിവാക്കുന്നു. -1 × 2 -2, 1 × -1 -1. -2 -1 പറയുമ്പോൾ -2 + 1 ആണ്. ഇറ്റ് ഇസ് -1 കിട്ടും. ഫുൾ -1 ആണല്ലോ. നെക്സ്റ്റ് ഇതാണ് ഇലമെന്റ്, റോ കോളം ഒഴിവാക്കുന്നു. 2 × 2 4, 1 × 1 1, 4 - 1 3 വരും. നെക്സ്റ്റ് ഇതാണ് ഇലമെന്റ്, റോ കോളം ഒഴിവാക്കുന്നു. 2 × -1 -2, -1 × 1 -1 അല്ലെ? അപ്പം -2 + 1 പറയുമ്പോൾ -1. നെക്സ്റ്റ് ഇതാ ഇലമെന്റ്, റോ കോളം ഒഴിവാക്കുക. 1 - 2 പറയുമ്പോൾ -1. ഇനി ഇതാ ഇലമെന്റ്, റോ കോളം ഒഴിവാക്കുന്നു. -2 -1, ഇറ്റ് ഇസ് -1. നെക്സ്റ്റ് ഇതാ ഇലമെന്റ്, റോ കോളം ഒഴിവാക്കുക. 4 - 1 3. ഇവിടെ ആരുടെ മൈനറാണോ ആവശ്യമുള്ളത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ റോവും കോളും, ആ ഇലമെന്റ് ഉൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സെറ്റ്. ഇനി മിസ് പറയുന്ന നമ്മൾ ശ്രദ്ധിക്കണേ, കോഫാക്ടർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നമ്മൾ വീഡിയോ ഇടും അബ്ദുൽ. നമ്മൾ എന്തായാലും ചെയ്യും. നമ്മൾ ആദ്യം എല്ലാത്തിന്റെയും PYQ സീരീസ് കഴിയട്ടെ, നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ പേപ്പർ ഡിസ്കഷൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ കോഫാക്ടേഴ്സ് പറയുമ്പോൾ എന്താണ്? നമ്മൾ എപ്പോഴാണ് ഡിഫറൻസ് വരിക? ഇവിടെ നോക്കിക്കേ, A12 A21 A23 A32. ഈ കേസിൽ മാത്രമാണ് കോഫാക്ടേഴ്സിന്റെ സൈൻ മാറുക. എന്തുകൊണ്ടാ മാറുന്നേ? നിങ്ങൾ ആലോചിക്കുക. ഇവിടെ ഫസ്റ്റ് കേസിൽ റോ നമ്പർ 1 കോളം നമ്പർ 1 1 + 1 2 ഈവൺ ആണ്. ഈവൺ ആണെങ്കിൽ മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. ഇവിടെ 1 2 പറയുമ്പോൾ 1 + 2 3 ആണ്. ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ പറയുമ്പം മൈനറിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എന്ത് ചെയ്യുക? കോഫാക്ടർ വരിക. ഇനി 1 3 പറയുമ്പോൾ 1 + 3 4 ആണ്. ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണ്ട? മൈനറും കോഫാക്ടറും തമ്മിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. ഓട് വരുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യുക? മൈനറിന്റെ സൈൻ റിവേഴ്സ് ചെയ്യാം. ബാക്കി എല്ലാ കേസിലും സെയിം ആണ്. സോ ഇവിടെ സെയിം. സെക്കൻഡ് ഇടാം. ഓക്കെ, ഇവിടെ 3 തന്നെ. ഇവിടെ 1 -1 + 1 ആക്കുക. ഇവിടെ -1 തന്നെ. ഇവിടെ +1 ആക്കുക. ഇവിടെ -3 ആക്കുക. സോറിടാ, ഇവിടെ മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ 3 ഇതെന്തത്? ഓക്കെ, ഇവിടെ 3 തന്നെ. ഇവിടെ +1 ആക്കുക. ഇവിടെ -1 തന്നെ. ഇവിടെ +1 ആക്കുക. ഇവിടെ 3 തന്നെ. മിസ് റൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ മാത്രം സൈൻ മാറ്റിയാൽ മതി. ഇപ്പൊ കിട്ടിയല്ലോ നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കോഫാക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വൃത്തിക്ക് എഴുതി വെക്കുക. അതെന്താണ്? കോഫാക്ടർ മെട്രിക്സ് ആണ്. ഫസ്റ്റ് റോൾ ആരൊക്കെയാ? 3 1 -1. സെക്കൻഡ് റോൾ ആരൊക്കെയാ? 1 3 1.
ആൻഡ് തേർഡ് റോ ആലോചിക്കുക -1 1 3. ഇനി അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എന്ത്? അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അതായത് റോവും കോളും എന്ത് ചെയ്യുക? പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് റോ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കോളം ആക്കി മാറ്റുക. അതായത് 3 1 -1 ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം ആക്കി മാറ്റുക. ഇതാണ് അഡ്ജോയിന്റ് മെട്രിക്സ്. ഇപ്പൊ നമുക്കിനി ആവശ്യം എന്താണ്? നമുക്ക് എന്താ ആവശ്യമാടാ? നമുക്ക് എ ഇൻവേഴ്സ് ആവശ്യമുണ്ട്. ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ എത്രയായിരുന്നു? 4 ആയിരുന്നു. സോ 1/4 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ വരും. അഡ്ജോയിന്റ് എ പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന 3 1 -1 1 3 1 പിന്നെന്താ -1 1 3 ആണ് വരിക അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് ആവശ്യം എന്താണ്? എനിക്കിവിടെ ആവശ്യം എന്തായിരുന്നു മക്കളെ? ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/3 ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്താൽ മതി. 3a ഓൾ ഇൻവേഴ്സ് എനിക്ക് ആവശ്യമുള്ളത്. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ ഇൻവേഴ്സ് നമുക്ക് അറിയാം. സോ എന്ത് ചെയ്താൽ മതി? ഈ എ ഇൻവേഴ്സിനെ മക്കള് 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/3 ഇൻറ്റു എ ഇൻവേഴ്സ് എത്രയാ? ഇപ്പൊ കണ്ടുപിടിച്ച ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. ആ ചുമ്മാ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുക. ഓക്കെ അല്ലേ? കൊടുക്കുമ്പം 1/3 ഇൻറ്റു 1/4 പറയുമ്പോൾ 1/12 വരും. സോ 1/12 ഇൻറ്റു 3 1 -1 1 3 1 -1 1 3 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റിച്ചിട്ട് മാർക്ക് കൊണ്ടുപോയി കളയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എഴുതിയിരിക്കുന്ന എല്ലാ സ്റ്റെപ്പും മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും എഴുതി കാണിച്ചിരിക്കണം. സെറ്റാണോ? ഓക്കെ, മനസ്സിലാത്ത കുഴപ്പമൊന്നും ആർക്കില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ ക്വസ്റ്റ്യൻ വരുന്നത്? എ ആൻഡ് ബി 2 സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 3 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ എത്രയാണ്? 3 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ 3 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ബി എത്രയാ? -4 ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യം എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് -6 എ ബി ആണ് മക്കൾക്ക് ആവശ്യം. അപ്പൊ എന്താ ഓർമ്മിക്കുക? ഞാൻ ഓടിപ്പോയിട്ട് പ്രോപ്പർട്ടി ആലോചിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് കെ എ പറയുമ്പം k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എനിക്കറിയാം. ഇവിടെ കെന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? -6. n എത്രയാ മക്കളെ? ഓർഡർ 3 ആണെങ്കിൽ n 3 എന്നറിയാം. ഡിറ്റർമിനന്റ് ഓഫ് എന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? എ ബി ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ബി ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി പഠിച്ചോ എല്ലാവരും. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബിക്ക് ഈക്വൽ ആയിരിക്കും. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആയിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്, പഠിച്ചിരിക്കണം. ഇതും പ്രോപ്പർട്ടി, ഇതും പ്രോപ്പർട്ടി. മിസ് ബോക്സിൽ ഇടുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? പഠിക്കാനുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ -6ന്റെ ക്യൂബ് എന്ന് പറയുമ്പം 6 × 6 × 6 216 ഒരു മൈനസ് കാണും. ഡിറ്റർമിനന്റ് ഓഫ് എ ബി പറയുമ്പം ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. സോ -216 ഇൻറ്റു 3 ഇൻറ്റു -4, അതായത് -4 ആണ്, 14 അല്ല, -4. 4 × 3 12 × 216 എന്ന് പറയുമ്പം എത്ര ആൻസർ വരിക? 2 5 9 2 കിട്ടുക ആൻസർ. ആണോ നോക്കിക്കേ മക്കളെ? യെസ്. വിദ്യ എന്ത് പറ്റിയടാ? വിദ്യാബിനു പ്രൂഫ് ഏതാടാ? എടാ വെരിഫിക്കേഷൻ മക്കൾ ചെയ്യില്ലടാ? ഒന്നുമില്ലടാ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുക, രണ്ടും സെയിം ആന്ന് കിട്ടിക്കോളും. അതൊന്ന് വെരിഫൈ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, സെറ്റല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ മക്കളെ, കിട്ടി നിങ്ങൾക്ക്? 2592 അല്ലേ വരിക? നോക്കിക്കേടാ. 12 ആയിരിക്കും. 2 5 9 2 ആയിരിക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് വേണേ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. യെസ് പ്രാർത്ഥന, വെരി ഗുഡ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് എഴുതണം. 3 മാർക്ക് അല്ല, 2 മാർക്ക് കേട്ടോ. 2 മാർക്സ്. അടുത്തത് MCQ ആയിക്കോട്ടെ. ഓക്കെ, പറഞ്ഞോടാ എന്താ പറയാ? ഡിറ്റർമിനന്റ് ഓഫ്, യെസ് ഡാർവിൻ, ഗുഡ്. -1 2 4 1x1 0 3 3x ഈക്വൽ ടു -57 ആണെങ്കിൽ എന്താ ആവശ്യം? ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്. എക്സിന് വരാൻ പറ്റിയ വാല്യൂസ് ഉണ്ടൊക്കെ എന്താ ആവശ്യം? പ്രൊഡക്റ്റ് ആണ് മക്കൾക്ക് ആവശ്യമുള്ളത്. ആദ്യം എന്ത് ചെയ്യണം? എക്സിന് വരാൻ പറ്റിയ വാല്യൂസ് കണ്ടുപിടിക്കണം, എന്നിട്ട് അവരെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു പറയുന്ന കാര്യം ഡിറ്റർമിനന്റ് എത്രയാണ്? -57 എന്ന് പറയുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക.
മിസ് പറഞ്ഞു 3/3 ആണെങ്കിൽ ഇങ്ങനെയാണ് സൈൻ യൂസ് ചെയ്യേണ്ടത്, മറന്നു പോവരുത്, തെറ്റിക്കില്ലേ. സോ ഫസ്റ്റ് റോ മിസ് എന്ത് ചെയ്യുന്നു, പ്ലസ് മൈനസ് പ്ലസ് സൈൻ എടുക്കുന്നു. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തേ, -1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കുന്നു. എക്സ് ഇൻറ്റു 3x 3x² -3. ഇപ്പൊ 3x² -3 വന്നു. അടുത്ത എലമെന്റ് മക്കളെ 2 ആണ്, വെറും 2 അല്ല -2 ആണ്. അത് ഉൾപ്പെടുന്ന റോവും കോളവും ഒഴിവാക്കുക. 3x ഇൻറ്റു 1 മൈനസ് 0 ഇൻറ്റു 1 ഇറ്റ് ഇസ് 3x - 0 ആണ്. അല്ല മക്കളെ, റെഡി അല്ലേ? ഞാൻ മാറി ഇവിടെ എഴുതിയത്. നോക്കിക്കേടാ, -1 ആണെങ്കിൽ എന്താ പറയാ, -1 ആണെങ്കിൽ 3x² -3 ആണ്. ഓക്കെ, ഓക്കെ സെറ്റ് ആണ്. പിന്നെ എന്താണ്, സെക്കൻഡ് ആണെങ്കിൽ -2 ഇൻറ്റു 3x - 0 വരും. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ വഴി മിസ് പറയട്ടെ, ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? 0 നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളം ഏതായിരിക്കണം നിങ്ങൾക്ക്? ഒന്നാമത്തെ കോളം വെച്ച് മക്കൾ എക്സ്പാൻഡ് ചെയ്യുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മളെ പണി പറയുമ്പോൾ ഏറ്റവും എളുപ്പമാക്കണ്ടേ, MCQ അല്ലേ? അപ്പൊ ഏറ്റവും കൂടെ സീറോസ് എവിടെയുള്ളത്? ഒന്നാമത്തെ കോളത്തില്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് കോളം പറയുമ്പോൾ എന്താണ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. ഈ മൂന്നാമത്തെ എലമെന്റ് 0 ആയതുകൊണ്ട് എന്ത് ചെയ്യണ്ട, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എലമെന്റ് ആരാ, -1 ആണ്. -1 എടുത്തു. സോ അത് ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കി. 3x ഇൻറ്റു x 3x² -3. സെയിം. അടുത്ത എലമെന്റ് 1 ആണ്, വെറും 1 അല്ല, -1. സോ അടുത്ത എലമെന്റ് -1 ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കുക. 3x ഇൻറ്റു 2 6x 4 ഇൻറ്റു 3 12. ഇപ്പൊ 6x - 12 എന്ന് വരും. നെക്സ്റ്റ് എലമെന്റ് 0 ആയതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിറ്റർമിനന്റിന്റെ വാല്യൂ എത്രയാ മക്കളെ, -57 കൊടുക്കുക. ഓക്കെ അല്ലേ? റെഡിയാണോ മക്കളെ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത കാര്യം ചെയ്യുന്നു. സോ -1 ഇൻറ്റു 3x² എന്ന് പറയുമ്പോൾ -3x², -1 ഇൻറ്റു -3 +3 ആണ്. പിന്നെ 1 ഇൻറ്റു ഓർ -1 ഇൻറ്റു 6x - 12 പറയുമ്പം -6x -12 is equal to -57 വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, -3x² -6x 12 3 എത്രയാടാ, 15. ഈ -57 ഇപ്പുറത്ത് പോകുന്ന സമയത്ത് +57 ആവും. ഈക്വൽ ടു എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ -3x² -6x പിന്നെന്താണ്, 15ഉം 57ഉം കൂട്ടുമ്പോൾ 72 ആയിരിക്കും, ഈക്വൽ ടു 0. ഇവരൊക്കെ നെഗറ്റീവ് അല്ലേ, നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലാവരും സൈൻ മാറും. ഇത് 3x² ആവും, ഇത് 6x ആവും, ഇത് -72 ആയി, ഇത് 0 ആയിട്ട് മാറി. സ്റ്റിൽ എന്താണ്, കോഎഫിഷ്യൻസ് ഒക്കെ 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പൊ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് എല്ലാവരും ഡിവൈഡ് ചെയ്യാം. 3x² 3 x², 6x 3 പറയുമ്പോൾ 2x, -72 പറയുമ്പോൾ 24 വരും. -24 ഈക്വൽ ടു 0. ഇനി മക്കള് പറയാ എന്താണ് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ, 2 ആണ്. അപ്പൊ സമ്മ് 2ഉം അതേപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന x² കോഎഫിഷ്യന്റ് 1ന്റെയും ഈ -24ന്റെയും മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. ഇറ്റ് ഇസ് -24 ഇൻറ്റു 1 -24 നമുക്ക് കിട്ടും. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഏതാ നമ്പർ വരിക, കൂട്ടിയാൽ 2 ഗുണിച്ചാൽ -24. വെരി ഗുഡ്, 6 and 4 ആണ്. 6ഉം -4ഉം കൂട്ടുമ്പം 2 ആണ്, ഗുണിക്കുമ്പം -24 ആണ്. ഈ വാല്യൂസ് ഏതാണ് കിട്ടിയത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എക്സിന്റെ വാല്യൂസ്. അപ്പൊ x ഈക്വൽ ടു -6ഉം x ഈക്വൽ ടു +4ഉം ആയിരിക്കും വാല്യൂസ് വരിക. നമുക്ക് എന്താ ആവശ്യം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ബിക്കോസ് വി നീഡ് പ്രോഡക്റ്റ് ഓഫ് എക്സ് വാല്യൂസ് ആണ് ആവശ്യമുള്ളത്. സോ -6ഉം 4ഉം ആണെങ്കിൽ എത്ര വരിക, -6 ഇൻറ്റു 4 പറയുമ്പോൾ -24 ആണ് ആൻസർ വരിക. -24 ആണ് മക്കളെ റൈറ്റ് ആൻസർ. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് വൺ, A is equal to Aij is a 3/3 ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഡയഗണൽ ആണെന്ന് മനസ്സിലായി, 3/3 എന്ന് മനസ്സിലായി. ആൻഡ് A11 is equal to 1, A22 5 ആണ്, A33 -2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഡയഗണൽ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കണം അല്ലേ. ഡയഗണൽ മെട്രിക്സ് ആണ്, അത് 3/3 ആണെന്ന് പറയുന്നുണ്ട്. ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും എന്തായിരിക്കും, 0 ആയിരിക്കും. നമുക്കറിയാം
ഡയഗണൽ എലിമെന്റ്സ് ഏതൊക്കെയാ? ഒന്ന് 1, A11, A22 5, A33 -2 ആണ്. നോൺ ഡയഗണൽ എലിമെന്റ് 0 ആയി കഴിഞ്ഞാൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ എലിമെന്റും 0 ആയിരിക്കും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? എന്ത് ബുദ്ധിമുട്ട്? വെരി ഗുഡ് ആൻസർ പറഞ്ഞു. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മക്കളെ ഒരു ബുദ്ധിമുട്ടില്ല. ഇതാണ് എ പറഞ്ഞ മെട്രിക്സ് എങ്കിൽ മിസ് ഓടിപ്പോട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. ഒരുപാട് സീറോസ് കാണുന്നുണ്ട്. ഫസ്റ്റ് റോ ആണെങ്കിൽ സൈന് പ്ലസ് മൈനസ് പ്ലസ് ആണ്. മിസ് നേരത്തെ കാണിച്ചില്ലേ? 1 മാത്രം എടുക്കുക, ബാക്കി 2 0 ആണ്. നോക്കേണ്ട ആവശ്യമില്ല. 1 മാത്രം എടുത്തു. 1 ഉൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കി. 5 × -2 -10 -0 × 0 0 ആണ് നോക്കണ്ട. സോ ദ ആൻസർ വിൽ ബി -10 ആയിരിക്കും വരിക. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. നമ്മൾ കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ചാപ്റ്റർ ആണ് ഇതൊക്കെ തന്നെ. സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇത് അറിയില്ലെങ്കിൽ ഇത് കിട്ടില്ല. മനസ്സിലായില്ലേ? അറിയുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ പറയടാ, ഇത് സിമ്പിൾ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് 2x 5 12x equal to ഡിറ്റർമിനന്റ് ഓഫ് 6 - 5 4 3 ആണ്. ദെൻ ദ വാല്യൂ ഓഫ് x ആണ് ക്വസ്റ്റ്യൻ. രണ്ട് ഭാഗത്തും ഡിറ്റർമിനന്റ് ഉണ്ട്. രണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, എക്സിന്റെ വാല്യൂസ് എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക. സിമ്പിൾ ആണിത്. ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 2/2 അല്ലേ? 2x × x 2x സ്ക്വയർ സ്പീഡ് ചെയ്യണേ. സിമ്പിൾ ആണ്. 12 × 5 എത്രയാ? 60. ഇപ്പുറത്ത് 6 × 3 18 മൈനസ് -5 × 4 -20. ഇപ്പൊ 2x സ്ക്വയർ -60 18 + 20 പറയുമ്പോൾ 38 അല്ലേ മക്കളെ? ഈ മൈനസ് അപ്പുറം പോകുന്ന സമയത്ത് 2x സ്ക്വയർ = 38 + 60 പറയുമ്പം 98 വരും. 2x സ്ക്വയർ 98 ആണ്. അപ്പൊ x സ്ക്വയർ എന്താ പറയുക? 98/2 പറയുമ്പോൾ 49 വരും. x സ്ക്വയർ 49 ആണെങ്കിൽ x എന്താ പറയുക? √49 വരും. = +or -7 ആണ്. ഓടിപ്പോയിട്ട് 7 ഒന്നും മാർക്ക് ചെയ്യരുത്. +or -7 ആണ് റൈറ്റ് ആൻസർ. √49 എന്ന് പറയുമ്പോൾ മക്കളെ +or - നിർബന്ധമല്ലേ? നിങ്ങൾ എന്താ 7 മാത്രം പറയുന്നേ? അല്ലേ? +or -7 അല്ലേ വരിക? യെസ്. 3 ആണോ വരിക എന്റെ മക്കളെ? 3 ആണോടാ വരിക? ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ അടിയാണ്. 7 എന്ന് മാത്രം പറഞ്ഞാലും അടിയാണ്. +or -7 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ 7 എന്ന് മാത്രം പറഞ്ഞാൽ അത് ഓപ്ഷൻ ബി ആണ്. മാർക്ക് തരില്ല കേട്ടോ. +or - ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് CBSE ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? 2018 CBSE ബോർഡ് എക്സാമിന്റെ അതേ ക്വസ്റ്റ്യൻ 2025 CBSE ബോർഡ് എക്സാമിനും ഒരു മാറ്റവും വരുത്താതെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ സ്റ്റേറ്റിലും വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ റെഡി ആണോ? നമുക്ക് ചെയ്യാം. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആടാ? 5 മാർക്കിന്. 5 മാർക്കിന് എപ്പോഴും ഡിറ്റർമിനൻസ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ആയിരിക്കും കേട്ടോ. അധിക പ്രാവശ്യം ഇത് വരും. കാരണം വേറൊന്നും കൊണ്ടല്ല, 5 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ടോപ്പിക് ഏതാണ്? മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിന്റ്, എ ഇൻവേഴ്സ്, ആ ഭാഗത്തുള്ള ടോപ്പിക്കാണ്. സോൾവിങ് ഓഫ് ഇക്വേഷൻ ആണ് 5 മാർക്കിന് വേർത്ത് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻ. അതുകൊണ്ട് എപ്പോഴും ചോദിക്കും. അതാണ് എൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഡിറ്റർമിനൻസ് അറിയില്ല എന്നുള്ള മീനിങ് ആണ്. ഡിറ്റർമിനൻസിന്റെ ഏറ്റവും വലിയ അപ്ലിക്കേഷൻ ആണ് ഇക്വേഷൻസിലുള്ള അൺനോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എക്സും വൈയും സെറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഞങ്ങൾക്ക് രണ്ടിനും ഒരേപോലെ തെറ്റി. എനിക്കറിയാം, തെറ്റുമ്പോഴും ശരിയാകുമ്പോഴും നിങ്ങൾക്ക് എന്താണ്? ഒരുപോലെ ശരിയാവലും ഒരുപോലെ തെറ്റുന്നതും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. മാർക്ക് കളയരുത്. എല്ലാവർക്കും എല്ലാം അറിയാം. ഒരുവിധം നല്ലോണം പഠിക്കുന്ന മക്കളാണ് എല്ലാവരും ഉള്ളത്. അതെനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ചെറിയ മിസ്റ്റേക്ക് വരുത്തി ചെറുതായിട്ട് അശ്രദ്ധ കൊണ്ട് മാത്രം എന്ത് ചെയ്യും? മാർക്ക് കൊണ്ടുപോയി കളയാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ A = പറഞ്ഞ മെട്രിക്സ് ഗിവൺ ആണ്. മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം A ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇങ്ങനെ വരുന്ന പല ക്വസ്റ്റ്യൻസിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാണുന്ന ഇക്വേഷൻ ഇല്ലേ, നമ്മൾ എന്താ ചെയ്യാറ്? സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? AX = B എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. അതായത് മെട്രിക്സ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. A പറയുമ്പോൾ കോഎഫിഷ്യൻസ് അല്ലേ? ഇക്വേഷൻസിലുള്ള നമ്മുടെ എക്സും വൈയും സെറ്റിന്റെ കോഎഫിഷ്യൻസ് എഴുതി വെക്കുക. 2 -3 5 3 2 -4 1 1 -2. എക്സ് പറയുമ്പോൾ ആരാ? അൺനോൺസ് ആണ്. 3 അൺനോൺസ് താഴെ എഴുതി വെക്കുക. ബി പറയുമ്പോൾ ഈക്വൽസിന് അപ്പുറത്തുള്ള ഇവർ 3 പേരെയും എഴുതി വെക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കാനുള്ള മെട്രിക്സ് അല്ലേ? ഗിവൺ മെട്രിക്സ് A ആണ്.
അതിന്റെ എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അതായത് നിങ്ങളെ ഇക്വേഷൻസിൽ വരുന്ന ആ കാണുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് ഏതാണോ അത് തന്നെയായിരിക്കും എന്ത് ഗിവൺ ആയിട്ടുള്ള എ മെട്രിക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എ ഇൻവേഴ്സ് ഒരു തവണ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. എന്തായാലും സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്, എക്സ് വേണമെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ഇക്വേഷൻ. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതേ എ ഇൻവേഴ്സിനെ കുറിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണ്ട, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആരംഭിക്കാം. സോ മക്കളെ, എ ഇൻവേഴ്സ് എന്ന് പറയുമ്പം 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമുക്ക് അറിയാം. മിസ് എന്ത് ചെയ്യാം, ഇവിടെ ഇല്ലേടാ, ഞാൻ ഡിറ്റർമിനന്റ് ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യട്ടെ. ഈ എയും സെയിം ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ പറയുമ്പോൾ മിസ് എന്ത് ചെയ്തു, ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. പ്ലസ് മൈനസ് പ്ലസ് ആണ് സിമ്പിൾ വരിക. ഒന്നാമത്തെ എലമെന്റ് 2 ആണ്. അപ്പൊ 2 ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കുക. 2 ഇൻറ്റു -2 -4, -4 ഇൻറ്റു 1 -4. സോ -4 -4 പ്ലസ് 4 അത് 0 അല്ലേ. രണ്ടാമത്തെ എലമെന്റ് -3 ആണ്, അത് +3 വരും. അത് ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കുമ്പോൾ 3 ഇൻറ്റു -2 -6, -4 ഇൻറ്റു 1 -4. സോ -6 പ്ലസ് 4 എന്നല്ലേ വരിക അല്ലേ. -6 -4 -6 പ്ലസ് 4 പറയുമ്പോൾ -2 വരും. പിന്നെന്താ, ലാസ്റ്റ് എലമെന്റ് 5 ആണ്, +5 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കുക. 3 ഇൻറ്റു 1 -2 ഇൻറ്റു 1 3 -2 1 വരും. ഇത് 0 ആയി പോയി. 3 ഇൻറ്റു -2 -6, 5 ഇൻറ്റു 1 5, -6 പ്ലസ് 5 -1 ആയിരിക്കും എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ഓഫ് എ വരിക. ഓക്കെ, ഡാർവിൻ എന്താണ്, സ്കൂൾ ടോപ്പർ ആണോ? കൊള്ളാലോ, സത്യാണോടാ? ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ ഇനി അഡ്ജോയിന്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. ശ്രദ്ധിക്കണേ. അപ്പൊ എന്റെ കയ്യിൽ എ പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. ഏതാ എ പറഞ്ഞ മെട്രിക്സ്? ഒന്നൊരു വൃത്തിക്ക് എഴുതാം നമുക്ക്. 2 -3 5, പിന്നെന്താ 3 2 -4 1 1 -2. ഇതാണ് എ പറഞ്ഞ മെട്രിക്സ്. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിനെയും മൈനേഴ്സ്, കോഫാറ്റേഴ്സ്, ട്രാൻസ്പോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു. അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. വേഗത്തിൽ ചെയ്യണേ. മൈനർ എഴുതി കാണിക്കുന്നത് നിങ്ങളത് തറവായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനിയെങ്കിലും മൈനേഴ്സ് ഫൈൻഡ് ഔട്ട് എന്ന കാര്യം വൃത്തിക്ക് പഠിക്കുക. ഇതിന് മാർക്ക് ഉണ്ടാവാറുണ്ട്, സ്റ്റെപ്പിനൊക്കെ മാർക്ക് ഉണ്ടാവാറുണ്ട്. ബിക്കോസ് വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സ്റ്റെപ്പിന് മാർക്ക് ഉണ്ടാവും. നമുക്ക് എല്ലാത്തിൻ്റെയും എന്ത് ആവശ്യമുണ്ട് മക്കളെ, കോഫാറ്റേഴ്സ് ആവശ്യമുണ്ട്. കറസ്പോണ്ടിങ് കോഫാറ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ ആണ്. സോ M11 പറയുമ്പോൾ എന്താ വരിക, നിങ്ങൾ പറഞ്ഞേ. M11 പറയുമ്പം ഇതിന്റെ മൈനർ ആണ്, റോക്കോളം ഒഴിവാക്കുന്നു. -4 -4 0 ആണ്. ഇനി ഇതിന്റെ മൈനർ ആണെങ്കിൽ -6 -4 -6 പ്ലസ് 4 -2 ആണ്. ഇതിന്റെ മൈനർ ആണെങ്കിൽ 3 -2 1 ആണ്. നെക്സ്റ്റ് ഇതിന്റെ ആണെങ്കിൽ റോക്കോളം ഒഴിവാക്കുന്നു. 6 -5 എത്രയാ, 1 വരും. നെക്സ്റ്റ് ഇതാണെങ്കിൽ റോക്കോളം ഒഴിവാക്കുന്നു. -4 -5 -9 വരും. ഇതാണെങ്കിൽ റോക്കോളം ഒഴിവാക്കുക. 2 -3 2 + 3 5 എന്ന് വരും. നെക്സ്റ്റ് ഇതാണെങ്കിൽ 12 - 10 2 വരും. നെക്സ്റ്റ് ഇതാണെങ്കിൽ -8 -15 എന്ന് പറയുമ്പം എത്രയാടാ, -23. ഓക്കെ, നെക്സ്റ്റ് ഇതാണെങ്കിൽ 4 -9 4 + 9 13 വരും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ എന്താ ചെയ്യും, ഇതില് A12 A21 A23 A32 ഈ കേസിൽ മാത്രം എന്താണ് അല്ല മിസ്സേന്നോ, കളിയാക്കണോ നിന്നെ, കളിയാക്കി കൊല്ലുവാണോ നിന്നെ? അപ്പൊ എന്താണ്, A12 A21 A23 A32 ഈ കേസിൽ മാത്രം എന്ത് ചെയ്യാം, മൈനേഴ്സിന്റെ സൈൻ മാറ്റി എഴുതുക. ബാക്കി എല്ലാത്തിലും എന്താണ്, മൈനേഴ്സും കോഫാറ്റേഴ്സും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് 0 ആണ്, ഇത് 0 ആണ്. ഇത് +2, ഇത് 1, ഇത് -1, ഇത് -9 തന്നെ, ഇത് -5, ഇത് 2 തന്നെ, ഇത് +23 തന്നെ, ഇത് 13 തന്നെ. അപ്പൊ എഴുതിക്കോടാ, കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, 0 2 1 ഫസ്റ്റ് റോ, -1 -9 -5 സെക്കൻഡ് റോ, 2 23 13 ആൻഡ് തേർഡ് റോ ആയിട്ട് മാറി. നെക്സ്റ്റ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കോഫാക്ടർ മെട്രിക്സിന് ട്രാൻസ്പോസ് എടുക്കുക. ഫസ്റ്റ് റോ
ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇതാണ് എൻ്റെ വരിക. എന്ത്? അഡ്ജോയിന്റ് മെട്രിക്സ് വരിക. കഴിഞ്ഞോടാ. നമുക്ക് എന്താ ആവശ്യം? എ ഇൻവേഴ്സ് പറയുമ്പം 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ എത്രയായിരുന്നു? -1 ആണ്. അഡ്ജോയിന്റ് എ പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന 0 -1 2 2 -9 23 ആൻഡ് 1 -5 13. അതായത് 1/-1 എന്താടാ? അത് -1 ആണ്. സോ -1 കൊണ്ട് എല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യുക. 0 × -1 0. ഇത് +1 ആയി, ഇത് -2 ആയി, ഇത് -2 ആയി, ഇത് +9, ഇത് -23, ഇത് -1, ഇത് +5, ഇത് -13. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? എ ഇൻവേഴ്സ് കിട്ടുക. മിസ് പറക്കുകയാണോ എന്നല്ലേ? ഓക്കെ ആണോ മക്കളെ? കോഫാട്ടസ് ഓക്കെ ആണോ? മുബീൻ ഓക്കെ ആണോ? ഓക്കെ, ഞാൻ മൈനേഴ്സ് മാത്രം സ്പീഡ് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ മെല്ലെ പറഞ്ഞത് മിസ്. ഞാൻ ഓവർ ലാഗ് അടിപ്പിച്ചിട്ട് കൊളാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എക്സ് എന്താ പറയാ? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണെന്നറിയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എ ഇൻവേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എ ഇൻവേഴ്സിന് നമ്മൾ കൊണ്ടുപോയിട്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മളെ ബി എന്താടാ? ബി പറയുമ്പോൾ 11 -5 -3. കഴിഞ്ഞു, സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ ആണല്ലേ? ഞാൻ നിങ്ങളങ്ങ് സ്പീഡിൽ പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ, ഞാൻ മെല്ലെയാണ് ആക്ച്വലി പറയുന്നത്. മൈനസിന്റെ ഭാഗം മാത്രം നിങ്ങൾ കുറച്ചൊരു പുലികളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ പറയട്ടോ, സ്ലോ ആക്കണമെങ്കിൽ മിസ് സ്ലോ ആക്കുക, കുഴപ്പമൊന്നുമില്ല. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് പറയാ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 0 × 11 0 ആണ്. 1 × -5 -5, -2 × -3 +6. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുക. എന്താ ചെയ്യുക? -2 × 11 -22, 9 × -5 -45, -23 × -3 +69. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുക. 11 × -1 -11, 5 × -5 -25, -13 × -3 39. കഴിഞ്ഞിരിക്കുന്നു. ഡാർവിൻ തകരാറുണ്ടോ? ഡാർവിൻ ഓക്കെ, നമുക്ക് പറയാം. മിസ് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കും. 6 - 5 1 ആണ്. -22 -45 -67 +69 2 വരും. -11 -25 -36 +39 3 വരും. അപ്പൊ എന്ത് മനസ്സിലായി? ഇത് എക്സ് ആണെന്നും ഇത് വൈ ആണെന്നും ഇത് സെറ്റ് ആണെന്നും മനസ്സിലായി കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയണമെങ്കിൽ ഇത് പറഞ്ഞുതരാം. അതായത് എൻ്റെ കയ്യിൽ എന്തുണ്ട്? എ മെട്രിക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, ബി ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തായാലും എക്സിന്റെ ഇക്വേഷൻ ആവശ്യമുണ്ട്. എക്സ് പറയുമ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. ആദ്യം മക്കൾ എന്ത് ചെയ്യുക? എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ ഇൻവേഴ്സ് പറയുമ്പോൾ എന്താണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ പ്രോപ്പർലി ചെയ്യുന്ന പോലെ എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടിക്കോളും. അത് -1 ആണ്. അഡ്ജോയിന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. കോഫാക്ടർ മെട്രിക്സ് എന്ത് ചെയ്യുക? ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് അഡ്ജോയിന്റ് മെട്രിക്സ് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? എ ഇൻവേഴ്സ് പറയുമ്പോൾ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് സെറ്റ് ആണ്. ഫൈനൽ സ്റ്റെപ്പ് എന്ത് ചെയ്യുക? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് മെട്രിക്സും കിട്ടിക്കോളും. ഇപ്പൊ ഓക്കെ ആണോ? യെസ്, ഡാർവിൻ ഓക്കെ ആണോ? സെറ്റ് ആണോ? സംഭവം സിമ്പിൾ അല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. A is equal to K into B ആണ്. ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിക്കുക, പ്രോപ്പർട്ടി അതേപോലെ എക്സാമിന് എന്താ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയത് ഭയങ്കര ഒന്ന് കണ്ടതിൽ വെച്ചിട്ട് സിമ്പിൾ ഇതായിരിക്കും. മേ ബി പ്രോപ്പർട്ടി അറിയില്ലെങ്കിൽ ടഫ് ആയിരിക്കും. A is equal to K into B ആണെങ്കിൽ A and B are two square matrices of order n ആണ്. And K is a scalar ആണ്. Then ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം? ഒന്ന് പറഞ്ഞേ. യെസ് മുബീൻ. മാത്സ് മോഡൽ വെക്കുവോ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം കേട്ടോ. മോഡൽ എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്തായാലും. ബാച്ചിലർ മക്കൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. നമ്മുടെ അഗ്നി ബാച്ച് ടീംസിന് എന്തായാലും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. കോഫാട്ട് എടുക്കുമ്പോൾ സൈൻ മാറ്റിയല്ലോടാ അറിവിനെ. നിങ്ങൾ കണ്ടില്ലേടാ? നീ ഇതിലൂടെ ആണിങ്ങനെ കളർ മാറ്റിയില്ലേ? ഈ കളർ മാറ്റി എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്തു? സൈന് മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഇങ്ങോട്ടേക്ക് എഴുതുമ്പോ നോക്കിട്ടാ. യെസ്, റെഡി ആണോ? പറയടാ, എന്താണ് പ്രോപ്പർട്ടി വരിക? യെസ്, അമർജിത്ത് പറഞ്ഞു. ശാന്തൻ യെസ്, ഓപ്ഷൻ ബി ആന്ന് പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞാടാ, റെസ്പോണ്ട് ചെയ്തേ. അതായത് നമുക്കറിയുന്ന പ്രോപ്പർട്ടി അല്ലേ? എത്ര തവണ മിസ് പറഞ്ഞു കഴിഞ്ഞു പ്രോപ്പർട്ടി? ഡിറ്റർമിനന്റ് ഓഫ് എന്താണ്?
ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്ന് പറയൂ ഗൈസ്, എന്താണ് വരിക? ഒന്നെല്ലാരും പറയാം. എ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി എന്ന് പറയുന്നുണ്ട്. എല്ലാരും പറയണത് ഒന്ന് രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതിയോ? എ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ആണ്. ഇത് ഗിവൺ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്തും ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ ഇപ്പുറത്ത് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ. ഇപ്പുറത്താണെങ്കിലോ ഡിറ്റർമിനന്റ് ഓഫ് കെ ഇൻറ്റു ബി ആണ്. എന്താ പ്രോപ്പർട്ടി? കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക? അത്രേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓൾവേസ് ബി ആണ് അല്ലേ? അതാ ആവശ്യം നമുക്ക്, ഓൾവേസ് ബി ആണ്. സോ വൺ മോർ ചെയ്യാം നമുക്ക്. കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു ചാപ്റ്റർ അല്ല, ഇനി 3 ചാപ്റ്റർ, ടോട്ടൽ 3 ചാപ്റ്റർ ഉണ്ട്. ഡിറ്റർമിനൻസ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ അല്ലേ? 1 hour 15 minutes ആയി. കുഴപ്പമില്ല. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പൊ 10 മണി കഴിയോ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. ഞാനില്ലേടാ ഡിറ്റർമിനൻസിൽ ഇത്രയെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്രയും ചെയ്യിപ്പിച്ചേ. ഇപ്പൊ ഡിറ്റർമിനൻസ് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? ഇപ്പോൾ നമ്മളിപ്പോൾ ഡിറ്റർമിനൻസിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആയി. കുറച്ച് കൂടിപ്പോയി അല്ലേ? കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് അല്ലേ? നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ? 10 മണി കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഇപ്പൊ 8:15 ഞാനിപ്പോ ഒരു 8:15 എന്ത് ചെയ്യും? അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് സ്റ്റാർട്ട് ചെയ്യും. അതെങ്ങനെ പോവുകയാണെങ്കിലും ഒരു 9:15 9:30 ആവാൻ ചാൻസ് ഉണ്ട്. അതിൽ കൂടിയാലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് LPP 10 എന്തായാലും ആവടാ. 10 എന്തായാലും ആവും കേട്ടോ. എന്താ പ്രോപ്പർട്ടി? ആലോചിച്ച് പറയടാ, ആലോചിച്ച് പറയും. ABS² മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ഓർഡർ 3 പറയുമ്പം n ആണ് 3. ഡിറ്റർമിനന്റ് ഓഫ് എ ഗിവൺ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്താണ്? അതാ ക്വസ്റ്റ്യൻ. മനസ്സിലാക്കുക. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു n-1 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് ഗിവൺ അല്ലേ? ഇത് പ്രോപ്പർട്ടി ആണേ, ഇത് പ്രോപ്പർട്ടി പഠിക്കണേ. ഡിറ്റർമിനന്റ് ഓഫ് എ എത്രയാ? 5 ആണ്. റേസ് ടു n-1 പറയുമ്പം n 3 ആണ് അല്ലേ? -1. അപ്പൊ എന്താ പറയാ? എത്ര പറയാ? അതാർക്കാ 125 കിട്ടിയത്? മുബീൻ 125 ആണോ കിട്ടുക? ചെറുതായിട്ടൊന്ന് മാറിപ്പോയോ? കുറെ പേർക്ക് 125 കാണുന്നുണ്ടല്ലോ. 5ന്റെ സ്ക്വയർ എപ്പോഴാ? 25 അല്ലേടാ? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു n-1 ആണ്. റേസ് ടു n അല്ലടാ, n-1 ആണ്. ഇത് അഡ്ജോയിന്റ് അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ? നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ വിച്ച് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. റെഡി ആണോ? സെറ്റ് ആണോ? ആരംഭിക്കാം നമുക്ക്. നെക്സ്റ്റ് ചാപ്റ്റർ ബ്രേക്ക് ഒന്നും വേണ്ട, നമുക്കതങ്ങ് ഫ്ലോയിൽ അങ്ങ് പോവാം. ഇപ്പൊ രസമുണ്ടല്ലോ ചെയ്യാനായിട്ട്. ഡിറ്റർമിനൻസും അടുത്തവർക്ക് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നു. അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഇത് മടുക്കോ നിങ്ങൾക്ക്? ഇന്റഗ്രൽസ് അറിയാത്തവർക്ക് ഇത് ചിലപ്പം മടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഫോർമുലാസ് ഒക്കെ പറഞ്ഞുതരും. 25 അടിച്ചപ്പോ ഒന്നും അറിയാതെ കയറി വന്നതാണെന്നോ മുബീനെ? കുഴപ്പമില്ല, ഇപ്പൊ കയറി വന്നോട്ടെ. എക്സാമിന് എന്ത് ചെയ്യരുത്? കയറി വരരുത് കേട്ടോ. ഓക്കെ ഓക്കെ. ആക്സസ് 125 ഒക്കെ ആണല്ലേ? യെസ്, റെഡി ആണ്. ഓക്കെ, നിങ്ങളെ പേര് വായിക്കുമ്പോൾ നിങ്ങളുടെ യൂസർ ID കാണിക്കുന്നേ. അപ്പൊ എനിക്ക് പേര് അത്രത്തോളം മനസ്സിലാവണില്ല ആരൊക്കെയാന്നുള്ള കാര്യം. ഈ ചാപ്റ്റർ ഒന്ന് പറഞ്ഞുവിടാ, നമ്മൾ ഒരുമിച്ച് പഠിക്കും. ഒന്ന് പറഞ്ഞുവിടുന്നത് എനിക്ക് ചാപ്റ്റർ. ആക്ച്വലി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പറയുമ്പോൾ ഇന്റഗ്രൽസിന്റെ ബേസിക്സും അതേപോലെ +1 കോണി സെക്ഷൻസിന്റെ ബേസിക്സും അറിയുന്നവർക്ക് മാത്രമാണ് ഈ ചാപ്റ്ററിൽ പ്രോ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. സോ ഡോണ്ട് വറി, നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്ക് ഫോർമുലാസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി അല്ലേ? The area of the region enclosed by the curves y is equal to √x and the lines x equal to 0 and x equal to 4 and x-axis. ഇത് ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഒറ്റ കാര്യം കാണിച്ചു തരാം. ഈ y is equal to √x പറയുന്ന കേർവ് നമുക്ക് അറിയാത്ത കേർവാണ്. ഒറ്റ വഴിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? y equal to √x അല്ലേ? രണ്ട് ഭാഗത്ത് സ്ക്വയറിങ് ചെയ്തേ. ഇപ്പൊ y² എന്ന് വന്നു. √x സ്ക്വയർ എത്രയാ? x ആണ്. ഇപ്പൊ എന്താ? y² = x ആണ് കേർവിന്റെ പേര് ആണല്ലോ. നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് y² = 4ax, y² = -4ax, x² = 4ay,
x² മൈനസ് 4ay ഈ ഫോമൊക്കെ എന്താണ് പരാബോള ഫോംസ് മാത്രമാണ്. y² 4x ആണെങ്കിൽ പരാബോള റൈറ്റിലേക്ക് നിൽക്കും. y² മൈനസ് 4x ആണെങ്കിൽ പരാബോള ലെഫ്റ്റിലേക്ക് നോക്കിയിരിക്കും, വാ തുറന്നിരിക്കും. x² 4ay ആണെങ്കിൽ പരാബോളയുടെ വാ എങ്ങോട്ടേക്കാണ്? മേലോട്ടേക്കായിരിക്കും തുറക്കുക. x² മൈനസ് 4ay ആണെങ്കിൽ താഴോട്ടേക്ക് തുറക്കും. ഈ പോയിന്റ് 0 0 ആണ്. ഇത് എപ്പോഴും ഒറിജിൻ പോയിന്റ് ആണ്. പരാബോള വെർട്ടെക്സ് എന്താണ്? ഒറിജിൻ പോയിന്റ് ആണ്. ഇതാണ് എന്ത് വരിക? ഫിഗർ വരിക. ഇത് മനസ്സിലാക്കണം. ഇതറിഞ്ഞാൽ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ നമുക്ക്? ഇത് മനസ്സിലാക്കുക. റെഡി? നമുക്ക് നോക്കാം. ഇനി y² x പറയുമ്പോൾ എന്താ ശരിക്കും കൺസെപ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഐഡിയ ഉണ്ടാവില്ല. മെക്കാനിക്കലി ചെയ്യരുത്. y² 4x പറയുമ്പോൾ പരാബോള ഇതുപോലെ ഇരിക്കരുത്, കുറച്ച് ഭംഗിക്ക് വരക്കണം. എങ്ങനെ? ഇങ്ങനെയായിരിക്കും വരിക. y² 4x പരാബോള മിസ് കാണിച്ചല്ലോ. y² x ആണെങ്കിലും ഷേപ്പ് എന്താ വരിക? അപ്പോൾ ഇതുപോലെ ആയിരിക്കും. മനസ്സിലായി? x = 4 എന്ന് പറയുന്നുണ്ട്. അതെന്താ? എക്സ് ആക്സിസില് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. എക്സ് ആക്സിസില് 4 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് മക്കളെ ആര്? x = 4 എന്ന് പറയുന്നത്. ഓക്കെ, x = 0 എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ ഈ വൈ ആക്സിസ് ഇല്ലേ, ഈ വൈ ആക്സിസിന്റെ ഇക്വേഷൻ ആണ് ആര്? ആക്ച്വലി x = 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർ പറയുന്ന കാര്യം എന്താ? ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് എന്ന് പറയുമ്പം ഈ കാണുന്ന കർവ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ് ഇൻ ബിറ്റ്വീൻ x = 0 ആൻഡ് x = 4 ആൻഡ് ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഏരിയ ആയിരിക്കും ആവശ്യം ഉണ്ടാവുക? നിങ്ങൾ പറ, മേലത്തെ പോർഷനാണോ താഴത്തെ പോർഷനാണോ ആവശ്യം ഉണ്ടാവുക? നമ്മുടെ അടുത്ത് ആരും എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ക്വാർട്ടർ എന്നുള്ള കാര്യം പറയുന്നില്ല. പറയുന്നുണ്ടോ ഫസ്റ്റ് ക്വാർട്ടർ എന്നുള്ള കാര്യം? ഇല്ല. ഈ കാണുന്ന കർവും ഈ x = 0 x = 4 ഇടയിൽ ഉണ്ടാക്കുന്ന എക്സുമായി ഉണ്ടാക്കുന്ന ഏരിയ പറയുമ്പം ഏത് പോർഷനാ മക്കളെ വരിക? ഏത് പോർഷനാ വരിക? ഞങ്ങൾ ഷെയ്ഡ് ചെയ്ത് നോക്കുമ്പോഴില്ലേ ഈ കാണുന്ന പോർഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാ ആൻസർ വരിക. ആണോ? ആണോ? എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ഏരിയ പറയുമ്പോ എന്താ താഴോട്ടേക്ക് വരില്ലേ? മേലോട്ടേക്ക് മാത്രമേ വരുള്ളൂ? താഴോട്ടേക്ക് വരില്ല, മേലോട്ടേക്ക് മാത്രമേ വരുള്ളൂ. ആണോടാ? മേലോട്ടേക്ക് മാത്രമേ വരുള്ളൂ. ഫസ്റ്റ് ക്വാർട്ടറിന് ആരും പറയുന്നില്ല. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഏരിയ, ഈ രണ്ട് ലൈൻസിനും ഇടയിലുള്ള ഏരിയ, കേർവ് ഉണ്ടാക്കുന്ന ഏരിയ എന്നാ പറയുന്നത്. സോ മേലോട്ടേക്ക് മാത്രമേ വരുള്ളൂ. ഉറപ്പാണോ? ഫസ്റ്റ് ക്വാർട്ടറിനാണ് വരിക. ഉറപ്പിച്ചോ? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഓക്കെ, നമ്മൾ എന്താ ചെയ്യാ? ഫസ്റ്റ് ക്വാർട്ടറിനാണ് നമ്മൾ എന്താ ചെയ്യാ? ഈ കാണുന്ന പോയിന്റ് നമുക്കറിയാം നമ്മുടെ പരാബോളയുടെ വേർട്ടെക്സ് ആണ്. അത് എവിടെയുള്ളതാ? നമ്മുടെ ഒറിജിൻ പോയിന്റ് ആണ് 0 0. നമ്മൾ എപ്പോഴും ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം എക്സുമായി ഉണ്ടാക്കുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും. മിസ് പറയാം, അതിലേക്ക് മിസ് പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ ഏരിയ മിസ് എന്ത് ചെയ്യുന്നു? വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നു. വേർട്ടിക്കൽ സ്ട്രിപ്പിന്റെ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ y dx ആണ്. എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ഏരിയ ആണെങ്കിൽ ഇന്റഗ്രൽ y dx ആണ് ഇക്വേഷൻ. dx ആയതുകൊണ്ട് എക്സ് ലിമിറ്റ് മാത്രം കൊടുക്കുക ഇന്റഗ്രേഷന്. എക്സ് വാല്യൂ 0 നിന്ന് എക്സ് വാല്യൂ എങ്ങോട്ടേക്ക് പോവും? 4 പോവും. മിസ് പറയാൻ വെയിറ്റ് 0 to 4 കൊടുക്കുന്നു. y എന്താ? √x കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുക്ക്. 0 to 4 √x dx വരും. എടാ, √x എന്ന് പറഞ്ഞാലും അതിന് പകരം എനിക്ക് വേണമെങ്കിൽ x⁻² കൊടുത്താലും സെയിം ആണ് അല്ലേ? ഇന്റഗ്രൽ x⁻² എന്താ? x⁻² + 1 ഡിവൈഡ് ബൈ 1/2 + 1 ഫ്രം 0 to 4 ആണ്. 1/2 + 1 എന്താണ്? 3/2 ആണ്. അടിയിലും 3/2 ആണ്. ഫ്രം 0 to 4 വരും. 3/2 മക്കൾ എന്താ പുറത്തേക്ക് എടുക്കുമ്പം 2/3 വരും. പിന്നെ x⁻³ ഫ്രം 0 to 4 കൊടുക്കുക. എക്സിന് ആദ്യം 4 കൊടുക്കുക. ഇപ്പൊ 2/3 ഇൻറ്റു 4⁻³ മൈനസ് എന്താണ്? 0 കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ നമുക്ക് ഇത് വന്നു. ഇപ്പൊ 2/3 ഇൻറ്റു 4⁻³ വരെ നമുക്ക് ചെയ്യാൻ അറിയോടാ? ഇല്ല. നമുക്ക് മാറ്റി എഴുതാം. 4⁻1/2 ഓൾ ക്യൂബ് ചെയ്താലും x⁻m all⁻n പറയുമ്പം x⁻m × n ആണ്. സോ 1/2 ക്യൂബ് പറയുമ്പോ 3/2 തന്നെയാണ്, കുഴപ്പമില്ല. ഈ 4⁻1/2 ശരിക്കും ആരാണ്? √4 ആണ്. ഇപ്പൊ 2/3 ഇൻറ്റു √4 ഓൾ ക്യൂബ് എന്ന് കിട്ടും.
2/3 ഇൻറ്റു √4 എത്രയാ 2 ആണ്, 2 ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ 2/3 ഇൻറ്റു ഇത് എത്രയാ 8 ആണ് വരിക. 8 2 16/3 പറയുമ്പം ഓപ്ഷൻ എത്രയാ വരിക? ഓപ്ഷൻ സി എന്നെല്ലാവരും കമന്റ് ചെയ്യും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ? ശ്രദ്ധിക്കുക. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് എവിടെയും പറയുന്നില്ലല്ലോടാ. പറയുന്ന കാര്യം എന്താ? ഈ കാണുന്ന കേവ് ഈ രണ്ട് ലൈൻസിനും ഇടയിൽ ഉണ്ടാക്കുന്ന ഏരിയ, എക്സുമായി ഉണ്ടാക്കുന്ന ഏരിയ പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ശരിക്ക് താഴേക്ക് കൂടെ കയറി വന്നൂടെ? ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ വരുള്ളൂ? അല്ല, താഴത്തെ പോർഷൻ കൂടെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ ഏരിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മാത്രമേ ടോട്ടൽ ഏരിയ കിട്ടുള്ളൂ. അപ്പൊ 2 ഇൻറ്റു എന്ത് ചെയ്യണം? 16/3 വേണം. ഗൂഗിൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഗൂഗിൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാവണം നിർബന്ധമില്ല. 2 ഇൻറ്റു 16/3 പറയുമ്പം 32/3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. 32/3. സോ റെഡിയാണോ? കിട്ടിയോ? കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെഡിയാണ്, സെറ്റാണ്. സോ മൂവിങ് ടു നെക്സ്റ്റ് വലിയ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2022 CBSE ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് x² + y² = 4 ആണ്. ഇത് ആരുടെ ഇക്വേഷൻ ആണ്? സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. നമുക്കറിയാം x = √3y പറയുമ്പം അത് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ രണ്ട് കർവ്സും ഉണ്ടാക്കുന്ന ഏരിയ ആൻഡ് ദേ ആർ ലൈങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് x² + y² = 4 ആൻഡ് x = √3y ആൻഡ് x ആക്സിസ് ലൈങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ സൊല്യൂഷൻ ഉള്ളത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ മാത്രം മതി നമുക്ക്, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് വരക്കാം നമുക്ക്. അതായത് മക്കളെ, ഇത് വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. അപ്പൊ x² + y² = r² ആണ് സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ എന്താ ഇക്വേഷൻ? x² + y² = 4 ആണ്. അതായത് റേഡിയസ് ഓഫ് സർക്കിൾ പറയുമ്പം r² 4 ആണെങ്കിൽ r = √4 ആണ്, 2 എന്ന് കിട്ടും. അപ്പൊ തന്നെ മക്കൾ എന്ത് ചെയ്യാ? റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ എന്ത് ചെയ്യാ? കൊണ്ടുപോയിട്ട് വരക്കുക. കുഴപ്പമില്ലല്ലോ, വരക്കാൻ എല്ലാവർക്കും. അപ്പം ഇത്തരം സർക്കിൾ ആണെങ്കിൽ സെന്റർ എന്തായിരിക്കും? 0 0 ആയിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്, ഒരു ഡൗട്ടും ആർക്കും വരണ്ട. ഈ ഫോമിലാണ് ഇക്വേഷൻ എങ്കിൽ സെന്റർ വിൽ ബി 0,0. ഇത് എക്സ്, ഇത് വൈ. റേഡിയസ് 2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 2 ആണ്, ഇത് 2 ആണ്. സെന്ററിന് എങ്ങോട്ടൊക്കെ വരക്കുന്ന ലൈനിന്റെ ലെങ്ത്തും എന്തായിരിക്കും? 2 ആയിരിക്കും, റേഡിയസ് 2 ആണെങ്കിൽ. അപ്പൊ ഈ ലെങ്ത് 2 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പോയിന്റ് എന്തായിരിക്കും? 2,0 ആയിരിക്കും അല്ലേ? ഇത് 2 ആണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി 2,0, റൈറ്റ്? ഓക്കെ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് മൈക്കുവാണ്. ഓക്കെ അല്ലേ? അപ്പൊ 2,0 കിട്ടി. അടുത്ത കാര്യം എന്താ? x = √3y എന്ന് പറയുന്നുണ്ട്. x = √3y നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഇതിന്റെ പൊസിഷൻ എവിടെയാണ്? എങ്ങനെയാ മനസ്സിലാക്കുക? ഞാനില്ലേടാ, എക്സിനും വൈക്കും 0 കൊടുക്കുവാണെങ്കിൽ, x 0 ആണെങ്കിൽ എന്താ കിട്ടുക? ഇവിടെ y 0 ആണ്. അപ്പൊ x = √3y എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ആര്? 0 0 എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു എനിക്ക്. x = √3y എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? 0 0 എന്ന് പറയുന്ന നമ്മുടെ ഒറിജിൻ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് എന്താ അറിയാത്തെ? എനിക്ക് ഈ കാണുന്ന പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അറിയാൻ പറ്റൊരു കാര്യം, എന്റെ സർക്കിളും എന്റെ ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ആ കാണുന്ന പോയിന്റ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഞാൻ x² + y² = 4 പറയുന്ന സർക്കിളും x = √3y എന്ന് പറയുന്ന ഈ കാണുന്ന ലൈനും കൂടെ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാണ്? √3y കൊടുത്താൽ മതി. ആർക്ക് പകരം? എക്സിന് പകരം. അപ്പൊ √3y² + y² = 4 വരും. √3² 3 ആണ്, yന്റെ സ്ക്വയർ y² ആണ്, പ്ലസ് y² = 4. 3y² + y², 4y² എത്രയാണ്? 4 ആണ്. സോ y² = 4/4 1 വരും. y² 1 ആണെങ്കിൽ y = +or-1 വരും. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എന്തായാലും -1 വരില്ല, 1 ആയിരിക്കും വരും നമുക്കറിയാം. സോ y 1 ആണെങ്കിൽ x എന്താണ്? x = √3y അല്ലേ? അപ്പൊ x = √3 × 1 പറയുമ്പോൾ √3 എന്ന് കിട്ടും.
അപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ആ പോയിന്റ് എന്താണ് √3,1 എന്ന് മനസ്സിലായി കഴിഞ്ഞു. ആ പോയിന്റ് മിസ് എന്ത് ചെയ്തു, നേരെ താഴോട്ടേക്ക് ഇല്ലേടാ, നേരെ താഴോട്ടേക്ക് മിസ് എന്ത് ചെയ്തു, ഒരു ലൈൻ അങ്ങ് വരച്ചു. അപ്പൊ ഇതിന്റെ എക്സ് എന്താണോടാ അത് തന്നെയാണ് താഴെ വരുന്ന ഇത് എക്സ് വരിക അല്ലെ. പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന സമയത്ത്. അപ്പൊ ഇതെന്താണ് √3 ആയിരിക്കും. നമുക്ക് മനസ്സിലായി. നമുക്ക് എന്താ ആവശ്യം ആലോചിക്കുക. ഈ കാണുന്ന സർക്കിളും ഈ ലൈനും എക്സ് ആക്സിസുമായിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉണ്ടാക്കുന്ന ഏരിയ ആണ് ആവശ്യം. നോക്കിക്കേടാ, ഈ കാണുന്ന സർക്കിളും ഈ ലൈനും എക്സ് ആക്സിസുമായിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ടാക്കുന്ന ഏരിയ പറയുമ്പം ഇത്രയും പോർഷന്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കണ്ടുപിടിക്കാനുണ്ട്. ഇത്രയും പോർഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും പോർഷന്റെ ഏരിയ നമുക്ക് ആവശ്യമുണ്ട്. അവിടെയാണ് ഹൈലൈറ്റ്. മിസ് എന്ത് ചെയ്തു, ഈ പോർഷനെ 2 ഭാഗമാക്കി മാറ്റി. ഇതെന്താ മക്കളെ, എന്റെ ഒന്നാമത്തെ പോർഷനാണ്, ഇത് രണ്ടാമത്തെ പോർഷനാണ്. ആലോചിക്കുക, ഫസ്റ്റ് റീജിയൻ എന്ന് പറയുമ്പം ഇത് ഇത്രയും പോർഷൻ ഈ ലൈനിന്റെ താഴെയുള്ള ഏരിയ ആണ്, ഏരിയ അണ്ടർ ലൈൻ ആണ്. സെക്കൻഡ് പോർഷൻ പറയുമ്പം ഈ കർവിന്റെ താഴെയുള്ള ഏരിയ ആണ്, ഏരിയ അണ്ടർ സർക്കിൾ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഏരിയ പ്ലസ് ഈ ഏരിയ ആണ് ടോട്ടൽ ആ പോർഷന്റെ ഏരിയ കിട്ടുക. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ടോട്ടൽ ഏരിയ പറയുമ്പം ഏരിയ 1 പ്ലസ് ഏരിയ 2 അല്ലേ വരിക. അപ്പൊ ഏരിയ 1 മിസ് എന്ത് ചെയ്തു, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുവാണെങ്കിൽ ഇന്റഗ്രൽ y/dx വരും. രണ്ടാമത്തെ പോർഷനിൽ മിസ് എന്ത് ചെയ്തു, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുവാണെങ്കിൽ ഇന്റഗ്രൽ y/dx വരും. ഈ ഒന്നാമത്തെ ഏരിയ പറയുമ്പം ലൈൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ്, രണ്ടാമത്തെ ഏരിയ പറയുമ്പം സർക്കിൾ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. ഫസ്റ്റ് പോർഷൻ ലിമിറ്റ് എക്സ് വാല്യൂ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നത്, 0യിൽ നിന്ന് √3 പോകുന്നു, 0ന്ന് √3. സെക്കൻഡ് പോർഷൻ ഏരിയ പറയുമ്പം √3 എങ്ങോട്ട് പോകുന്നു, 2 പോകുന്നു. കൊടുക്കുക. ഓക്കെ, ലൈനിന്റെ y എന്ന് പറയുമ്പം y നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. x = √3y നമുക്കറിയാം. സോ y എന്താ പറയാ, y = x/√3 ആയിരിക്കും. സോ ലൈനിന്റെ വൈയും സർക്കിളിന്റെ വൈയും വ്യത്യാസമാണ്. 0 to √3 x/√3 dx വരും. പ്ലസ് ഇന്റഗ്രൽ √3 to 2. സർക്കിളിന്റെ വൈ എന്താണ് എടാ, സർക്കിളിന്റെ ഇക്വേഷൻ എന്താ, x² + y² = 4 ആണ്. സോ അവിടെ നിന്ന് നമ്മൾ എഴുതുവാണെങ്കിൽ y² = 4 - x² എന്ന് കിട്ടും. y എന്താടാ, √4 - x² എന്ന് കിട്ടും അല്ലേ. ആ കൊടുത്താൽ മതി. √4 - x² dx വരും. ഓക്കെ, ഈ √3 പുറത്തേക്ക് എടുക്കുമ്പം 1/√3 ഇൻറ്റു ഇന്റഗ്രൽ 0 to √3 x dx എന്ന് വരും. ഇവിടെ ആണെങ്കിലോ √3 to 2 വന്നു. ഈ 4ന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 2² എന്ന് കൊടുക്കാം. 2² - x² dx കൊടുക്കാം. നിങ്ങൾ ആലോചിക്കുക, ഇത് ആരാ ശരിക്ക്, ഇന്റഗ്രൽ √(a² - x² dx ഓർമ്മയുണ്ടോ? ഇത് ഓർമ്മയില്ലെങ്കിൽ എഴുതി വെക്കണം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ആവശ്യമുള്ള ഫോർമുലയാണ് x/2√(a² - x² + a²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. നമുക്ക് അത്രക്കും ആവശ്യമുള്ള കാര്യമാണ് ഇന്റഗ്രൽ √(a² - x² dxന്റെ ഫോർമുല. എന്താണ്, x/2√(a² - x² + a²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ് ഫോർമുല വരിക. കൊടുക്കാം നമുക്ക്. ഇവിടെ a² പകരം 2² മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇപ്പുറത്തെ ഭാഗം ചെയ്യാം. 1/√3 ഇൻറ്റു ഇന്റഗ്രൽ x എന്ന് പറയുമ്പം അത് x²/2 ആണ്. ലിമിറ്റ് 0 to √3 വരും. ഇപ്പുറത്താണെങ്കിലോ x/2 √(2² - x² പ്ലസ് എന്ത് വരും, 2²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ്. a² 2² പറയുമ്പോൾ a2 വരും. ലിമിറ്റ് √3 മുതൽ 2 വരെ. ഓക്കെ അല്ലേ. ഈ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ പറയാ, 1/√3 പിന്നെന്താണ് 1/2 x² ഫ്രം എന്താണ് 0 to √3 വരും. ഓക്കെ അല്ലേ. പിന്നെന്താ പറയുക, നമുക്ക് ഇവിടെ കൊടുക്കുമ്പം നമുക്ക് എക്സിന് ആദ്യം 2 കൊടുക്കാം. അപ്പൊ 2/2 ഇൻറ്റു √(2² - 2² പ്ലസ് 2²/2 പറയുമ്പോൾ 4/2 ആണ്, 2 വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 2/2 വരും. സെക്കൻഡ് ലിമിറ്റ് √3 കൊടുക്കുമ്പം √3/2 √(2² - √3² എത്രയാ, 3 ആണ്. പ്ലസ് 2²/2 പറയുമ്പോൾ 4/2 2 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 വരും.
ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ മാത്രമേ കഷ്ടപ്പാടുള്ളൂ, വേറെ കഷ്ടപ്പാടൊന്നുമില്ല. സോ എന്താ പറയുക, 1/2√3. എക്സിന് ആദ്യം എന്ത് കൊടുക്കുക, √3 കൊടുക്കുക. അപ്പൊ √3² കിട്ടും. അതായത് √3 × √3. സെക്കൻഡ് ലിമിറ്റ് 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ എന്തായി, ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി. 2 × sin inverse of 2/2 പറയുമ്പം sin inverse of 1 ആണ്. സൈൻ എപ്പോഴാണ് 1 ആവുക, sin π/2 ആവുന്ന സമയത്ത് π/2 മൈനസ് എന്ത് വരും, √3/2 × √4 - 1 പറയുമ്പം 4 - 3 പറയുമ്പം 1 ആണ്. √1 1 ആണ്, നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. 2 × sin inverse of √3/2. സൈൻ എപ്പോഴാണ് മക്കളെ √3/2 വരിക, sin π/3 ആണ് √3/2. √3/2 π/2 π/3 ആണ് അല്ലെ. സൈൻ π/3 ആണ് √3/2 വരിക. √3 എന്തായി പോയി, കട്ടായി പോയി. അപ്പൊ √3/2 മാത്രം അവിടെ ഉണ്ടായിരിക്കുക. പിന്നെ എന്താ ഉണ്ടാവുക നമുക്ക്, ഈ 2ഉം കട്ടായി പോയി, പൈ മാത്രം. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് -√3/2 ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, -2π/3 കാണുന്നുണ്ട്. ഒന്നെല്ലാം കൂടി ഒരുമിച്ച് എഴുതുവാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞു നമുക്ക് ആൻസർ. √3/2 + π -√3/2 -2π/3 എന്ന് കിട്ടി. ഇതും കട്ടായി പോവും. പൈ -2π/3 പറയുന്ന സമയത്ത് എത്ര വരിക, എന്താ വരിക, 3π - 2π/3 വരും. ദ ആൻസർ ഈസ് π/3 ആണ് വരിക. യെസ്, എന്താ അവസ്ഥ മിസ്, ഇതെന്താണ്, ഇതെന്തുവാ ഇതൊന്നല്ലേ ഡാർവിൻ, ഇതെന്താണ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ. ഇന്റഗ്രൽസ്, യെസ് വെരി ഗുഡ് മേഹ, വെരി ഗുഡ്. അതായത് ഇന്റഗ്രൽസിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇത് എവിടെ പഠിക്കുന്ന കാര്യമാണ്, ഇന്റഗ്രൽസ് ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാമെന്ന് തോന്നുന്നു അല്ലെ. നല്ല ക്വസ്റ്റ്യൻ ആണ്, മിസ്സാക്കരുത്. കുറച്ച് കാൽക്കുലേഷൻ കാണാൻ നിങ്ങൾക്ക് മടിയല്ല ചെയ്യാനായിട്ട്, എനിക്കറിയാം. ഇതുപോലത്തെ കുറച്ച് അധികം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയാണ്. പണ്ടിലെ ഇന്റഗ്രൽസ് ക്ലാസ്സിൽ എനിക്ക് ഭയങ്കര മടിയുള്ള ടാസ്ക് ഇതായിരുന്നു. പിന്നെ ചെയ്താണ് എനിക്ക് ഇഷ്ടം വന്നു തുടങ്ങിയത്. അതുപോലെ നിങ്ങൾ ചെയ്തത് ഇഷ്ടം വരുത്തി കൊണ്ടുവരിക. കാരണം ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് ലഭിക്കുള്ളൂ, നമുക്ക് അറിയാലോ അല്ലേ. ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, ക്ഷമ വേണമെന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലേ. ക്ഷമ ഉണ്ടെങ്കിൽ എല്ലാം പറ്റൂലേ നമുക്ക്, പറ്റില്ലേടാ, പറ്റൂട്ടോ, പറ്റണം. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം നമുക്ക്. എടാ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നിങ്ങൾ ഈ ലെവൽ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻസ് മടി കാണിക്കല്ലേ, മടിമാരാവരുത്. നമ്മള് സമയം എടുത്ത് നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്. സോ റെഡി അല്ലേ? അത് 4 മാർക്കിന്റെ ക്വസ്റ്റിലേക്ക് വരികയാണ്. 2022 ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ 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 നിങ്ങൾ ഇങ്ങനെ നടന്നോ, മേഘ മൊത്തം ആൻസറും പറഞ്ഞ് നടക്കുവാണ് കേട്ടോ. മൊത്തം ആൻസറും പറഞ്ഞ് π/3 നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനെങ്കിലും ആൻസർ പറയും. എല്ലാ ക്വസ്റ്റ്യനും ഈ ലെവലായിരിക്കും. നല്ല രീതിയിൽ കാൽക്കുലേഷൻ വരും. നിങ്ങൾ സമയം എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ആ സ്റ്റെപ്പ് എത്തുമ്പോൾ മാത്രം നിങ്ങൾ സ്റ്റക്കായി നിൽക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കണം. അപ്പൊ യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് x - y + 1 = 0 ആണ്, x - 2 ആണ്, x 3 ആണ്, ആൻഡ് x ആക്സസ്. ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ ആണ് എനിക്ക് ആവശ്യമുള്ളത്. മക്കളെ, എല്ലാ ക്വസ്റ്റ്യനും നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ മിസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേ ലെവൽ എക്സ്പെക്ട് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം, എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആവശ്യം നോക്കിക്കേ. ഇതാര് പറയുന്നുണ്ട്, ഇത് ലൈനാന്ന് പറയുന്നുണ്ട്. എന്ത്, x - y + 1 = 0 എന്ന് പറയുന്നത് ലൈനാന്നുള്ള കാര്യം അവർ നമ്മളെടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് x = -2 പറയുന്നുണ്ട്, x 3 പറയുന്നുണ്ട്. വാട്ട് എവർ നമുക്കൊന്ന് വൃത്തിക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം x ആക്സസും y ആക്സസും ഭംഗിയായിട്ട് വരക്കുക. ഓക്കെ അല്ലേ? എടാ, x - y + 1 0 ആണെങ്കിൽ x - y എന്താ പറയാ, 1 അപ്പുറം പോകുമ്പോ -1. ഓക്കെ, നമുക്ക് പോയിന്റ്സ് ആവശ്യമുണ്ടല്ലോ. എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് 0 0 പോയിന്റ് ആണ്, അറിയാം, ഒറിജിൻ പോയിന്റ്. x 0 ആണെങ്കിൽ y എന്താ പറയാ, -y = -1, y = 1 വരും. ഇനി y 0 ആണെങ്കിലോ x എന്താ പറയാ, -1. പോയിന്റ്സ് ആയതോ? അപ്പൊ ഏതൊക്കെ പോയിന്റ്, 0 1 ഇവിടെ എഴുതി കാണിക്കുവാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 1, ഇത് 2, ഇത് -1, ഇത് -2. 1 0 പറഞ്ഞ പോയിന്റ് ഏതാ വരിക, സോറി 0 1 പറഞ്ഞ പോയിന്റ് ഈ പോയിന്റ് y ആക്സിലെ പോയിന്റ് ആണ്.
-1 0 പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിലെ പോയിന്റ് ആണ്. രണ്ട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് എന്ത് കിട്ടി? അപ്പൊ തന്നെ ലൈൻ കിട്ടിയില്ലേ? ലൈനിന്റെ പേരെന്താ? എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. അടുത്ത കാര്യം എന്താ? എക്സ് ഈക്വൽ ടു -2 പറയുന്നുണ്ട്, എക്സ് ഈക്വൽ ടു 3 പറയുന്നുണ്ട്. എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിലെ -2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് എക്സ് ഈക്വൽ ടു എന്ത്? -2 എന്ന് പറയുന്ന ഈ ലൈന്. എക്സ് ഈക്വൽ ടു -2. ഇതെന്താ ഇങ്ങനെ കളിക്കണേ? ഓക്കെ, എക്സ് ഈക്വൽ ടു ഇതെന്താ പിടിച്ചു പോയോ? എക്സ് ഈക്വൽ ടു -2. അടുത്തത് എക്സ് ഈക്വൽ ടു 3 പറയുമ്പോൾ എന്താണ്? എക്സ് ആക്സിസിലെ 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഇതുപോലത്തെ സ്ട്രെയിറ്റ് ലൈൻ ആണ് മക്കളെ ആര്? എക്സ് ഈക്വൽ ടു 3 പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ഈ കാണുന്ന ലൈന് എക്സ് മൈനസ് വൈ പ്ലസ് 1 0 പറഞ്ഞ ലൈന് ഈ രണ്ട് ലൈൻസിനും ഇടയിൽ ഉണ്ടാക്കുന്ന, അതും എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ഏരിയ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് ആരെ ആവശ്യം? ഈ കാണുന്ന പോർഷന്റെ ഏരിയയും ഈ കാണുന്ന പോർഷൻ ഏരിയയുമാണ് മക്കൾക്ക് ആവശ്യം. ഇതാണ് ടോട്ടൽ ഏരിയ. ഓക്കെ, മനസ്സിലായി കഴിഞ്ഞല്ലോ? ഈ പോർഷന്റെ ഏരിയ എനിക്ക് ആവശ്യമുണ്ട്. ഈ പോർഷന്റെ ഏരിയ പ്ലസ് എന്താണ്? ഇപ്പുറത്തെ ഈ പോർഷന്റെ ഏരിയ. ഇത് രണ്ടുമാണ് എനിക്ക് ആവശ്യമുള്ള ഏരിയ എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ അല്ലേ നമുക്ക്? അപ്പൊ നമുക്ക് ചെയ്യാം. രണ്ട് ഭാഗത്ത് രണ്ട് ഏരിയ ഉണ്ട്. ഇതിന് മിസ് വിളിക്കാം, ഒന്ന് വിളിക്കാം. ഇത് രണ്ടാമത്തെ റീജിയൻ. ഇപ്പൊ ടോട്ടൽ ഏരിയ പറയുമ്പോൾ എന്താണ്? റീജിയൻ 1 പ്ലസ് റീജിയൻ 2 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏരിയ പറയുന്ന ആളെപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? പക്ഷെ നമ്മൾ നോക്കുമ്പോഴില്ലേ, ഇത് എക്സ് ആക്സിന് താഴെയുള്ള പോർഷൻ ആണ്. ആ ഏരിയ എന്താവാൻ ചാൻസ് ഉണ്ട്? അപ്പോ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ എക്സ് ആക്സിന് താഴെ ഒരു പോർഷൻ വരുമ്പം ഏരിയ നെഗറ്റീവ് വരുവാണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം? ആ ഫസ്റ്റ് പോർഷനിൽ മാത്രം മോഡുലസ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. റീജിയൻ 1 മാത്രം എന്ത് കൊടുക്കുക? നിങ്ങൾ മോഡുലസ് കൊടുക്കുക. രണ്ട് ഭാഗത്തും വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുക. അപ്പൊ ഇന്റഗ്രൽ വൈ ഡി എക്സ് വരും. ഇവിടെയും ഇന്റഗ്രൽ വൈ ഡി എക്സ് വരും. ഇവിടെ മോഡുലസ് നിർബന്ധം. ഫസ്റ്റ് പോർഷൻ പറയുമ്പോൾ എക്സ് വാല്യൂ -2 -1 കൊടുക്കുക. സെക്കൻഡ് പോർഷൻ പറയുമ്പോൾ എക്സ് വാല്യൂ -1 3 കൊടുക്കുക. 3 ആണ്. നമുക്കറിയാം ലൈനിന്റെ വൈ എന്താണ്? എടാ എക്സ് മൈനസ് വൈ പ്ലസ് 1 0 ആണെങ്കിൽ വൈ എന്താ വരിക? -y അപ്പുറം പോകുമ്പം +y ആവും. എക്സ് പ്ലസ് 1 y എന്ന് കിട്ടും. അവിടെ നിന്ന് y കിട്ടുമല്ലോ. y കൊടുത്തോ? ഇനി മോഡുലസ് ഓഫ് -2 to -1 എക്സ് പ്ലസ് 1 dx പ്ലസ് -1 to 3 എക്സ് പ്ലസ് 1 dx. ക്ഷമയോട് ചെയ്ത് ആൻസർ പറഞ്ഞു. നിങ്ങൾ ക്ഷമയോട് നിങ്ങൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ തമാശ കളിക്കുകയാണല്ലേ അവിടെ? എടാ ആൻസർ പറയടാ. എന്താ പറയുക? സ്വന്തമായിട്ട് ചെയ്തേ. ഞാൻ ചെയ്യുമ്പോൾ നല്ല രസമാണ്. സ്വന്തമായിട്ട് ചെയ്താൽ കിട്ടണം നിങ്ങൾക്ക് ആൻസർ. സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വേണ്ടത് കേട്ടോ. എന്താ വരിക? നിങ്ങൾ പറയടാ. എന്താണ് വരിക? സെറ്റ് ആണ്. പറയൂ പറയൂ പറയൂ. എന്താണ് വരിക? കമോൺ. ഇന്റഗ്രൽ -2 to -1 എക്സ് പ്ലസ് 1 dx ആണെങ്കിൽ ഇന്റഗ്രൽ എക്സ് dx എന്താടാ? x²/2 നമുക്കറിയാം. ഇന്റഗ്രൽ 1 dx എന്താണ്? എക്സ് അറിയാം. ലിമിറ്റ് മാറിപ്പോവരുത്. -2 to -1 കൊടുക്കുക. ഇവിടെ എന്താ? സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് x²/2 പ്ലസ് എക്സ് തന്നെയാണ്. ലിമിറ്റിൽ മാത്രമേ എന്തുള്ളൂ? വ്യത്യാസമുള്ളൂ. ഇവിടെ എന്ത് കൊടുക്കുക? മോഡുലസ് കൊടുക്കുക. റെഡി ആണോ? സോ എന്ത് കൊടുക്കുക? ഫസ്റ്റ് -1 കൊടുക്കുക ലിമിറ്റ് ആയിട്ട്. പിന്നെ എന്ത് കൊടുക്കുക? -2 കൊടുക്കുക. സോ മോഡുലസ് ഓഫ് എക്സിന് -1 ആണെങ്കിൽ -1²/2 ആണ്. ഇറ്റ് ഈസ് 1/2. 1 ആണെങ്കിൽ -1. സെക്കൻഡ് ലിമിറ്റ് -2 കൊടുക്കുമ്പം -2²/2 പറയുമ്പം ഇറ്റ് ഈസ് 4/2 ആണ്. 2 വരും. ഇവിടെ കൊടുക്കുമ്പം -2. ഓക്കെ അല്ലേ? ഇവിടെ വരുമ്പം എക്സിന് 3 കൊടുക്കുക. 3²/2 പറയുമ്പോൾ 9/2 പ്ലസ് 3 വരും. സെക്കൻഡ് ലിമിറ്റ് -1 ആണെങ്കിൽ -1²/2 1/2 -1. ഇവിടെ എന്തായി പോവും? 2 - 2 0 ആയി പോവും. 1/2 -1 എത്രയാ? -1/2 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് -1/2 മാത്രമേ കാണുള്ളൂ. സെക്കൻഡാ, പെൻസിലിന്റെ ചാർജ് പോയി. ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണോ മക്കളെ? ആൻസർ 17/2
ആണോ? 15/2 പറയുന്നുണ്ട്, 17/2 പറയുന്നുണ്ട്. ഏതാ റൈറ്റ് ആൻസർ വരിക? ഞങ്ങൾ പറയേ, ഏതാണ് റൈറ്റ് ആൻസർ വരിക എന്ന് പറഞ്ഞേ മക്കൾ, പറഞ്ഞേടാ. റൈറ്റ് ആൻസർ ഏതായിരിക്കും? ബാക്കി എടുത്തിട്ടെ മിസ്. 1/2 -1 പറയുമ്പോൾ ഇറ്റ് ഇസ് -1/2 ആണ്. സോ മോഡ്ലെസ് ഓഫ് -1/2. 9/2 + 3 പറയുമ്പോൾ എത്രയാണ്? 9 + 6/2 ആണ്. -1/2 - 1 എത്രയാ? -1/2 ആണ്. സോ മൈനസ് ഓഫ് -1/2. മോഡ്ലെസ് ഓഫ് -1/2 പറയുമ്പോൾ +1/2. ഇത് എത്രയാ? 15/2 ആണ്. 2 മൈനസ് പ്ലസ് ആവും, ഒരു 1/2. 1/2 + 1/2 + 15/2 പറയുമ്പോൾ 15 1 16 1 17/2. 17/2 അല്ല റൈറ്റ് ആൻസർ. മേഹ 15/2 ആണോ? അതെന്താ നിങ്ങൾക്ക് 15/2 കിട്ടിയത്? നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞോടാ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് മോഡ്ലെസ് നിർബന്ധം മിസ് പറഞ്ഞില്ലേ? ഈ പോർഷന്റെ ഏരിയ പറയുമ്പം മോഡ്ലെസ് എടുക്കണം, ബിക്കോസ് എക്സ് ആക്സിന് താഴെയുള്ള പോർഷൻ ആണ്. ഓക്കെ, 15/2 അല്ല പ്രണവേ, 17/2 ആ റൈറ്റ് ആൻസർ. മോഡ്ലെസ് എടുത്ത് കാണില്ല. മോഡ്ലെസ് ഇസ് കമ്പൽസറി ഗൈസ്. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ ആണോ? 17/2 ഇസ് റൈറ്റ് ആൻസർ ഗൈസ്. ഓക്കെ, പോവാം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക്. നെക്സ്റ്റ് വൺ പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നത്? നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് വരാം. Find the area of the region bounded by the curves x² = y, y = x + 2 and x-axis using integration. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? x² = y പറയുമ്പോൾ ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഒരു പരാബോള ഇക്വേഷൻ ആണ്. സോ നമ്മൾ മനസ്സിലാക്കുന്നു x² = 4ay ഫോമിലാണ് പരാബോള ഇക്വേഷൻ എങ്കിൽ എങ്ങനെ ഷേപ്പ് വരിക? മേലോട്ടേക്ക് നോക്കുന്ന പരാബോളയാണ് വരിക. മേലോട്ടേക്ക് നോക്കുന്ന പരാബോള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഗ്രാഫ് വരക്കുന്നു. x² = y പറയുമ്പം x² = 4ay പോലുള്ള ഗ്രാഫാണ് നമുക്കറിയാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒന്ന് വരച്ച് കാണിക്കുന്നു. ഓക്കെ അല്ലേ? ഷേപ്പ് പറയാൻ മനസ്സിലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ. x² = 4ay പറയുമ്പോൾ മേലോട്ടേക്ക്, -4ay പറയുമ്പോൾ താഴോട്ടേക്ക്. അപ്പൊ ഇവിടെ എന്താ വരിക? x² y പറയുമ്പോൾ x² 4ay പോലെയാണ്. അപ്പൊ റൈറ്റിലേക്ക് എന്ത് ചെയ്യാ? വരച്ച് വെക്കുക. അടുത്ത കാര്യം നമുക്ക് എന്ത് ചെയ്യണം? y = x + 2 വരക്കണം. അതെന്താണ്? ലൈനിന്റെ ഇക്വേഷൻ ആണ് അല്ലെ? y = x + 2 പറയുമ്പോൾ ലൈനിന്റെ ഇക്വേഷൻ ആണ്. മക്കൾ എന്ത് ചെയ്യുക? പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ലൈൻ വരക്കുക. y = x + 2 പറയുമ്പോൾ y = x + 2. എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. x0 പറയുമ്പോൾ y 2 ആണ്. y 0 ആണെങ്കിൽ x എന്താണ്? -2 ആണ്. സോ മാർക്ക് ചെയ്യുവാണെങ്കിൽ 0 2 പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മാർക്ക് ചെയ്യാം. 2 അല്ലേ? 0 2 ഇത് 0 ആണെങ്കിൽ -2 0 പറഞ്ഞ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം -2. ഓക്കെ, 2 പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്യുക? യോജിപ്പിച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. അപ്പൊ എന്ത് കൊടുക്കുക? പേര് കൊടുക്കുക. എന്താ പേര്? y = x + 2 ആണ്. ക്ലിയർ അല്ലേ? നമുക്കിനി ആവശ്യമുള്ളത് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ഏരിയ ആണ്. ആരൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ? ഈ കാണുന്ന കർവും ഈ ലൈനും എക്സുമായി ഉണ്ടാക്കുന്ന ഏരിയ പറയുമ്പോൾ ഈ കാണുന്ന പോർഷൻ ഏരിയ നമുക്ക് ആവശ്യമുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത് മാത്രം ഷെയ്ഡ് ചെയ്യുക. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ കാണുന്ന പോർഷന്റെ ഏരിയ മാത്രം നമുക്ക് മതി. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്കില്ലേ ഈ പോയിന്റ് അറിയണം. ഏത് പോയിന്റ്? മിസ് മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റ് അറിയണം. അതായത് ഈ പോയിന്റ് നിന്ന് നേരെ മിസ് താഴോട്ടേക്ക് വരക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഒരു പോർഷൻ, ഇത് രണ്ടാമത്തെ പോർഷൻ. ഇതിൽ ഇത്രയും പോർഷൻ ഈ ലൈനിന്റെ താഴെ ഏരിയയും ബാക്കിയുള്ള അത്രയും പോർഷൻ ഈ കാണുന്ന പരാബോളയുടെ അണ്ടറുള്ള ഏരിയയുമാണ്. രണ്ടും സെപ്പറേറ്റ് ഏരിയ ആണ്. രണ്ടും മക്കൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി സം ചെയ്യണം. അപ്പം ടോട്ടൽ എന്ത് കിട്ടും? ഏരിയ കിട്ടും. രണ്ട് ഏരിയയും എന്ത് ചെയ്യുക? സെപ്പറേറ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്യുക, സം ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടിക്കോളും. സോ നമുക്ക് എന്താ ആവശ്യം? ആ പോയിന്റ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ കയ്യിൽ y = x + 2 പറയുന്ന ഈ കാണുന്ന ലൈനിന്റെ ഇക്വേഷൻ ഉണ്ട്. അതേപോലെ x² = y എന്ന് പറയുന്ന ഈ കാണുന്ന പരാബോള ഇക്വേഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് സോൾവ് ചെയ്യാം? ഒന്നുകിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന വൈക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കുക? x² കൊടുക്കാം. അപ്പൊ എന്ത് വരും? x² = x + 2 എന്ന് വരും. ഇത് സോൾവ് ചെയ്യാം. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? എക്സിന്റെ വാല്യൂ മക്കൾക്ക് -1 എന്ന് കിട്ടും. ഓക്കെ, എക്സിന്റെ വാല്യൂ
-1 എന്ന് കിട്ടും. അത് വേണേൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എക്സിന് -1 കൊടുക്കുവാണെങ്കിൽ -1² 1, -1 + 2 1, രണ്ട് സെയിം അല്ലേ? അപ്പൊ എക്സ് -1 ഓക്കെയാണ്. വേണമെങ്കിൽ സോൾവ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ എക്സ് വാല്യൂ വരിക -1 ആണ്, വൈ വാല്യൂ എത്രയോ വരും. അത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യം എക്സ് വാല്യൂ മാത്രല്ലേ. നേരെ മക്കൾ എന്ത് താഴോട്ടൊക്കെ വരക്കുക. ഇവിടുത്തെ എക്സ് വാല്യൂ എന്താണോടാ അത് തന്നെയാണ് താഴത്ത് എന്ത് വരിക, എക്സ് വാല്യൂ വരിക. സോ -1. യെസ്, ഷുവർ ആയിട്ട് മേഹ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം മനസ്സിലായില്ലേ? ഇപ്പൊ ടോട്ടൽ ഏരിയ പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, റീജിയൻ 1ന്റെ ഏരിയ പ്ലേസ് റീജിയൻ 2ന്റെ ഏരിയ എടുക്കുക. ഫസ്റ്റ് പോർഷനിൽ വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുക, ഇനികൾ y/dx. സെക്കൻഡ് പോർഷൻ ഇനികൾ y/dx. ഫസ്റ്റ് പോർഷൻ ലിമിറ്റ് -2 മുതൽ 1 വരെയല്ല, -2 മുതൽ -1 വരെ. സെക്കൻഡ് പോർഷൻ ലിമിറ്റ് -1 to 0 വരെ. ആൻഡ് y എന്താ ഇവിടെ, y is equal to x + 2 ആണെന്ന് നമുക്കറിയാം. അതായത് ഫസ്റ്റ് പോർഷന്റെ y പറയുമ്പം ലൈനിന്റെ വൈയും, സെക്കൻഡ് പോർഷന്റെ y പറയുമ്പം ആ കാണുന്ന കേർവിന്റെ വൈയുമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ പറ, ലൈനിന്റെ y പറയുമ്പം വൈക്ക് പകരം x + 2 കൊടുക്കാം. ആൻഡ് കേർവിന്റെ y എന്ന് പറയുമ്പോൾ എത്രയാണ്, വൈക്ക് പകരം x² കൊടുക്കണം അല്ലെ, dx. അപ്പൊ ഇതിന്റെ x + 2 dx എന്ന് പറയുമ്പം x² / 2 + 2x ആണ്. ലിമിറ്റ് -2 to -1 കൊടുക്കുക. ഇവിടെ x² dx എന്ന് പറയുമ്പോൾ എന്താണ്, x³ / 3 ആണ്. ലിമിറ്റ് -1 to 0 എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഫസ്റ്റ് ലിമിറ്റ് എന്ന് കൊടുക്കുക -1. സോ -1² / 2 പറയുമ്പം 1/2. പിന്നെ ഇവിടെ എന്താണ്, 2 × -1 -2 കൊടുത്തു. സെക്കൻഡ് ലിമിറ്റ് ആണെങ്കിലും എന്താ വരിക, -2² / 2 4/2 2 ആണ്. പ്ലസ് 2 × -2 -4. ഇവിടെ ഈ 3 പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ 1/3 വരും. എക്സിന് കൊടുക്കുമ്പം 0 ആണെങ്കിൽ 0³ 0 വരും. മൈനസ് എന്താണ്, -1 കൊടുക്കുമ്പം -1 3 എന്ന് വരും. ഓക്കെ, 1/2 -2 ഉണ്ട്. ഇവിടെ 2 - 4 എത്രയാ മക്കളെ, -2 ആണ്. ഓക്കെ, 2 - 4 പറയുമ്പോൾ എത്രയാണ്, -2 ആണ്. -2ന്റെ പുറത്തൊരു മൈനസ് ഉള്ളത് കൊണ്ട് +2 ആയിട്ട് മാറും. ഓക്കെ അല്ലെ? 1/3 × -1ന്റെ ക്യൂബ് -1 ആണ്. -1 പറയുമ്പോൾ +1 ആയിട്ട് മാറും. സോ 1/3 മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് കട്ടായി പോവും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ്, -2 +2 കട്ടായി പോയി. നമുക്ക് എന്താണ്, 1/2 + 1/3. എടാ മിസ് എപ്പോഴും ലൈൻ പ്ലസ് കർവ് ആണ്. ഓക്കെ, ലൈൻ പ്ലസ് കർവ് ആണ് എപ്പോഴും ചോദിക്കാറ് കേട്ടോ. ഒന്നുകിൽ സർക്കിളും ലൈനും ചോദിക്കും, അല്ലെങ്കിൽ എന്താണ്, ലൈനും പരാബോളയും ചോദിക്കും. അങ്ങനെ രണ്ടും വരാറുണ്ട്, രണ്ടും കണ്ടല്ലോ ഇപ്പൊ. ഓക്കെ അല്ലേ? സോ -2. സോ പെൻസിലിന്റെ ചാർജ് തീർന്നു ഗൈസ്. ഒറ്റ സെക്കൻഡ് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് പറഞ്ഞേ മക്കളെ, ആൻസർ പറഞ്ഞേ. അപ്പോഴേക്ക് പെൻസിൽ ചാർജ് ആവട്ടെ. എത്രയാണ് ആൻസർ, 5/6 കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? എന്താ അവസ്ഥ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയോ ക്ലിയോ ക്ലിയോ? ഇനി ടൈപ്പ് ആവശ്യമില്ലല്ലോ. സർക്കിളും ലൈനും അറിയാം, പരാബോളയും ലൈനും അറിയാം. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കും എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കിടക്കാച്ച ക്വസ്റ്റിലേക്ക് പോയാലോ. ആൻസർ കിട്ടിയോ? അത് മതി. ഇപ്പൊ ചാർജായി, ആൻസർ ഒക്കെ കിട്ടി, അത് മതി നമുക്ക്. ഓക്കെ, ഇതില് -2 + 2 കട്ടാവും. 1/2 + 1/3 പറയുമ്പം 3 × 1 + 2 × 1 3 + 2/6 പറയുമ്പം 5/6 ആയിരിക്കും ടോട്ടൽ ആൻസർ വരിക. ക്ലിയർ ആണ്? സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലിപ്സ് എന്താണ്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് x² / 9 + y² / 4 = 1 ആണ്. 2025 CBSE ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലേറ്റസ്റ്റ് ആണ്, സിമ്പിൾ ആണ്. എന്താ മനസ്സിലാക്കേണ്ടത്? 2 ടൈപ്പ് എന്തുണ്ട് മക്കളെ, എലിപ്സ് ഉണ്ട്. അതായത് ഒന്നുകിൽ എലിപ്സിന്റെ ഇക്വേഷൻ ഇതുപോലെയായിരിക്കും, x² / a² + y² / b² = 1 ആയിരിക്കും. ആണെങ്കിലോ x² / b² + y² / a² = 1 ആയിരിക്കും. ഈ എലിപ്സ് എവിടെ ഉണ്ടാവുക? എക്സ് ആക്സിസിൽ. ഈ എലിപ്സ് ആണെങ്കിലോ y ആക്സിസിൽ. അപ്പൊ എങ്ങനെയാണ് ഗ്രാഫ് വരിക? ഇതുപോലെയാണ് ഷേപ്പ് വരിക. ഇവിടെ ആണെങ്കിലോ ഷേപ്പ് എങ്ങനെ വരിക? y ആക്സിസിലായിരിക്കും എലിപ്സ് കാണുക. സോ മനസ്സിലാക്കുക, ഇത് x, ഇത് y,
ഇത് എക്സ്, ഇത് വൈ. ദിസ് പോയിന്റ് വിൽ ബി എ കോമ 0. ദിസ് പോയിന്റ് മൈനസ് എ കോമ 0. ഇത് 0 ബിയും ഇത് 0 മൈനസ് ബിയും ഇത് 0 0. ഇതാണെങ്കിലോ ബി 0 ആൻഡ് ഇത് മൈനസ് ബി 0. ഇത് 0 എ, ഇത് 0 മൈനസ് എ. ഈ രണ്ട് കാര്യം പഠിക്കുവാണെങ്കിൽ ബാക്കി സെറ്റാണ്. ഇതെന്താണ്? +1 കോണി സെക്ഷൻസ്. ഇതിങ്ങനെ പഠിച്ചു വെച്ചോ, മറക്കില്ല. സെറ്റാണോ? റെഡി ആണോ? സോ നമ്മൾ ഇതിലേക്ക് വരികയാണ്. ഇത് ഏത് ഇക്വേഷനാണ് ആദ്യം മനസ്സിലാക്കണം. ഏത് ആക്സിസിലെ എലിപ്സ് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ 9 ആണോ 4 ആണോ വലുത്? 9 അല്ലേ വലുത്. അതായത് എക്സിന്റെ താഴെയുള്ള ആളാണ് വലിയ ആള്. അങ്ങനെ വരുവാണെങ്കിൽ ആരുടെ ഡിനോമിനേറ്റർ ആണോ വലുത് ആ ആക്സിസിലായിരിക്കും എലിപ്സ് ഉണ്ടായിരിക്കുക. അപ്പം എവിടെ എലിപ്സ് ഉണ്ടായിരിക്കുക? എക്സ് ആക്സിസിലാണ് എലിപ്സ് ഉണ്ടായിരിക്കുക. എക്സ് ആക്സിസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് വരക്കുന്നു. നല്ല ഭംഗിയായിട്ട് എക്സ് ആക്സിൽ എലിപ്സ് വരച്ച് കാണിക്കുന്നു. ഇത് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? ഈ ഒരു ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. x² + a² + y² / b² = 1 കമ്പയർ ചെയ്യാം. a² സ്ഥാനത്ത് ആരാണ്? 9 ആണ്. ആൻഡ് എന്റെ സ്ഥാനത്ത് അപ്പം എന്താ പറയാ? √9 വരുമ്പം +or-3 വരും. ഈ പോയിന്റ് a, 0ഉം ഈ പോയിന്റ് -a, 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് 3, 0ഉം ഇത് -3, 0ഉം കിട്ടിക്കഴിഞ്ഞു. ഇത് മതി നമുക്ക്. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ബാക്കി നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് ഈ കാണുന്ന എലിപ്സിന്റെ ടോട്ടൽ ഏരിയ ആണ് ആവശ്യമുള്ളത്. അതായത് ഇത് കവർ ചെയ്യുന്ന ടോട്ടൽ ഏരിയ പറയുമ്പോൾ നമുക്കിത് ഈ മൊത്തം പോർഷന്റെ ഏരിയ ആവശ്യമുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എലിപ്സ് ഇല്ലേടാ സിമെട്രിക് ആണ്. ആരെ വെച്ച് നോക്കുമ്പം എക്സ് വൈ ആക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എലിപ്സ് എന്താണ്? സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ 4 പോർഷന്റെ ഏരിയ എന്താണ്? ഒരേപോലത്തെ ഏരിയ ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പോർഷന്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവസാനം എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ മാത്രം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഏരിയ കിട്ടും. വെരി ഗുഡ്. × 4 ചെയ്യാന്നല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു മിസ്? ഫസ്റ്റ് ക്വാഡ്രന്റ് പോയിട്ട് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നു. അപ്പൊ ഏരിയ എന്ന് പറയുമ്പം എന്താ ഇക്വേഷൻ വരിക? ഇന്റഗ്രൽ y/dx വരും. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. എക്സ് വാല്യൂ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോവും? ഇത് ഒറിജിൻ പോയിന്റ് ആണ്. അപ്പൊ എക്സ് വാല്യൂ 0യിൽ നിന്ന് 3യിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. y നമുക്കറിയോടാ? ഇല്ല. പക്ഷെ എലിപ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. x² / 9 + y² / 4 = 1 ആണ്. ഇയാളെ മക്കള് അപ്പുറത്ത് കൊണ്ടുപോവുക. y² / 4 = എന്ത് വരും? 1 - x² / 9 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പം 9 - x² / 9 വരും. y² എന്താ പറയാ? 4 അപ്പുറം പോകുമ്പം 4/9 × 9 - x² വരും. y ആണെങ്കിലോ √4 2 ആണ്. √9 3 ആണ്. √9 - x² വരും. എടാ 2/3 × √9 - x² പകരം നമുക്ക് വേണമെങ്കിൽ √3² - x² എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ബാക്കി ചെയ്തോട്ടെ. ഇപ്പൊ 0 to 3 വന്നു. വൈക്ക് പകരം 2/3 √3² - x² dx ആണ്. അപ്പോഴേക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ആൻസർ 8 ആണോ വരിക? ആലോചിച്ചിട്ട് പറഞ്ഞേ. 2/3 പുറത്തേക്ക് എടുക്കുക. 2/3 ഇന്റഗ്രൽ 0 to 3 ആണ്. √3² - x² dx ആണ്. 2/3 പുറത്തുണ്ട്. ഇത് ആര്? ആക്ച്വലി ഇന്റഗ്രൽ √a² - x² dx ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്താ പറയാ? x/2 √a² - x² + a²/2 sin ഇൻവേഴ്സ് ഓഫ് x/a വരും. ലിമിറ്റ് ആണെങ്കിലോ 0 മുതൽ 3 വരെ വരും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആൻസർ വരിക പറഞ്ഞേ. 2/3 × എക്സിന് ആദ്യം 3 കൊടുക്കുക. അപ്പൊ 3/2 എന്താണ്? a² പകരം എന്ത് കൊടുക്കുക നിങ്ങൾ? 3². ഇവിടെ a² പകരം 3². എക്ക് പകരം 3 കൊടുക്കുക. എന്നിട്ട് പറയാ x/2 × എന്ന് പറയുമ്പോൾ 3/2 × √3² - 3² പറയുമ്പം 9/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/3 പറയുമ്പം 3/3 വന്നു. സെക്കൻഡ് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 0 അല്ലേ? കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെന്തായി പോയി? ഇവര് 0 ആയി പോയി. 2/3 × 9/2 × സൈൻ ഇൻവേഴ്സ് ഓഫ് 3/3 പറയുമ്പം കട്ടായി പോയിട്ട് 1 കിട്ടും.
എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 കിട്ടും. ഈ 2 കട്ടായി പോയി. ഇപ്പം 9/3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 പറയുമ്പം π/2 ആണ്. നമുക്ക് എന്താ കിട്ടുക? 9π/6 കിട്ടും. ഇതൊരു ക്വാഡ്രന്റിന്റെ ഏരിയ മാത്രമാണ്. ഇപ്പൊ ടോട്ടൽ ഏരിയ പറയുമ്പോൾ യെസ് ഷുവർ ആയിട്ടും പ്രോപ്പർട്ടി യൂസ് ചെയ്തല്ലോ മിസ്. എന്താണ് ഒരു ക്വാഡ്രന്റ് ഏരിയ പറയുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ 9π/6 ഇൻറ്റു 4 വരുമ്പോൾ എത്രയാ വരിക മക്കളെ? വരിക 36π/6 വരും. 6 × 6 36. 6π സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ വരുന്നുണ്ടാവുക. 12π ആണോ വരിക? 6π അല്ലേ വരിക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 6π ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഒരു ഫയർ എമോജി ഇട്ടേ മക്കളെ എല്ലാവരും. ഇതുവരെ ഓക്കെ ആണ്, ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഫയർ എമോജി ഇടുക എല്ലാവരും. ഇതുവരെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഫയർ എമോജി ഇടുക. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. റെഡി ആണ്? ഓക്കെ ആണ്? കിട്ടുന്നില്ലേ മക്കളെ ചെയ്യാനായിട്ട്? ചെയ്യാൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? സെറ്റ് അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? യെസ്. The area of the shaded region bounded by the curves y square equal to x, x equal to 4 and x axis is given by. കറക്റ്റ് കിട്ടിയത് വെട്ടിക്കളഞ്ഞു എന്നോ? എന്ത് പറ്റിയാളോ നിനക്ക്? സോ ആൻസർ പറഞ്ഞേ മക്കളെ, ഓപ്ഷൻ പറഞ്ഞേ. ഓക്കെ പ്രണവ്, കെയർലെസ് മിസ്റ്റേക്ക് കിട്ടിയോ? ഓക്കെ, കെയർലെസ് ആയിട്ട് നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്ക് വരുത്താറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അത്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ മക്കളെ, എന്താണ് ആൻസർ വരിക? ഇത് നിങ്ങളൊന്നും വരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കി മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫിഗർ നോക്കുക പറയാം. വേറെ വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കാണുന്ന പോർഷന്റെ ഏരിയ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യുക. യെസ്, അമർജിത്ത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആൻസർ പറഞ്ഞു കഴിഞ്ഞു, വെരി ഗുഡ്. എന്താ വരിക മക്കളെ? ഈ കാണുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ മക്കൾ പറയുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ പറയുമ്പം ഞാൻ ഒരു ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുന്നു? എക്സുമായിട്ടുള്ള ഏരിയ ആണ് എനിക്ക് ആവശ്യം. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. അപ്പൊ എക്സുമായിട്ടുള്ള ഏരിയ ആവശ്യമുണ്ട്. സോ എനിക്കറിയാം ഒരു വേർട്ടിക്കൽ സ്ട്രിപ്പ് എന്ത് ചെയ്യാം? ഇവിടെ എടുക്കാം. അപ്പൊ എന്താ പറയുക? ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈ ഡി എക്സ് വരും. ഡി എക്സ് ആകുമ്പോൾ എന്താ കൊടുക്കുക? എക്സ് ലിമിറ്റ് ആണ്. എക്സ് ലിമിറ്റ് ഇവിടെ 0 പറഞ്ഞ പോയിന്റ് ആണ്. ഇവിടെ 4 ആണ്. 0യിൽ നിന്ന് 4ലേക്കാണ് എക്സ് വാല്യൂ മൂവ് ചെയ്യുന്നത്. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ് എന്ത് കർവിന്റെ പേര്. സോ വൈ എന്താ പറയുക? റൂട്ട് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ 0 to 4 വൈക്ക് പകരം റൂട്ട് എക്സ് ഡി എക്സ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇതെന്താണ്? 2025 CBSE ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. CBSE ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, സെറ്റ് ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? ഇത് എപ്പോ ചെയ്തു നമ്മള്? ഈ ക്ലാസ്സിലോ? ഉണ്ടാവില്ലല്ലോ. ഇത് നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ മാത്രം മതിയടാ, മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് MCQ അല്ലേടാ? MCQ അല്ലേ? ഇപ്പൊ MCQ ആകുമ്പോൾ ഓപ്ഷൻ മാത്രം കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the area of the region bounded by the curve y square equal to 4x and the line x equal to 4a is 256/3 square unit ആണെങ്കിൽ then using integration find the value of a ആണ് ക്വസ്റ്റ്യൻ. where a is greater than 0 എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ചെയ്തിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ഈ ക്ലാസ്സിൽ അഗ്നി ബാച്ചിലല്ലേ? അഗ്നി ചെയ്ത് കാണൂടാ. അഗ്നിയിൽ മിസ് ഒരുപാട് ക്വസ്റ്റ്യൻ കാണിപ്പിച്ചതല്ലേ. ഇപ്പൊ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം? വൈ സ്ക്വയർ ഈക്വൽ ടു 4x ആണെങ്കിൽ പരാബോള എങ്ങോട്ടേക്ക് നോക്കി നിൽക്കും? റൈറ്റിലേക്ക് നോക്കി നിൽക്കുന്ന പരാബോളയായിരിക്കും, ഉറപ്പാണ്. എക്സ് ഈക്വൽ ടു 4a പറയുമ്പോൾ എന്താണ്? ഈ 4a എന്ന് പറയുന്ന ഈ കാണുന്ന പോയിന്റിലൂടെ എക്സ് ആക്സിൽ കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് എക്സ് ഈക്വൽ ടു 4a. ഇതെന്താ? 0 0. ഇതെന്താണ് കർവിന്റെ പേര്? വൈ സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പൊ നിങ്ങൾ പറയേണ്ട കാര്യമില്ലടാ. ഈ പോയിന്റ് എന്ന് പറഞ്ഞേ, ഈ പോയിന്റ് എന്താ വരിക എന്ന് പറഞ്ഞു? എനിക്കറിയാം എക്സ് ഈക്വൽ ടു 4a എന്ന് പറയുന്ന ലൈനും വൈ സ്ക്വയർ ഈക്വൽ ടു 4xും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ആര്? ഈ കാണുന്ന പോയിന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്നതില് നമുക്ക് വേണമെങ്കിൽ ആർക്ക് എന്ത് കൊടുക്കാം?
ഈ എക്സിന് പകരം 4a കൊടുക്കാം. സോ വൈ സ്ക്വയർ ഈക്വൽ ടു 4a ഇൻറ്റു 4a വരും. വൈ സ്ക്വയർ ഈക്വൽ ടു 16a² എന്ന് വരും. വൈ എന്താ പറയുക, റൂട്ട് ഓഫ് 16a² ആണ്. റൂട്ട് ഓഫ് 16 എന്ന് പറയുമ്പോൾ 4 വരും. റൂട്ട് ഓഫ് a² a വരും. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ഈ പോയിന്റ് എന്താണ്, വൈ 4a ആണെന്ന് മനസ്സിലായി. എക്സ് ഈക്വൽ ടു 4a ആണെന്ന് ഓൾറെഡി അറിയാലോ. അപ്പോൾ എക്സ് 4aയും വൈയും 4a ആണ്. മനസ്സിലായല്ലോ, എക്സും വൈയും 4a ആണെന്ന് മനസ്സിലായി ഈ പോയിന്റിൽ. ഇത് മതി എനിക്ക് ആവശ്യം എന്താ, ആക്ച്വലി ഈ കാണുന്ന ടോട്ടൽ പോർഷന്റെ ഏരിയ ആണ് എനിക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഏരിയ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ മക്കളെ? ഇല്ല. ഏരിയ ഓഫ് ദ റീജിയൻ എന്താണ്, ഇവിടെ ഗിവൺ ആണ്. 256/3 എന്ന് ഏരിയ ഗിവൺ ആണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എഴുതിക്കോ, ഏരിയ ഇസ് ഈക്വൽ ടു 256/3 എന്ന് ഗിവൺ ആണ്. ഈ കാണുന്ന പോർഷന്റെ ഏരിയ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഫിഗറിന്റെ ഏരിയ കിട്ടുക. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ പറയുമ്പോൾ ഇന്റഗ്രൽ വൈ ഡി എക്സ് ആണെങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുക. ഫസ്റ്റ് പോർഷൻ പറയുമ്പോൾ എക്സ് വാല്യൂ 0യിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു, 4aയിലേക്ക് പോകുന്നു. ഏരിയ എത്ര എന്നാ പറയുന്നത്, 256/3 എന്ന് പറയുന്നുണ്ട്. വൈ പറയും എന്താണ്, വൈ സ്ക്വയർ ഈക്വൽ ടു 4ax അല്ലേ. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ വൈ പറയുമ്പം റൂട്ട് ഓഫ് 4 2, റൂട്ട് ഓഫ് a റൂട്ട് a, റൂട്ട് ഓഫ് x റൂട്ട് x ആണ്. അപ്പം വൈ പറയും എന്താണ്, റൂട്ട് 4a 2 റൂട്ട് a റൂട്ട് x dx, അതാണ് 256/3 വരിക. ഓക്കെ ആണ്, നമുക്ക് ഇത്രയും ഓക്കെ ആണോ? ടോപ്പ് പോർഷൻ മാത്രമല്ല, എയുടെ വാല്യൂ 0 വലുതെന്നല്ലേ പറയുന്നത്, അല്ലാതെ ഈ ഏരിയ മേലെ മാത്രം എവിടെയും പറയുന്നില്ലല്ലോടാ. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ടോട്ടൽ പോർഷൻ എടുക്കണ്ടേ മേഘ നമുക്ക്, അല്ലേ? നോക്കുക നിങ്ങൾ, ഈ 2 പുറത്തേക്ക് പോവുക, റൂട്ട് എയും പുറത്തേക്ക് പോവുക, ബിക്കോസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഇപ്പൊ 2 × 2 4 വന്നു, റൂട്ട് എ വന്നു, 4a. റൂട്ട് എക്സ് പറയുമ്പോൾ ശരിക്കും ആരാണ്, x⁻²² ആണ് dx, 256/3 വരും. 4 റൂട്ട് എ പറയുമ്പോൾ എന്താണ്, 4 റൂട്ട് എ എന്ന് കൊടുത്തോ അല്ലേ. ഇന്റഗ്രൽ x⁻² പറയുമ്പം x⁻² 1/2 + 1 / 1/2 + 1 ആണ്. ഇറ്റ് ഈക്വൽ ടു എന്ത് വരും, 256/3 കിട്ടും അല്ലേ മക്കളെ. സോ എന്താ വരിക, 4 റൂട്ട് എ x⁻³ / 3/2 ഈക്വൽ ടു 256/3 എന്ന് വരും. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു, ഈ 4 അപ്പുറം കൊണ്ട് പോവാണേ. ഇപ്പൊ റൂട്ട് എ ഇൻറ്റു 3/2 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് 2/3 ആയിട്ട് വരും. x⁻³ ഉണ്ട്, 4 അപ്പുറം പോകുമ്പം 256/3 × 4 വരും. 4 × 64 ആണ് എന്ത്, 256 വരിക ആണല്ലോ. ഇത്രയും നമുക്ക് ഓക്കെ അല്ലേ. ഇപ്പുറത്ത് നോക്കിക്കേ, റൂട്ട് എ ഇൻറ്റു 2/3 ഇൻറ്റു x⁻³ ഇസ് ഈക്വൽ ടു 64/3 വന്നു. ഈ 3യും മിസ് എന്ത് ചെയ്തു, കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എന്ത് വന്നു ഇവിടെ, റൂട്ട് എ പറയുമ്പോൾ ആരാ ശരിക്ക്, a⁻² ആണ്. കൂടെ എന്തുണ്ട്, ഒരു 2 കാണുന്നുണ്ട്. നമുക്ക് 2 എന്ത് ചെയ്യാം, അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ x⁻³ ഇവിടെ ഉണ്ട്. ഈ കാണുന്ന 2 ഞാൻ അപ്പുറം കൊണ്ടുപോകുമ്പം 64 എന്ത് വരും, 2 വരും. അത് എത്രയാ, 32 ആണ്. പിന്നെ നമുക്ക് ആവശ്യം എന്താണ്, a⁻² ഇൻറ്റു x⁻³ ഈക്വൽ ടു 64/2 ആണ്. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് മറന്നു പോകരുത് കേട്ടോ. ഇവിടെ എന്തുണ്ട്, x⁻³ ലിമിറ്റ് ഇല്ലേടാ. ലിമിറ്റ് എന്താണ്, 0 to 4 ആണ്. ആ ലിമിറ്റ് മറന്നു പോകരുത്. നിങ്ങൾ 4 മാത്രം കൊടുക്കുക, 0 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ 4 മാത്രം കൊടുത്താൽ മതി. അപ്പം a⁻² ഇൻറ്റു 4 കൊടുക്കുമ്പോൾ എന്താ വരിക, 4⁻³ വരും അല്ലേ. അപ്പൊ a⁻² ഇൻറ്റു ഇതെങ്ങനെ ചെയ്യാം, നമുക്ക് 4⁻² ഹോൾ ക്യൂബ് എന്ന് എഴുതി മാറ്റാം. ഈക്വൽ ടു 32 ആണ്. അപ്പൊ a⁻² ഇൻറ്റു 4⁻² വരുമ്പോൾ റൂട്ട് 4 ആണ്. റൂട്ട് 4 ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 32 എന്ന് വരും. റൂട്ട് 4ന്റെ കേസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ മക്കളെ, റൂട്ട് 4ന്റെ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എടാ 4 അല്ലല്ലോ, 4a ആണോടാ. ഓക്കെ 4a ആണല്ലേ, മിസ്റ്റേക്ക് ഉണ്ട്, 4a ആണ്. മിസ് 4 മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇവിടെ 4a ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം,
ഇങ്ങനെ വരില്ല. എന്താ ചെയ്യുക, എക്സിന് പകരം 4a ആണ് കൊടുക്കേണ്ടത്. 4a⁻³ ആണ്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം 4⁻³ ഇൻറ്റു a⁻³ എന്ന് വരും. ഓക്കെ, മിസ്സായി പോരുത്. അപ്പം എന്താണ്, കുറച്ച് അധികം ആൾക്കാരുണ്ട്. a⁻² ഉണ്ട്, a⁻³ ഉണ്ട്. 4⁻³ പറയുമ്പോൾ 4⁻1/2 ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം, ബേസ് സെയിം ആയതുകൊണ്ട്. അപ്പൊ a⁻1/2 പ്ലസ് 3/2 വരും. 4⁻1/2 √4 ആണ്. ക്യൂബ് എടുക്കുമ്പോൾ √4ന്റെ ക്യൂബ് എത്രയാ, 2³ 8 ആണ്, ഈക്വൽ ടു 32. 1/2 പ്ലസ് 3/2 പറയുമ്പോൾ എത്രയാണ്, 4/2 ആണ്. അപ്പൊ a⁻4/2 ഈക്വൽ ടു 8 അപ്പുറം പോകുമ്പം 32/8 വരും. ഈക്വൽ ടു എത്രയാണ്, 4 ആണ്. ഇത് എത്രയാ, a² ആണ്. a² 4 ആണെങ്കിൽ a എത്ര വരിക, √4 ആണ്. പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. അവിടെ നമ്മൾ യൂസ് ചെയ്യണം മേഹ, എന്ത് യൂസ് ചെയ്യണം മേഹ, എയുടെ വാല്യൂ പറയുമ്പം സീറോണേക്കാൾ വലിയ വാല്യൂ അല്ലേ പറയുന്നത്. സീറോണേക്കാൾ വലിയ വാല്യൂ പറയുമ്പോൾ a ഷുഡ് ബി പോസിറ്റീവ്. അതുകൊണ്ട് നെഗറ്റീവ് പറ്റില്ല, പോസിറ്റീവ് മാത്രം അപ്ലൈ ചെയ്യാം. a = 2 ആയിരിക്കും എന്ത്, റൈറ്റ് ആൻസർ. കിട്ടിയോ ആൻസർ? ഗുഡ് ഗുഡ് ഗുഡ്, സൂപ്പർ. റെഡി ആണോ? ഓക്കെ ആണോ? സോ മക്കളെ, നമുക്കിനി പഠിക്കാനുള്ളത് ഏതാണ്, നമുക്കിനി LPP കൂടെ ബാക്കിയുണ്ട് അല്ലേ. LPP ബാക്കിയുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ബ്രേക്ക് തരാം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. 9:17 ആയിട്ടുണ്ട്. 5 നമുക്കൊരു 9:08 ആയിട്ടുണ്ട് അല്ലേ. 9:15 നമുക്ക് എന്ത് ചെയ്യാം, LPP സ്റ്റാർട്ട് ചെയ്യാം. LPP ആകെ എത്രയാണ് മക്കളെ, നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തീരും. ഓക്കെ, മിസ് ഒന്ന് വെള്ളം കുടിച്ച് വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു ബ്രേക്ക് എടുക്കുക, നിങ്ങൾ വെള്ളം കുടിച്ച് വരിക. ഓക്കെ ഓക്കെ, റെഡി അല്ലേ മക്കളെ? മിസ് ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. 9:08 ആയിട്ടുള്ളൂ അല്ലേ, മനസ്സിലായി. 9:15 വരെ നിങ്ങൾ ബ്രേക്ക് എടുക്കുക, അങ്ങോട്ട് ഓടി വരിക. LPP ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുന്നു, 5 6 ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വെള്ളം കുടിച്ച് വരാം കേട്ടോ. ഓക്കെ,
സോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. സോ നമ്മൾ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? LPP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാം. ഓക്കെ, റെഡി ആണോ? സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് റെഡി ആണോ? എല്ലാവരും ബ്രേക്ക് എടുക്കാൻ പോയിട്ട് ആ വഴിക്ക് പോയോന്ന് എനിക്കറിയില്ല. യെസ്, അമ്മ ചെയ്ത് ഓക്കെ ആണോ? യെസ്, ഓഡിബിൾ ആണോ? എന്താണ് അവസ്ഥ? റെഡി അല്ലേ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് LPP. യെസ് യെസ് ഗൈസ്, റെഡി ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? യെസ്. സോ ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ദ കോർണർ പോയിന്റ്സ് ഓഫ് എ ഫീസിബിൾ റീജിയൻ ഇൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ LPP ആർ എന്താണ് പറയുന്നത്? 272, 1520 and 4015. If z is equal to 18x plus 9y be the objective function, then option A, B, C, D. അതായത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ മക്കളെ? നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമുക്ക് എന്തുണ്ടായിരിക്കും, ഫീസിബിൾ റീജിയൻ കാണും. അത് ചിലപ്പം ബൗണ്ടഡ് റീജിയൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അൺബൗണ്ടഡ് റീജിയൻ ആയിരിക്കും. അത് എന്ത് റീജിയൻ ആയിക്കോട്ടെ മക്കൾ എന്ത് ചെയ്യുക, ആ റീജിയൻ ചുറ്റുമുള്ള കോർണർ പോയിന്റ്സ് എന്ത് ചെയ്യണം, ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. LPPന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോബ്ലം സോൾവിങ്ങിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എപ്പോഴും ആവശ്യമാണ്. ഇത് MCQ ആയതുകൊണ്ട് മാത്രമാണ് ഗ്രാഫിന്റെ ആവശ്യമില്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഫീസിബിൾ റീജിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ആ കോർണർ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആ കോർണർ പോയിന്റിലായിരിക്കും ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂയോ അല്ലെങ്കിൽ മിനിമം വാല്യൂയോ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കോർണർ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഓരോ പോയിന്റും ഈ ഫംഗ്ഷനിൽ കൊടുത്തു നോക്കുക. എപ്പോഴാണോ ഈ സെറ്റിന് വലിയ വാല്യൂ വരുന്നത് അത് മാക്സിമം വാല്യൂ, എപ്പോഴാണോ സെറ്റിന് ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് അതെന്താണ്, മിനിമം വാല്യൂമായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് സെറ്റിന്റെ വാല്യൂസ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഈ 4 കോർണർ പോയിന്റ്സും ഇല്ല, 3 കോർണർ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഈ 3 കോർണർ പോയിന്റ്സ് മാത്രം സെറ്റിൽ കൊടുക്കുക, വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, റെഡി ആണോ? ഫൈൻഡ് ഔട്ട് ചെയ്തേ. ഓപ്ഷൻ സി ആണോ അമജിത്? സി ആണോ ചോദിക്കരുത്, സി ആണെന്ന് പറയണം, ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ, നല്ലോണം ശ്രദ്ധിക്കട്ടാ. നമ്മുടെ കയ്യിൽ കോർണർ പോയിന്റ്സ് ഉള്ളത് 272 ഉണ്ട്, 1520 പറയുന്ന പോയിന്റ് ഉണ്ട്, 4015 പറയുന്ന പോയിന്റ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആരാണ്? 18x plus 9y ആണ്. ഫസ്റ്റ് പോയിന്റ് സെറ്റിൽ കൊടുക്കുന്ന സമയത്ത് സെറ്റിന്റെ വാല്യൂ എത്ര വരിക? 18 into 2 plus 9 into 72 ആണ്. 36 plus 72 to 9 പറയുമ്പോൾ 684 ആണ് സെറ്റ് വാല്യൂ വരിക. നെക്സ്റ്റ് 1520 പറയുന്ന പോയിന്റ് അപ്ലൈ ചെയ്യുമ്പം 18 into 15 plus 9 into 20 പറയുമ്പം 450 ആണ് സെറ്റ് വാല്യൂ വരിക. നെക്സ്റ്റ് സെറ്റ് വാല്യൂ പറയുമ്പം 18 into 40 plus 9 into 15 പറയുമ്പം 855 ആണ് അടുത്ത വാല്യൂ വരിക അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സെറ്റ് വാല്യൂ. അപ്പൊ നമുക്ക് ആവശ്യം മാക്സിമം വാല്യൂ പറയുമ്പോൾ എത്രയാണ്? കൂട്ടത്തിലെ വലിയ വാല്യൂ ഏതാണ്? 855 ആണ്. ഒക്കറുന്ന പോയിന്റ് 4015 ആണ്. മനസ്സിലാക്കുക, സെറ്റ് ഇസ് മാക്സിമം അറ്റ് 4015. അങ്ങനെയുള്ള 2 ഓപ്ഷൻ മക്കൾ കാണുന്നുണ്ട്. കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് C or D ആണ് വരുന്നത്, മനസ്സിലായി. ഇനി മിനിമം വാല്യൂ എവിടെയാണ് പറയുന്നത്? ഏറ്റവും ചെറിയ വാല്യൂ പറയുമ്പോൾ 450 ആണ്. ഒക്കേഴ്സ് ദ പോയിന്റ് 15,20 ആണ്. ഏത്? മിനിമം വാല്യൂ ആണ് 450. പോയിന്റ് ഏതാ? 1520 ആണ്. സോ മിനിമം അറ്റ് 1520. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ക്വസ്റ്റിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കുക. സോൾവ് ദ LPP ഗ്രാഫിക്കലി, മാക്സിമൈസ് z is equal to 4x plus y. കൺസ്ട്രെയിൻസ് ഉണ്ട്, അതായത് 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് മക്കൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ കാണുന്ന ഫംഗ്ഷൻ മാക്സിമൈസ് എന്ന് പറയുമ്പം ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ 2 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്, അതുകൂടാതെ മൂന്നാമത്തെ ഇൻഇക്വാലിറ്റികൾ കാണുന്നുണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? എക്സും വൈയും സീറോനേക്കാൾ വലിയ വാല്യൂ എന്ന് പറയുമ്പം എക്സും വൈയും പോസിറ്റീവ് എന്നല്ലേ മീനിങ്. എക്സും വൈ ഇവിടെ പോസിറ്റീവ് ആവുക, ഒന്നാമത്തെ ക്വാഡ്രന്റിൽ മാത്രമാണ് എക്സും വൈയും ഒരുപോലെ പോസിറ്റീവ് ആവുക. അതായത് നമ്മുടെ സൊല്യൂഷൻ ഉള്ളത്, നമ്മുടെ ഫീസിബിൾ റീജിയൻ ഉള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ കാണുന്ന 3ഉം 4ഉം ഇൻഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന റീസൺ. എക്സ് വൈയും എന്താണ്, സീറോനേക്കാൾ വലിയ വാല്യൂസ് ആയിരിക്കും. ബാക്കി 2 ഇൻഇക്വാലിറ്റി ഇല്ലേ, നമ്മൾ എന്ത് ചെയ്ത് ആദ്യം എടുത്ത് എഴുതി വെക്കുക. ഒന്ന് x plus y less than equal to 50 ഉണ്ട്, ഇപ്പുറത്ത്
3x പ്ലസ് വൈ ലെസ് ദാൻ ഇക്വൽ 90 ഉണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഇക്വാലിറ്റി സിമ്പിൾ മാറ്റുക, ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 വന്നു. ഇവിടെ 3x പ്ലസ് വൈ ഈക്വൽ ടു 90 വന്നു. ഗ്രാഫിക്കലി കാണിക്കണമെങ്കിൽ നമുക്ക് ഗ്രാഫിൽ വരച്ച് കാണിക്കണം. സോ പോയിന്റ്സ് ആവശ്യമുണ്ട്. പോയിന്റ്സ് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. എക്സ് വൈ, എക്സ് 0 ആണെങ്കിൽ വൈ 50 ആണ്, വൈ 0 ആണെങ്കിൽ എക്സ് 50 ആണ്. ഇപ്പൊ 2 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ആണെങ്കിലോ എക്സും വൈയും പറയുമ്പം എക്സ് 0 ആണെങ്കിൽ വൈ 90, വൈ 0 ആണെങ്കിൽ 3x 90, എക്സ് എന്താ 90/3 പറയുമ്പോൾ 30 വരും. ഓക്കെ, പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് വരക്കുന്നു. ഗ്രാഫ് നല്ല ഭംഗിയിൽ എന്ത് ചെയ്യുക, വരക്കുക. ബിക്കോസ് ഗ്രാഫിന് എന്തുണ്ടാവും, മാർക്ക് ഉണ്ടായിരിക്കും. ഇത് എക്സ് വൈ ആണ്. ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യണ മിസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന വാല്യൂസ് നോക്കണേ. 10, 20, 30, 40, 50, 60, 70, 80, 90. ഇവിടെ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. സോ ഫസ്റ്റ് പോയിന്റ് പറയുമ്പം 0, 50 ആണ്, മാർക്ക് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് 50, 0 ആണ്, മാർക്ക് ചെയ്യുന്നു. 2 പോയിന്റ് മക്കൾ എന്ത് ചെയ്യുന്നു, കൂട്ടി യോജിപ്പിക്കുന്നു. ആ യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പേര് കൊടുക്കുന്നു. എന്താണ്, എക്സ് പ്ലസ് വൈ 50 പറയുന്ന പേര് കൊടുക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്, 0, 90 പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ് 30,0 പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 2 കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. പേര് കൊടുക്കുക. എന്താണ്, 3x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 എന്ന് കൊടുക്കുക. നമുക്കിനി എന്താ ആവശ്യം, സൊല്യൂഷൻ ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, റെഫറൻസ് പോയിന്റ് ആയിട്ട് 0, എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുക. 0, പറയുമ്പോൾ എന്താണ്, ഒറിജിൻ പോയിന്റ് ആണ്. ഇത് വെച്ച് നമ്മൾ പറയുവാണ് ഈ കാണുന്ന ലൈനിന്റെ സൊല്യൂഷൻ ചിലപ്പോൾ എന്തായിരിക്കും, താഴോട്ടേക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇതിന്റെ മേലോട്ടേക്കായിരിക്കും. അതായത് ലൈനിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ ലൈനിന്റെ മേലോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ആ ലൈനിന്റെ താഴോട്ടേക്കായിരിക്കും. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക എങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് റെഫറൻസ് എടുക്കുക. 0, പറഞ്ഞ പോയിന്റോ ഏതെങ്കിലും ഒരു പോയിന്റ് മക്കൾ റെഫറൻസ് എടുക്കുക. അതിന്റെ റീജിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാ ചെയ്യേണ്ടത്. സോ മിസ് എപ്പോഴും എടുക്കാറ് എന്താണ്, 0, പറഞ്ഞ പോയിന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, 0, പറഞ്ഞ പോയിന്റ് ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പം എന്ത് സംഭവിക്കും, 0 പ്ലസ് 0 ലെസ് ദാൻ ഈക്വൽ ടു 50 വരും. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ സ്റ്റേറ്റ്മെന്റ്, 50 അല്ലേ വലുത്, ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതൊക്കെ മനസ്സിലായി. അതായത് എക്സ് പ്ലസ് വൈ 50 എന്ന് പറയുന്ന ഈ ലൈനിന്റെ സൊല്യൂഷൻ 0, എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന റീജിയൻ ആണ്. വിച്ച് മീൻസ് ഇതിന്റെ ഈ ഭാഗത്തേക്കായിരിക്കും സൊല്യൂഷൻ വരിക, ഈ ഭാഗത്തേക്ക് അല്ല. അതായത് 0, ഉൾപ്പെടുന്ന റീജിയൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഭാഗത്തേക്കായിരിക്കും സൊല്യൂഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, രണ്ടാമത്തെ ലൈനിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയും 0, പറഞ്ഞ പോയിന്റ് അപ്ലൈ ചെയ്യുന്നു. 3 × 0 പ്ലസ് 0 ലെസ് ദാൻ ഈക്വൽ 90 പറയുമ്പം അതും എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അവ നോക്കുമ്പം ഈ ബ്ലൂ ലൈനിനെ സംബന്ധിച്ച് 0, ഉൾപ്പെടുന്ന റീജിയൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും എന്ത് ചെയ്യുക, സൊല്യൂഷൻ വരുന്നുണ്ടാവുക. അത് മക്കൾ എന്ത് ചെയ്യുന്നു, അവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യുന്നു. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ സൊല്യൂഷൻ ഉള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റൽ റീജിയനിൽ മാത്രം മതി. ഈ 2 ലൈനിന്റെ സൊല്യൂഷനും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ ഏതാണോ അത് മാത്രം നമുക്ക് മതി, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. സോ ഇത് മാത്രമായിരിക്കും നമ്മുടെ എന്ത്, ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് മായ്ച്ചു കളയാം. ഇത്തരത്തിലുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടഡ് റീജിയൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ലൈൻസിന്റെയും പോയിന്റ്സിന്റെയും ഇടയിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു റീജിയൻ ആയിരിക്കും എന്ത്, ബൗണ്ടഡ് റീജിയൻ. സോ മക്കൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ബൗണ്ടഡ് റീജിയന്റെ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഒരു പോയിന്റ് നമുക്ക് ഓൾറെഡി അറിയാം 0, ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്ന പോയിന്റ് ആണ്. 0, 50 പറയുന്ന പോയിന്റ് ആയിരിക്കും 0, 50. അതേപോലെ ഈ പോയിന്റ് അറിയാം 30,0 ആണ്. നമുക്ക് അറിയാത്ത ഈ പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ പോയിന്റ് എന്ന് പറയുമ്പോഴില്ലേ 2 ലൈൻസുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന പോയിന്റ് ആണ്. ഏത് 2 ലൈന്, മിസ് പറഞ്ഞിരിക്കുന്ന ഈ 3x പ്ലസ് വൈ പറയുന്ന 90 എന്ന് പറയുന്ന ലൈനും എക്സ് പ്ലസ് വൈ 50 പറയുന്ന ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. അപ്പൊ നമ്മൾ എന്തേ സോൾവ് ചെയ്യാം, 3x മൈനസ് എക്സ് എത്രയാ, 2x സബ്ട്രാക്ട് ചെയ്താൽ മതി കേട്ടോ. y മൈനസ് വൈ 0 ആണ്. 90 മൈനസ് 50 പറയുമ്പോൾ 40 ആണ്. 2x 40 ആണെങ്കിൽ എക്സ് എന്താ പറയാ, 40/2 പറയുമ്പോൾ 20 കിട്ടും. എക്സ് 20 ആണെങ്കിൽ ഇതിവിടെ കൊടുക്കുന്ന സമയത്ത് എക്സ് പ്ലസ് വൈ 50 എന്നറിയാം. അപ്പം എക്സ് 20 ആണെങ്കിൽ y പറയുമ്പം 50 മൈനസ് എക്സ് 50 മൈനസ് 20 30 എന്ന് കിട്ടും. പോയിന്റ് വിൽ ബി 20,30 ആയിരിക്കും.
ഇനി മക്കൾ എന്ത് ചെയ്യുന്നു? കോർണർ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കുന്നു. 0 0 30 0 0 50. പിന്നെ എന്താ അടുത്ത പോയിന്റ്? 20, 30 പറഞ്ഞ പോയിന്റ്. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? സെറ്റ് ഇസ് ഈക്വൽ ടു 4x + y ആണ്. അത് കൊടുക്കുക. ഓരോ പോയിന്റും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുമ്പം സെറ്റ് ഇസ് ഈക്വൽ ടു 4 × 0 + 0 0 വരും. ഇവിടെ 4 × 30 പറയുമ്പോൾ 120 വരും. ഇവിടെ 0 × 4 + 50 പറയുമ്പോൾ 50 വരും. ഇവിടെ 4 × 20 80. പിന്നെന്താണ്? +30 110. അപ്പൊ നമുക്ക് ആവശ്യം എന്താ മക്കളെ? ഇതിൽ മാക്സിമം വാല്യൂ ആണോ മിനിമം വാല്യൂ ആണോ ആവശ്യമുള്ളത്? മാക്സിമൈസ് ആണോ ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ? മാക്സിമൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് മാക്സിമൈസ് എന്ന് ഒരു പറയുവാണെങ്കിൽ വി നീഡ് ദ മാക്സിമം വാല്യൂ. ഈ കാണുന്ന കോർണർ പോയിന്റ്സിൽ ഏത് പോയിന്റിലാണ് ഏറ്റവും വലിയ വാല്യൂ ഉള്ളത്? സിത്താര, വെരി ഗുഡ്. എത്രയാണ് വലിയ വാല്യൂ? 120 ആണ്. ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ് ഏതാണ്? 30,0 ആണ്. അപ്പൊ 30,0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം വാല്യൂ എത്ര കിട്ടി നമുക്ക്? 120 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആൻസർ വിൽ ബി മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 120 ആയിരിക്കും. സോ 120 ആണ് നമ്മുടെ എന്ത്? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ മനസ്സിലായില്ലേ? സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ഓക്കെ, ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. MCQ വരാറുണ്ട് കേട്ടോ. ഇഫ് ദ ഫീസിബിൾ റീജിയൻ ഓഫ് എൻ LPP വിത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ഇസ് ഈക്വൽ ടു AX + BY ആണ്, ഇറ്റ് ഈസ് ബൗണ്ടഡ്, ദെൻ വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ ഇതിൽ ഏതാണ് ശരി ഉത്തരം വരിക? മിസ് എനി പഠിച്ചാൽ മാർക്ക് കിട്ടുമോ? സത്യം പറയണോ അല്ലേ? ഇനി പഠിച്ചാൽ ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ഒരു അക്ഷരം പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി പഠിച്ചാൽ മാർക്ക് ലഭിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം ഒരുപാട് നമുക്ക് കോൺസെപ്റ്റ് മാത്രമല്ല നല്ല ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണ്ടേ. അപ്പം നിങ്ങൾ നല്ലോണം ഈ ഒരു മാസം ഇരുന്ന് അത്രക്കും കഷ്ടപ്പെട്ട് പഠിക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നല്ല മാർക്ക് ലഭിക്കും. അല്ലാതെ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, എല്ലാം ഒന്നിനും തുടങ്ങണം എന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല മാർക്ക് കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. പാസ്സാവാൻ വേണ്ടി പഠിക്കാനാണെങ്കിൽ നമുക്ക് എപ്പോഴും പറ്റും. നല്ല മാർക്ക് വേണമെങ്കിലാണ് ബുദ്ധിമുട്ടുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് നല്ലോണം എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ക്ലാസ് ഒക്കെ കാണുക, ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല. റെഡി? സോ എന്താ വരിക? ആൻസർ പറയടാ. സി ആണോ വരിക? എന്താണ് വരിക നോക്കിക്കേ. ഫീസിബിൾ റീജിയൻ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഇറ്റ് വിൽ ഓൺലി ഹാവ് എ മാക്സിമം വാല്യൂ. ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ അതിന് മാക്സിമം വാല്യൂ മാത്രമേ ഉണ്ടാവൂ എന്ന് എവിടെയും പറയുന്നില്ല. ഇറ്റ് വിൽ ഓൺലി ഹാവ് എ മിനിമം വാല്യൂ എന്ന് എവിടെയും പറയുന്നില്ല അല്ലെ? മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും രണ്ടും ഉണ്ടായിക്കൂടെ? ഇറ്റ് വിൽ ഹാവ് ബോത്ത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്. ഇറ്റ് വിൽ ഹാവ് നൈദർ മാക്സിമം നോർ മിനിമം വാല്യൂസ്. നമുക്കറിയാം ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ എന്തായാലും എന്തുണ്ടാവും, മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഉണ്ടായിരിക്കും. പക്ഷെ മാക്സിമം വാല്യൂ മാത്രമാണ് മിനിമം വാല്യൂ മാത്രം എന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഉണ്ടാവാൻ വേണ്ടി പറ്റും. രണ്ടും ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് വരിക, റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. കിട്ടിയോ മക്കളെ ആൻസർ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പം നമുക്കൊരു അൺബൗണ്ട് റീജിയന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് അൺബൗണ്ട് റീജിയന്റെ ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം നല്ലോണം. ഓക്കെ, എന്താണ്? മിനിമൈസ് സെറ്റ് ഇസ് ഈക്വൽ ടു 3x + 5y ആണ്, സച്ച് ദാറ്റ് x + 3y ഗ്രേറ്റർ ഈക്വൽ ടു 3യും x + y ഗ്രേറ്റർ ഈക്വൽ ടു 2 ഉണ്ട്. പിന്നെ എക്സും വൈയും എന്താണ്, 0നേക്കാൾ വലിയ വാല്യൂ ആണ്. അപ്പൊ എക്സും വൈയും പോസിറ്റീവ് എന്നുള്ള മീനിങ് ആണ്. അതായത് സൊല്യൂഷൻ എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ട് ഇൻഇക്വാലിറ്റി എടുത്ത് എഴുതി വെക്കുക. x + 3y അതുപോലെ x + y രണ്ടും എന്ത് ചെയ്യുക, എടുത്ത് വൃത്തിക്ക് എഴുതി വെക്കുക. രണ്ടിന്റെ ഇൻഇക്വാലിറ്റി സിമ്പിൾ എന്ത് ചെയ്യുക, മാറ്റി ഇക്വേഷൻ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇവിടെയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. x 0 ആണെങ്കിൽ എന്താ പറയുക, y = 3/3 1, y 0 ആണെങ്കിൽ x 3. ഇവിടെ x 0 ആണെങ്കിൽ y 2, y 0 ആണെങ്കിൽ x 2. പോയിന്റ്സ് ആയല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് വരയ്ക്കുന്നു.
ഗ്രാഫ് എന്ത് ചെയ്യുക, നല്ല ഭംഗിയിൽ ഒരു ഗ്രാഫ് വരച്ച് കാണിക്കുക. അപ്പോൾ ഏതൊക്കെയാ പോയിന്റ്സ് മാർക്ക് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം വാല്യൂസ് കൊടുക്കുക. 0, 1, 2, 3, ഇപ്പുറത്ത് 1, 2, 3. ഫസ്റ്റ് പോയിന്റ് പറയുമ്പോൾ 0, 1 ഈ പോയിന്റ്, പിന്നെ പോയിന്റ് 3,0 ആണ്. ആ രണ്ട് ലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലെ വരക്കുക. അപ്പം തന്നെ പേര് കൊടുക്കുക, x പ്ലസ് 3y = 3 കൊടുക്കുക. അടുത്ത ലൈൻ പറയുമ്പോൾ 0, 2, 2, 0 ആണ്. 0, 2 പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു, 2,0 മാർക്ക് ചെയ്തു. രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലെ വരക്കുന്നു. പേര് കൊടുക്കുക, x പ്ലസ് y = 2 എന്ന് കൊടുക്കുക. നമുക്ക് ആവശ്യം എന്താണ്? ഒരു സൊല്യൂഷൻ അല്ലേ ആവശ്യമുള്ളത്? സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 0, 0 എന്ന് പറയുന്ന റെഫറൻസ് പോയിന്റ് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, 0, 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഇക്വാലിറ്റി എന്ത് വരും, 0 + 0 > 3 വരും. അതായത് 0 ആണ് 3നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ എന്താണ്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോൾസ് പറയുമ്പോൾ ഈ കാണുന്ന ബ്ലൂ ലൈൻ്റെ സൊല്യൂഷൻ 0, 0 പറയുന്ന ഈ പോയിന്റ് ഉൾപ്പെടാത്ത റീജിയൻ ആയിരിക്കും, വിച്ച് മീൻസ് മേലോട്ടേക്കായിരിക്കും. അപ്പൊ മേലോട്ടേക്ക് എന്ത് ചെയ്യുക, സൊല്യൂഷൻ വരച്ചു വെക്കുക. കുറേ വരക്കാം അല്ലേ? ഓക്കെ. സോ അടുത്ത കാര്യം പറയുന്നത് എന്താ മക്കളെ, ഈ കാണുന്ന ഗ്രീൻ ലൈൻ്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ 0, 0 പറയുന്ന പോയിന്റ് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 0 + 0 > 2 വരും. അവിടെയും എന്താണ്, ഫോൾസ് ആണ് കിട്ടുന്നത്. അതായത് ഈ പച്ച ലൈൻ്റെ സൊല്യൂഷൻ പറയുമ്പോൾ 0, 0 പറഞ്ഞ പോയിന്റ് ഉൾപ്പെടാത്ത റീജിയൻ എന്ന് പറയുമ്പോൾ മേലോട്ടേക്ക് വരക്കുക. മേലോട്ടേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളത് ഷെയ്ഡ് ചെയ്ത് വരച്ച് കാണിക്കുന്നു. നമുക്ക് എന്താ ആവശ്യം, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ സൊല്യൂഷൻ മാത്രം മതി, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ മാത്രം അല്ലേ? അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കുക, നമുക്ക് എന്താ പറയുക, ഈ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ മാത്രം മതി, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് മായ്ച്ചു കളയുക. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടുക, മിസ് ഇപ്പൊ ബാക്കിയൊക്കെ മായ്ച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്താ കിട്ടുക, ഒരു അൺബൗണ്ടഡ് റീജിയൻ കിട്ടും. എന്താണ് അൺബൗണ്ടഡ് റീജിയൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞല്ലോ. ഓക്കെ. സോ അൺബൗണ്ടഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഒഴുകി നിൽക്കുന്ന സൊല്യൂഷൻ ആണ് അല്ലെ, എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റീജിയൻ, ഫിക്സഡ് അല്ല. എന്തായാലും മക്കൾ എന്ത് ചെയ്യുന്നു, കോർണർ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ പോയിന്റ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത പോയിന്റ് ആണ് 0, 2 എന്ന് പറയുന്ന പോയിന്റ്. ഇതിൽ ഈ പോയിന്റ് നമുക്കറിയാം 3,0. അറിയാത്ത പോയിന്റ് ഈ കാണുന്ന പോയിന്റ് മാത്രമാണ്. അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന x + 3y = 3യും x + y 2 എന്ന് പറയുന്ന രണ്ട് ലൈൻസും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവർ കൂട്ടിമുട്ടുന്ന പോയിന്റ് കിട്ടും. സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്യുമ്പം 3y - y 2y എന്ന് കിട്ടും. 3 - 2 1 കിട്ടും. y എന്താണ്, 1/2 എന്ന് കിട്ടും. എടാ x + y 2 ആണെങ്കിൽ y 1/2 ആണെങ്കിൽ x എന്ത് വരും, 2 - 1/2 പറയുമ്പം 4 - 1/2 3/2 കിട്ടും. അതായത് x 3/2 y 1/2 ആണ് ഈ പോയിന്റ് കിട്ടുക. വെരി ഗുഡ് ഡാർവിൻ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാ വരിക, 0, 2 ഉണ്ട്, 3/2 1/2 പറഞ്ഞ പോയിന്റ് ഉണ്ട്, 3, 0 ഉണ്ട്. എന്താ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മുടെ, z = 3x + 5y ആണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, z = 3 × 0 + 5 × 2 10 വരും. നെക്സ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പം 3 × 3/2 + 5 × 1/2 9/2 + 5/2 പറയുമ്പോൾ 14/2 ആണ്, 7 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ 3 × 3 പറയുമ്പോൾ 9 കിട്ടും. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്, 7 എല്ലാരും പറയും അല്ലെ, 7 എന്ന് പറയും. ഫിക്സ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, കൺഫേം ചെയ്യണം. അൺബൗണ്ടഡ് റീജിയൻ ആയതുകൊണ്ട് മാത്രം കിട്ടിയിരിക്കുന്ന മിനിമം വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. കൺഫർമേഷൻ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ 7 ആണ് മിനിമം വാല്യൂ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി മക്കൾ എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ ചൂസ് ചെയ്യണം. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആരാ, 3x + 5y ആണ്. നമുക്ക് എന്താവശ്യം, മിനിമം വാല്യൂ ആണ്. അതുകൊണ്ട് മാത്രം എന്ത് കൊടുക്കുക, ലെസ് ദാൻ സിമ്പിൾ. മാക്സിമം ആണെങ്കിലോ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. സോ മിനിമം ആയതുകൊണ്ട് ലെസ് ദാൻ കൊടുത്തു,
നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എത്രയാണ്? 7 കൊടുത്തു. ഇവർ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കാണിക്കണം. കൺഫർമേഷന് വേണ്ടി മാത്രം കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗ്രാഫിൽ വേണമെങ്കിൽ പോയിന്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ എക്സും വൈയും കൊടുക്കുക. എക്സ് 0 ആണെങ്കിൽ 5y = 7, y = 7/5 വരും. 7/5 പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.4 സംതിങ് കിട്ടും. ഇനി y 0 ആണെങ്കിൽ 3x7 x 7/3 കിട്ടും. ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2.3 ആയിരിക്കും. അതായത് പോയിന്റ്സ് വരുമ്പോൾ എന്തൊക്കെയാണ്? 0-ൽ 1.4, അതായത് 0-ൽ 1.4 പറയുമ്പോൾ 1-നും 2-നും ഇടയിൽ കേട്ടോ ഈ പോയിന്റ് വരും. അടുത്തത് പറയുമ്പോൾ ഇതാണ് 2.3,0 പറയുമ്പോൾ 2-നും 3-ക്കും ഇടയിൽ 2.3,0 ഈ പോയിന്റ് വരും. രണ്ടും കൂടെ മക്കൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് യോജിപ്പിക്കുക. ഇതായിരിക്കും മിസ് വരച്ചിരിക്കുന്ന ലൈന്. അതിന്റെ പേര് വേണേ കൊടുത്തോ. എന്താണ്? 3x + 5y = 7. നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ സൊല്യൂഷൻ കൂടെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലൈൻ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം വരച്ചു. നമുക്ക് ഈ ലൈന് സൊല്യൂഷൻ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ അഗെയിൻ എന്ത് ചെയ്തു? 0 എന്ന് പറഞ്ഞ പോയിന്റ് റെഫറൻസ് ആയിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 3 × 0 + 5 × 0 0 < 7 വരും. അതെന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ലൈനില്ലേ, ഇത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 0 ഉൾപ്പെടുന്ന റീജിയൻ ആയിരിക്കും. അതായത് താഴോട്ടേക്കായിരിക്കും എന്ത് വരിക? സൊല്യൂഷൻ വരിക. ഓക്കെ, താഴോട്ടേക്ക് എന്ത് ചെയ്യും മക്കളെ? സൊല്യൂഷൻ വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന അൺബൗണ്ട് റീജിയനും അതുപോലെ ഇപ്പോൾ വരച്ചിരിക്കുന്ന കൺഫർമേഷൻ വെച്ച് വരച്ചിരിക്കുന്ന ഈ കാണുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഗ്രാഫും തമ്മിൽ യാതൊരു ബന്ധവും. ഒരു പോർഷനിൽ പോലും എന്ത് ചെയ്യുന്നില്ല? കോമൺ ആയിട്ട് ഒരു പോയിന്റ് പോലും ഷെയർ ചെയ്യുന്നില്ല. അത്തരത്തിൽ ദർ ഇസ് നോ കോമൺ പോയിന്റ് ഷെയറിംഗ് എന്ന രീതിയിൽ പറയുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചത് മിനിമം വാല്യൂ ആയിട്ട്, അത് തന്നെയായിരിക്കും എന്ത്? ആക്ച്വൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച മിനിമം വാല്യൂ എത്രയായിരുന്നു? 7 ആണ്. ആ 7 തന്നെയാണ് എന്ത്? കറക്റ്റ് മിനിമം വാല്യൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേസമയം വരച്ചിരിക്കുന്ന ഈ ആളും നേരത്തെ വരച്ചിരിക്കുന്ന ഗ്രാഫും തമ്മിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ ചെറിയൊരു ഭാഗമെങ്കിലും രണ്ടും കൂടെ കമ്പയർ ചെയ്യപ്പെടുവാണെങ്കിലോ ഉറപ്പിച്ചോ ദർ ഇസ് നോ മിനിമം വാല്യൂ ആയിരിക്കും. ഇവിടെ യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് എന്താണോ അത് കറക്റ്റായിട്ട് വരുന്നത്. പക്ഷെ ഏതെങ്കിലും പോർഷൻ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുവാണെങ്കിലോ ദർ ഇസ് നോ മിനിമം വാല്യൂ അല്ലെങ്കിൽ ദർ ഇസ് നോ മാക്സിമം വാല്യൂ, രണ്ടും പറയാം. സോ ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? സെറ്റ് ആണോ എല്ലാവർക്കും? Okay, so moving to next question. Try ചെയ്ത് എല്ലാവരും. Assertion reason ആണ്. Try ചെയ്ത് നോക്കുക എല്ലാവരും. The shaded portion of the graph represent the feasible region for the given LPP. അതായത് feasible region for the given LPP എന്താണ്? Given ആണ് അല്ലേ? അതായത് നിങ്ങൾ ആലോചിക്കുക, ഈ കാണുന്ന പോർഷനിലെ ഒരു വരച്ചിരിക്കുന്ന ഇത്രയും പോർഷനാണ് നമുക്ക് ആവശ്യമുള്ള ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് എന്ത് പോർഷനാണ് മക്കളെ? അൺബൗണ്ടഡ് ആയിട്ടുള്ള പോർഷനാണ് അല്ലേ? ഇതിന്റെ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 8 ഉണ്ട്, 2, 4 ഉണ്ട്, 10, 0 ആണ്. ഇതൊക്കെയാണ് കോർണർ പോയിന്റ്സ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം 50x + 70y ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഈ പോയിന്റ് അപ്ലൈ ചെയ്യുമ്പം 50 × 0 + 70 × 8 560 ആണ് വാല്യൂ. ഇവിടെയാണെങ്കിൽ സെറ്റ് 50 × 2 100, 70 × 4 280, അപ്പോൾ ടോട്ടൽ 380 ആയിരിക്കും വാല്യൂ. ഇവിടെ 50 × 10 500 ആയിരിക്കും സെറ്റ് വാല്യൂ വരിക. അപ്പം 3 വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ കൺഫേം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ്? മിനിമം അല്ലേ വേണ്ടത്? മിനിമൈസ് അല്ലേ പറയുന്നത്? മിനിമൈസ് എന്ന് പറയുന്ന സമയത്ത് മിനിമം വാല്യൂ ആണ് ആവശ്യമുള്ളത്. മിനിമം വാല്യൂ പറയുമ്പോൾ എത്രയാണ്? 500 ആണ്. ഓക്കെ, മിനിമം വാല്യൂ പറയുമ്പോൾ എത്രയാണ് മക്കളെ? 500 അല്ല 380 ആണ് ഏറ്റവും മിനിമം വാല്യൂ. ഏറ്റവും ചെറുത് പറയുമ്പോൾ മിനിമം അല്ലേ? 380 അല്ലേ? ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ് 2,4 ആണ്. പക്ഷെ കൺഫേം ചെയ്യാൻ പറ്റില്ല, കൺഫേം ചെയ്യണ്ടേ? അപ്പൊ കൺഫേം ചെയ്യാതെ പറയുവാണെങ്കിൽ 2,4 എന്ന് പറഞ്ഞ പോയിന്റിലാണ് 380 മിനിമം വാല്യൂ വരുന്നത്. അപ്പം ഇവർ പറയുന്ന കാര്യം എന്താണ്? ഇത്രയും കാര്യം പറയുന്നത് ഹാസ് എ മിനിമം വാല്യൂ ഓഫ് 380 at 2,4 എന്ന് പറയുന്നുണ്ട്. റീസൺ പറയുന്ന കാര്യം നമുക്ക് നോക്കാം. ദ റീജിയൻ റെപ്രസെന്റിങ്
50x plus 70y less than 380 does not have any point common with the feasible region. നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാറ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള 50x plus 70y ആദ്യം എഴുതും, നമ്മൾ മിനിമം വാല്യൂ കണ്ടുപിടിച്ചത് ആദ്യം എഴുതും, പിന്നെ എന്ത് ചെയ്യും? മിനിമം ആയതുകൊണ്ട് ലെസ് ദാൻ സിമ്പിൾ കൊടുക്കും. ഇത് നമ്മൾ എന്ത് ചെയ്ത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യും. അത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5x plus 7y ഈക്വൽ ടു 38. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സീറോസ് കട്ട് ചെയ്ത് പോയിട്ട് 5x plus 7y ലെസ് ദാൻ 38 എഴുതിക്കൂടെ? അതിന്റെ ഗ്രാഫ് ഇവർ വരച്ചിട്ടുണ്ട് സെപ്പറേറ്റ്ലി. അതിന്റെ ഗ്രാഫ് എന്താ? ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ കണ്ടു, നിങ്ങൾ വരച്ചിരിക്കുന്ന ഗ്രാഫും ഇവർ വരച്ചിരിക്കുന്ന ഈ ഗ്രാഫും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ദർ ഇസ് നോ കോമൺ പോയിന്റ് ഷെയറിങ് അല്ലേ? ഒരു കോമൺ പോയിന്റ് പോലും ഷെയർ ചെയ്യുന്നില്ല. കിട്ടിയിരിക്കുന്ന അൺബൗണ്ട് റീജിയനും അവിടെ കിട്ടിയിരിക്കുന്ന മിനിമം വാല്യൂ കൺഫേം വരച്ചിരിക്കുന്ന ഈ റീജിയൻ തമ്മിൽ എന്തില്ല? യാതൊരു ബന്ധവും ഇല്ല. ദർ ഇസ് നോ കോമൺ പോയിന്റ് ഷെയറിങ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റും, നിങ്ങൾ കണ്ടുപിടിച്ച മിനിമം വാല്യൂ ഏതാണോ ആ 380 ആണെങ്കിൽ 380 തന്നെയായിരിക്കും ഇതിന്റെ എന്ത്? ആക്ച്വൽ മിനിമം വാല്യൂ. അതായത് ഇവർ പറയുന്ന അസേഷൻ ആയിക്കോട്ടെ മക്കളെ, അതേപോലെ റീസൺ ആയിക്കോട്ടെ, രണ്ടും ട്രൂ ആണ്. റീസൺ തന്നെയാണ് എന്ത്? കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പൊ അസേഷനും റീസണും ട്രൂ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ്. ഇതായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, റെഡി ആണോ മക്കളെ? സെറ്റ് അല്ലേ എവരിവൺ? ഓക്കെ അല്ലേ? സോ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. The corner points are the feasible region of LPP problem are 0 to 30. കുറച്ചധികം കോർണർ പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് 02 ഉണ്ട്, 30 ഉണ്ട്, 60 ഉണ്ട്, 68 ഉണ്ട്, 05 ഉണ്ട്. ഇതൊക്കെയാണ് കോർണർ പോയിന്റ്സ് ഓഫ് ദ LPP പറയുന്നത്. Z is equal to AX plus BY ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എയും ബിയും എന്താ? 0യേക്കാൾ വലിയ വാല്യൂ ആണ്. ഓക്കെ, and the maximum value of Z is obtained at 02 and 30. 02 പറഞ്ഞ പോയിന്റിലും 30 പറഞ്ഞ പോയിന്റിലുമാണ് സെറ്റിന്റെ മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിൽ റിലേഷൻ മക്കൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാ കോർണർ പോയിന്റ്സും മക്കൾ എന്ത് ചെയ്യേണ്ട? എടുക്കേണ്ട ആവശ്യമില്ല. 02ഉം 30ഉം മാത്രം എടുക്കുക. ഈ രണ്ട് പോയിന്റിലും എന്താണ്? സെയിം വാല്യൂ ആണ്. ബിക്കോസ് ഈ രണ്ട് പോയിന്റിലുമാണ് മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യാന്ന് പറയുമ്പം രണ്ടിലും എന്താണ്? സെയിം വാല്യൂ ആയിരിക്കില്ലേ? ഈ രണ്ട് പോയിന്റിലുമാണ് മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? രണ്ട് പോയിന്റിലും സെയിം മാക്സിമം വാല്യൂ ആയിരിക്കില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കൊടുക്കുമ്പോൾ എക്സിനും വൈക്കും 0ഉം 2ഉം കൊടുക്കുക. അപ്പം a ഇൻറ്റു 0 എന്താ വരിക? 0 ആണ്. b ഇൻറ്റു 2 2b വരും. ഇവിടെ എക്സിന് 3യും വൈക്ക് 0ഉം കൊടുക്കുക. അപ്പൊ a ഇൻറ്റു 3 3a, b ഇൻറ്റു 0 0 വരും. അപ്പൊ എത്ര ആൻസർ പറയുന്നത്? ഈ രണ്ടും ഈക്വൽ ആന്ന് പറയുന്നുണ്ടല്ലോ, രണ്ടും ഈക്വൽ ആന്ന് പറയുന്നുണ്ട്. രണ്ട് വാല്യൂയും ഈക്വൽ ആണെന്ന് പറയുമ്പം രണ്ട് പോയിന്റിലുള്ള മാക്സിമം വാല്യൂ ഈക്വൽ ആണ്. സോ 2bയും 3aയും ഈക്വൽ ആയിരിക്കും. അപ്പൊ 3a ഈക്വൽ ടു 2b ആയിരിക്കും എന്ത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. കിട്ടിയോ മക്കളെ ആൻസർ? കിട്ടിയോ എല്ലാവർക്കും? യെസ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സോ മക്കളെ LPP അത്രേ ഉള്ളൂ. കോൺസെപ്റ്റ് എന്താണ്? മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും സെയിം സ്റ്റെപ്പും കാര്യങ്ങളും തന്നെയാണ്. ബൗണ്ടഡ് അൺബൗണ്ടഡ് പഠിച്ചു കഴിഞ്ഞു. കോർണർ പോയിന്റ്സിന്റെ കാര്യം പറഞ്ഞു, MCQ കണ്ടു കഴിഞ്ഞു. ഇത്രയും നോക്കിയാൽ മതി ഈ ചാപ്റ്ററിന്. ബാക്കി നമുക്ക് എന്താണ്? സെറ്റാണ്. ഓക്കെ, സെറ്റല്ലേ മക്കളെ? ഓപ്ഷൻ ഡി കിട്ടിയല്ലോ. സോ മിസ്സിന്റെ എനർജി ഇന്ന് ഭയങ്കര ലോ ആണ്. ഓൾറെഡി ക്ലാസ് ഉള്ളത് കൊണ്ട് ടയർഡായി പോയതാണ്. നമ്മൾ എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. സോ ബാക്കി മക്കളെ നമുക്ക് നാളെ എന്താണ്? ഇന്റഗ്രൽസ് ഉണ്ട്, അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. രണ്ട് ചാപ്റ്റർ നമുക്ക് നാളെ ഡീൽ ചെയ്യാം. ഞാനും AK സാറും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി നാളെ സെറ്റാക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. സോ ഇപ്പൊ എന്ത് ചെയ്യാ? ഈ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. 3ഉം കൂടെ എന്ത് ചെയ്യാ? പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും റിവൈസ് ചെയ്യുക. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ലേറ്റസ്റ്റും നല്ല കിട്ടുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കാതിരിക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പഠിക്കണം ചോദിക്കുന്നുണ്ട്.
അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ ഇന്റഗ്രൽസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം ഇന്റഗ്രൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഫോർമുലാസ് മാത്രം മറന്നുപോയ ടീംസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. സാമ്പിൾ പേപ്പർ ചെയ്യൂടാ, അത് നമ്മൾ എല്ലാ ലൈവും കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും PYQ സീരീസ് കഴിയട്ടെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ പേപ്പറിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ എന്തായാലും പോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ മെഹ ഞാൻ പറയട്ടെ. നമ്മൾ CBSE പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ NCERT ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് NCERT-നേക്കാൾ ഹാർഡ് ഏതാണ്? PYQs ആണ്. NCERT മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് വറി. PYQ നിങ്ങൾ വൃത്തിക്ക് ചെയ്യുന്ന മക്കളാണെങ്കിൽ NCERT നിങ്ങൾക്ക് ഭയങ്കര പുഷ്പം പോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഡോണ്ട് വറി. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയോ? അങ്ങനെയല്ല. ഈ ചാപ്റ്ററിന്റെ മൊത്തം കോൺസെപ്റ്റ് പോകുന്ന ലൈവ് സെപ്പറേറ്റ്ലി പോയിട്ടുണ്ടല്ലോ, അത് കണ്ടിട്ട് എന്ത് ചെയ്യണം, PYQs കാണണം. അപ്പോഴേ കൂടുതൽ എഫക്റ്റീവ് ആവുക. ഓക്കെ, എന്ത് സാധനമാണെങ്കിലും മൊത്തം ചാപ്റ്റർ പഠിച്ചിട്ടാണ് PYQ സീരീസ് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. നമ്മൾ ചാപ്റ്റർ മൊത്തം പോയതല്ലേ. PYQs ഒരിക്കലും മിസ്സാക്കരുത്. PYQs ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഓരോ ക്വസ്റ്റിനും ഓരോ കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരെ എക്സാമിന് നിങ്ങൾക്ക് ഇതേ പാറ്റേണിൽ ഇതേ ടൈപ്പാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുക. അപ്പോൾ അത് പഠിച്ചാൽ സെറ്റാണ് നമുക്ക്. ഓക്കെ, ഇപ്പൊ രാവിലെ 9 മണിക്കാണ് ക്ലാസ്. ഇന്ന് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നാളെയും ക്ലാസ് ഉള്ളതാണ്. നാളെ നമുക്ക് ഏതാണ്, ഇന്റഗ്രൽസും അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും. ഇന്റഗ്രൽസ് അത്യാവശ്യം ഉണ്ടാവുമല്ലോ പഠിക്കാനായിട്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം നാളെ. സോ നമ്മൾ എന്ത് ചെയ്തു, 3 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. LPP ചെറുതാണ്, അതൊരു വലിയ ചാപ്റ്റർ കണക്കാക്കാനൊന്നുമില്ല, ചെറുതാണ്. ഡിറ്റർമിനൻസിൽ മിസ് ഒരുപാട് MCQ വർക്ക്ഔട്ട് ചെയ്തു. ബിക്കോസ് MCQ ആണ് എന്ത് ചെയ്യാറ്, കുഴപ്പിക്കാറ്. 5 മാർക്ക് സിമ്പിൾ ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. MCQ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് മിസ് അത്രയും ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചത്. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും എന്ത് ചെയ്യുക, പറഞ്ഞതുപോലെ പരാബോള ലൈൻ കമ്പൈൻഡ് ക്വസ്റ്റ്യൻ, സർക്കിൾ ലൈൻ കമ്പൈൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ എന്താണ്, കുറച്ച് MCQs നോക്കി വെക്കുക. ബാക്കി ചെയ്യാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ല. ടഫായിട്ടുള്ള മിസ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നാളെ രാവിലെ നമുക്ക് 9 മണിക്ക് വീണ്ടും കാണാം, സെറ്റാക്കാം. ഫസ്റ്റ് എന്തായാലും ഇന്റഗ്രൽസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരിക. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കാൽക്കുലസിൽ അവസാനത്തെ ചാപ്റ്റർ ആണ്. ഇന്റഗ്രൽസ് പഠിച്ചിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക അല്ലേ. നാളെ മോർണിംഗ് മാത്സ് ആണ്, 9 AM AKSR സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? യെസ് ഗൈസ്, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യുക, സ്ലൈഡ് ഒന്ന് റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഓടിച്ച് വിട്ടാൽ മതി സ്ലൈഡ്, എന്നിട്ട് പോവാം കേട്ടോ. Okay, thank you all for watching. Have a nice day. Love you all. Thank you. Thank you so much.